നിർമ്മിത ബുദ്ധിയും സർഗാത്മകതയും എന്ന വിഷയം സത്യം പറഞ്ഞാൽ ആളുകൾക്ക് ഒരുപാട് ആശങ്കകളും പരിഭ്രമവും ഉള്ളൊരു ഏരിയയാണ്. എനിക്ക് ഇന്നത്തെ പാനലിൻ്റെ പ്രത്യേകതയായിട്ട് എനിക്ക് ആ സെലക്ഷൻ വളരെ ഇഷ്ടപ്പെട്ടു. തുഞ്ചൻ സ്മാരക ട്രസ്റ്റിന് നന്ദി. കാരണം പല മേഖലകളിൽപ്പെട്ട ആളുകൾ, പല ഏജ് ഗ്രൂപ്പിൽപ്പെട്ട പല മേഖലകളിൽപ്പെട്ട ആളുകൾ ഒത്തുചേർന്ന് ഇന്ന് ഏറ്റവും കൂടുതൽ ആശങ്ക ഉള്ള ഒരു വിഷയം ചർച്ച ചെയ്യാൻ ഒത്തുകൂടുന്നത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. നിർമ്മിത ബുദ്ധി കാലത്ത് സർഗാത്മകത ഉണ്ടോ, അല്ലെ സർഗാത്മകത ഇല്ലാതാവോ, അല്ലെ സർഗാത്മകതയ്ക്ക് എന്ത് സംഭവിക്കും എന്നൊക്കെ നിരന്തരമായി ചർച്ച നടക്കുകയാണ്. പോസ്റ്റ് ട്രൂത്ത് എറ എന്ന് നമ്മൾ വിളിക്കാറുണ്ട്, സത്യാനന്തര കാലം എന്ന് വിളിക്കും. അത് ഒരുപാട് ചർച്ച ചെയ്തുകൊണ്ട് ആവർത്തിക്കുന്നില്ല. ഈ ഘട്ടത്തിൽ സത്യം എന്താണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയാണ്. കാരണം അസത്യങ്ങൾ, അർത്ഥസത്യങ്ങൾ അത്ര കൂടുതൽ പ്രചരിക്കുന്ന കാലത്ത് സത്യം എന്തെന്ന് കണ്ടുപിടിക്കുക എന്നുള്ള വലിയൊരു വെല്ലുവിളിയാണ് ഇക്കാലത്ത്. അതേപോലെ തന്നെ പോസ്റ്റ് ഹ്യൂമൻ എറ, മനുഷ്യാനന്തര കാലം എന്ന് വിളിക്കും. അപ്പം അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു പോസ്റ്റ് ഹ്യൂമൻ ക്രിയേറ്റിവിറ്റി എറ എന്ന് വിളിക്കാൻ പറ്റുമോ? കാരണം മനുഷ്യ സർഗാത്മകതയ്ക്കും അന്ത്യം കുറിക്കുന്നൊരു കാലഘട്ടമായിട്ട് ഇതിനെ കാണാൻ പറ്റുമോ എന്നൊക്കെ ആശങ്കയുണ്ട്. പോസ്റ്റ് ഹ്യൂമൻ ക്രിയേറ്റിവിറ്റി എറ, ഹ്യൂമൻ ക്രിയേറ്റിവിറ്റിയുടെ ഒരു അന്ത്യത്തിൻ്റെ കാലഘട്ടമാണോ? സത്യത്തിൻ്റെയും മാനവികതയുടെയും അന്ത്യം പോലെ തന്നെ മനുഷ്യ സർഗാത്മകതയുടെ അന്ത്യം കുറിക്കാൻ പോകുന്നൊരു കാലഘട്ടത്തിലേക്കാണോ നമ്മൾ അതിവേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്ന് വലിയൊരു ആശങ്ക ഉണ്ട്. എന്തായാലും സർഗാത്മകത അല്ലെങ്കിൽ സർഗാത്മക വ്യാപാരം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മാത്രമുള്ള അല്ലെങ്കിൽ മനുഷ്യരുടെ മാത്രമുള്ള ഒരു ഏർപ്പാടല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം എന്നുള്ളത് നിസ്സംശയം പറയാം. നമ്മളൊരു ക്രിയേറ്റർ, സഹനിർമ്മാതാവ് അല്ലെങ്കിൽ സർഗാത്മക സംവിധായികയൊക്കെ ആയി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഇപ്പോൾ. സർഗാത്മക നിർമ്മിതികളെല്ലാം തന്നെ മനുഷ്യരും നിർമ്മിത ബുദ്ധിയും ചേർന്ന് ഒന്നിച്ച്, അതിൽ മനുഷ്യൻ്റെ പങ്ക് എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റീവ് ഡയറക്ടറുടെയോ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റർ അല്ലെങ്കിൽ സഹനിർമ്മാതാവിൻ്റെയൊക്കെ പോലെ ആയി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണെന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ ഈ കാലഘട്ടം നമ്മുടെ മുമ്പിൽ ഉയർന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു സത്യം എന്താണ് എന്ന് തിരിച്ചറിയുക എന്നുള്ള പോലെ തന്നെ എന്താണ് ഒറിജിനൽ. അപ്പം നിങ്ങൾക്കറിയാം, ഒരു യൂണിവേഴ്സിറ്റിയുടെ സിലബസിൽ AI ക്രിയേറ്റഡായ ഒരു കവിത ഉൾപ്പെട്ടു പോയൊരു കാര്യം. അപ്പം നമുക്കിപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട MT പോലെ ഒരു കഥ എഴുതാൻ AIയോട് പറഞ്ഞാൽ AIക്ക് സാധിക്കും. അപ്പോൾ പക്ഷേ MTയുടെ ഒറിജിനലായ രചനയാവില്ല. പക്ഷേ MTയുടെ പോലെ അദ്ദേഹത്തിൻ്റെ വാഗ് സംയുക്തങ്ങളും അദ്ദേഹത്തിൻ്റെ രചനാരീതിയൊക്കെ ഒന്ന് ട്രെയിൻ ചെയ്താൽ വളരെ എളുപ്പത്തിൽ അതുപോലെ ഒരു കഥ നിർമ്മിക്കാൻ പറ്റും. അപ്പം നമ്മുടെ വെല്ലുവിളി ഏതാണ്? യഥാർത്ഥമായി മനുഷ്യനിർമ്മിതമായ സൃഷ്ടി ഏതാണ്, യന്ത്രനിർമ്മിതമായ സൃഷ്ടി ഏതാണ് തിരിച്ചറിയുക എന്നുള്ളത് വലിയ വെല്ലുവിളിയാണ്, സത്യത്തെ തിരിച്ചറിയുന്ന പോലെ തന്നെ. രണ്ടാമത്, ഇത് പൊതുവെ ആളുകളിലൊരു ചിന്താപരമായ ആലസ്യം, വളരെ എന്താ പറയുക, എളുപ്പത്തിൻ്റെ ഒരു കെണി ഉണ്ടാക്കിയിട്ടുണ്ട്. എളുപ്പത്തിൻ്റെ കെണി പ്രത്യേകിച്ച് ഇവിടെയുള്ള ടീച്ചേഴ്സിനും കുട്ടികൾക്കൊക്കെ നല്ലോണം അറിയും. എളുപ്പത്തിൻ്റെ ട്രാപ്പ് എന്ന് പറയും. അതായത് ആൾക്കാർക്ക് ചിന്തിക്കാനുള്ള പണി നമുക്ക് AIനെ ഏൽപ്പിച്ച് സുഖമായിട്ടിരിക്കാം. ആ മെനക്കേടും കൂടി ഇല്ല എന്നർത്ഥം. ചിന്തിക്കേണ്ട മെനക്കേടും കൂടി ഇല്ല. അത് പിന്നെ പുതിയ ആശയങ്ങൾ സൃഷ്ടിക്കുന്നതിലായാലും ഡാറ്റ കമ്പയർ ചെയ്യുന്നതിലായാലും അതിനെ അപഗ്രഥിക്കുന്നതിലായാലും ചിന്തിക്കേണ്ട പണി കൂടി AI ഏൽപ്പിച്ച് ഒരു എളുപ്പത്തിൻ്റെ കെണി ഉണ്ട് കാലത്ത്. എളുപ്പത്തിൻ്റെ ട്രാപ്പ് എന്ന് പറയാം. അതിൽ വല്ലാണ്ട് നമ്മളൊക്കെ പെട്ടുപോയിട്ടുണ്ട്. ഏറ്റവും എളുപ്പം AI സെർച്ചാണ് എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയൊക്കെ എന്താണ് ഒറിജിനലായത്, അല്ലെങ്കിൽ ഒറിജിനലിൻ്റെ വാല്യൂ എന്താണ്, അത് യഥാർത്ഥ മനുഷ്യ സർഗാത്മക സൃഷ്ടിയുടെ മൂല്യം എന്താണ്, അതെങ്ങനെ തിരിച്ചറിയാം, ഏതാണ് ഒറിജിനൽ എന്ന് എങ്ങനെ തിരിച്ചറിയാം? നമ്മുടെ ഈ മനുഷ്യർക്ക് മാത്രം സാധ്യമാവുന്ന മനുഷ്യാനുഭവങ്ങളുടെ സവിശേഷ ആവിഷ്കാരമായിട്ടുള്ള സർഗാത്മക സൃഷ്ടികളൊക്കെ അതിനൊക്കെ മൂല്യം
കുറഞ്ഞു കുറഞ്ഞു പോകുന്നൊരു കാലത്തിലേക്കാണോ നമ്മൾ ഓടിക്കേറുന്നത് എന്നൊക്കെ വലിയ ആശങ്കകൾ ഉയരുന്നുണ്ട്. എന്തായാലും പോസ്റ്റ് ഹ്യൂമൻ ക്രിയേറ്റിവിറ്റി എറയിലേക്ക് പോവാണ്ടിരിക്കട്ടെ എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി ആദ്യമായിട്ട് പ്രഭാഷ് സാറിലേക്ക് വരാം. സാറ് പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റാണ്, ഇവിടെ വിശദീകരിച്ചു. അപ്പോൾ സാറിൻ്റെ ഒരു പ്രഭാഷണം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതിൽ സാറ് പറയുന്നത് മണ്ണെണ്ണയും മംഗൾയാനും അല്ലേ, സാറിൻ്റെ രസകരമായൊരു കോമ്പിനേഷനാണ്. മണ്ണെണ്ണയും മംഗൾയാനുമാണ് ഇന്ത്യ എന്ന യാഥാർത്ഥ്യത്തിന് രണ്ട് വശങ്ങൾ എന്ന് സാറ് വളരെ ഒരു സ്ലോഗൻ മാതിരി സാറ് സംസാരിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് ഒരിക്കൽ. അപ്പോൾ ഈ മണ്ണെണ്ണയും മംഗൾയാൻ, അതായത് ഒരു കൂട്ടർക്ക് ജീവിതത്തിലെ അരിയും മണ്ണെണ്ണയും അല്ലെ ഗോതമ്പൊക്കെയാണ് ഏറ്റവും വലിയ പ്രശ്നമെങ്കിൽ മറുവശത്ത് മംഗൾയാനാണ് ഇപ്പുറത്തെ റിയാലിറ്റി. ഈ രണ്ടിനിടയ്ക്കുള്ള ഒരുപാട് വൈവിധ്യങ്ങളുടെയും വൈരുദ്ധ്യങ്ങളുടെയും ഒരു ഇടമാണ് ഇന്ത്യ എന്ന് പറയാം. അപ്പോൾ നമ്മൾ 2026 ഇന്ത്യയിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ സാർ എങ്ങനെയാണ് ഈ ഒരു വെല്ലുവിളിയെ സമീപിക്കുന്നത്? ലോകത്തിൻ്റെ കഥ മാത്രമല്ല, നമ്മൾ ഇന്ത്യയിലിരുന്ന് 2026 തുടക്കത്തിലിരുന്ന് ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മണ്ണെണ്ണയ്ക്കും മംഗൾയാനും ഇടയ്ക്കുള്ള ഈ വൈരുദ്ധ്യങ്ങളുടെ ഇന്ത്യയിൽ എന്താണ് ഈ AI-യും സർഗാത്മകതയും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ? നമ്മൾ ഈ സംസാരിക്കുന്നതിന് ഇങ്ങനെയുള്ള അപകടം ഉണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. മണ്ണെണ്ണയിൽ നിന്ന് മംഗളയാനിലേക്കുള്ള ദൂരമാണ് ഇന്ത്യയിൽ സാധാരണ മനുഷ്യരിൽ നിന്ന് നമ്മുടെ ഒരു ഭരണ സ്ഥാനീയരോ അല്ലെങ്കിൽ മുകളിലിരിക്കുന്നവരോ തമ്മിലുള്ള ബന്ധമെന്ന് സാന്ദർഭികവശാൽ പറഞ്ഞതാണ് ഇപ്പോൾ സുനിത കോട്ട് ചെയ്തത്. ഈ നിർമ്മിത ബുദ്ധിയുടെ വരവും വളർച്ചയും വലിയ സംവാദങ്ങൾക്കും അതുപോലെ തന്നെ ആശങ്കകൾക്കും വഴിതെളിച്ചിരിക്കുകയാണെന്ന് സുനിത പറഞ്ഞു കഴിഞ്ഞു. ഈ നിർമ്മിത ബുദ്ധി മനുഷ്യ സർഗാത്മകതയുടെ ദുശാസനനാകുമോ അതോ പ്രോമീത്യൂസ് ആകുമോ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു രത്നചുരുക്കം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് നമ്മളെങ്ങനെ ഇതിനെ സമീപിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഈ സാങ്കേതികവിദ്യ നമുക്ക് ഉപകാരപ്രദമാകുമോ അതോ നമ്മൾക്ക് പകരമാകുമോ അല്ലെങ്കിൽ നമ്മളെ തന്നെ ഇല്ലാതാക്കുമോ എന്നുള്ളത് കൈകാര്യം ചെയ്യുന്നത്. നമ്മളതിനെ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് നിർമ്മിത ബുദ്ധിയല്ല നമ്മുടെ സർഗാത്മകതയ്ക്ക് അപകടം വരുത്തുന്നത്, മനുഷ്യബുദ്ധിയാണ്. ആ മനുഷ്യബുദ്ധി ആ നിർമ്മിത ബുദ്ധിയെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇപ്പോൾ എല്ലാ കാലഘട്ടത്തിലും ഈ സാങ്കേതികവിദ്യ വന്നപ്പോൾ, പുത്തൻ സാങ്കേതികവിദ്യ വന്നപ്പോൾ ഇതുപോലുള്ള ആശങ്കകൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഫോട്ടോഗ്രാഫി വന്നപ്പോൾ അന്ന് ആൾക്കാർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രകല ഇന്നു മുതൽ ചിത്രകല ഇല്ലാതായി എന്നാണ് പറഞ്ഞത്. ചിത്രകല അവസാനിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ പിന്നെ കണ്ടത് ചിത്രകലയും ഫോട്ടോഗ്രാഫിയും തമ്മിലുള്ള ആരോഗ്യപരമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്നു. പല പുത്തൻ പരീക്ഷണങ്ങൾക്ക് ഇപ്പം അതിൻ്റെ കളർ അല്ലെങ്കിൽ അതിൻ്റെ ലൈറ്റ് അങ്ങനെയൊക്കെയുള്ള ഇത് ഉപയോഗിച്ചുകൊണ്ട് പുതിയ പരീക്ഷണങ്ങൾ ചിത്രകലയിൽ നടക്കുന്നു. ഈ ടോണലിസം, സിംബോളിസം എന്നൊക്കെ തുടങ്ങിയ പല പ്രസ്ഥാനങ്ങൾക്കും അത് വഴിതെളിക്കുകയും പിന്നെ അവസാനം നാം കാണുന്നത് ഈ ഫോട്ടോഗ്രാഫി തന്നെ ഒരു പുതിയ കലാരൂപമായിട്ട് മാറുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഈ DK പട്ടമ്മാൾ, കന്നഡ സംഗീതജ്ഞ, അവർ ഈ മദ്രാസ് മ്യൂസിക് അക്കാദമിയിൽ 1970 നടത്തിയ ഒരു പ്രസംഗത്തിൽ അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അവർ പറഞ്ഞത് ഗ്രാമഫോണിനെ കുറിച്ചാണ്. പട്ടമ്മാൾ പറഞ്ഞത് ഗ്രാമഫോൺ ഉണ്ടായതുകൊണ്ടാണ് ഈ സംഗീതത്തിൻ്റെ പാരമ്പര്യമില്ലാത്ത ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ഞാൻ പിൽക്കാലത്ത് ഒരു സംഗീതജ്ഞയായി മാറിയത് എന്നുള്ളതാണ്. അപ്പോൾ അവർ ഈ ഗ്രാമഫോണിൻ്റെ സഹായത്തോടെ ഈ സംഗീതം കേൾക്കുന്നു. കാരണം അന്ന് സ്ത്രീകൾക്ക് പുറത്തു പോയി ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയി സംഗീതം അഭ്യസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മിക്കവാറും അസാധ്യമായ കാര്യമാണ്. അപ്പോൾ അവർ ഈ ഗ്രാമഫോണിൽ നിന്ന് സംഗീതം കേൾക്കുന്നു, അത് പ്രാക്ടീസ് ചെയ്യുന്നു, അത് കേട്ട് പരിശീലിക്കുന്നു. അതിനുശേഷമാണ് അവരൊരു ഗുരുവിൻ്റെ അടുത്തേക്ക് പോകുന്നത്. അപ്പോൾ എന്നിട്ട് അവർ പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഐ കുഡ് സിങ് വിത്തൗട്ട് ബീങ് സീൻ എന്നുള്ളതാണ്. എന്നെ കാണാതെ എൻ്റെ ദൃശ്യതയില്ലാതെ എനിക്ക് സംഗീതം പഠിക്കാനും അത് അഭ്യസിക്കുവാനും കഴിഞ്ഞ് വിത്തൗട്ട് ബീങ് സീൻ എന്ന് പറഞ്ഞു. അപ്പോൾ സാങ്കേതികവിദ്യ എല്ലാ കാലഘട്ടത്തിലുണ്ട്. നമുക്കതിനെ ഒരു ചെപ്പിലടച്ച് വെക്കാനൊന്നും പറ്റത്തില്ല. ഈ ഭൂകമ്പം ഉണ്ടാകുമ്പോൾ തുടർചലനം ഉണ്ടാകുന്നത് പോലെ അതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾക്ക് അതിനെ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതിനനുസരിച്ചായിരിക്കും
ഇരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതിനകത്ത് ഞാൻ കാണുന്ന ഒരു അപകടം പറഞ്ഞ് ഞാൻ ഇതങ്ങ് അവസാനിപ്പിച്ചേക്കാം. ഈ സാങ്കേതികവിദ്യയുടെ ഈ ഭരണകൂടത്തിനും അതുപോലെ തന്നെ മൂലധന ശക്തികൾക്കും അതിനെ മനുഷ്യൻ്റെ സർഗാത്മകതയെ നിയന്ത്രിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു വലിയ സാധ്യത അതിനകത്തുണ്ട്. ഇപ്പോൾ എറിക് ഷ്മിഡ്റ്റ്, ഗൂഗിളിൻ്റെ CEO 2010 പറഞ്ഞത്, നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ഞങ്ങൾക്കറിയാം, നിങ്ങൾ എവിടെയാണെന്നും ഞങ്ങൾക്കറിയാം, ഏതാണ്ട് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്നും പറയാമെന്നാണ് 2010 എറിക് ഷ്മിഡ്റ്റ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ചാറ്റ് ബോട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ സർവരെക്കുറിച്ചും സർവ്വകാര്യങ്ങളും, അയാളുടെ പ്രണയം, അയാളുടെ രോഷം, അയാളുടെ പ്രവൃത്തി, അയാളുടെ സന്മാർഗികത എല്ലാ കാര്യങ്ങളും എനിക്കറിയാം എന്ന് പറയുന്നതിലേക്ക് ചെന്നെത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഭരണകൂടത്തിന് നമ്മളുടെ അതിൻ്റെ പ്രകാരശേഷി ഭയങ്കരമായിട്ട് വർദ്ധിക്കുന്നു. നമ്മൾ ചിന്തിക്കുന്നത് പോലും അതിനെ മനസ്സിലാക്കുവാനും ഒരു പക്ഷേ അതിനകത്ത് ഇടപെടുവാനുമുള്ള സാധ്യതകൾ ഇത് തുറന്നിട്ടിരിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, ഈ സർഗാത്മകതയെ, മനുഷ്യൻ്റെ സർഗാത്മകത ഇത് പകരം വയ്ക്കുകയല്ല, നിർമ്മിത ബുദ്ധിയല്ല അതിനകത്ത് ഭീഷണി ഉണ്ടാക്കുന്നത്, മനുഷ്യൻ്റെ ബുദ്ധിയാണ് ഈ നമ്മുടെ സർഗാത്മകതയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്ന് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ പ്രാഥമികമായി ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ താങ്ക് യു സർ. മനുഷ്യൻ്റെ ബുദ്ധി തന്നെയാണ് യഥാർത്ഥ പ്രശ്നം, നിർമ്മിത ബുദ്ധിയല്ല എന്നാണ് സാറ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അടുത്തത് NE സുധീർ സാറിനോടാണ്. സാർ, ഈ ഡ്രൂ ഹാൻകോക്കിൻ്റെ കമ്പാനിയൻ എന്നൊരു സിനിമയുണ്ട്. അപ്പോൾ സുധീർ സാർ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ സിനിമ പറയുന്നൊരു പ്രശ്നം നമ്മുടെ അടുത്തിരിക്കുന്ന, അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എൻ്റെ മുമ്പിൽ വീഡിയോ ആയിട്ട് വരുന്നത്, ഇപ്പം നിങ്ങളുടെ ഒരു വീഡിയോ കണ്ടാൽ, നിങ്ങൾ രശ്മിക മന്ദാനയുടെയൊക്കെ ഡീപ്പ് ഫേക്കിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. തൊട്ട് മുമ്പിൽ വീഡിയോ ആയിട്ട് കാണുന്നത് യഥാർത്ഥ വീഡിയോ ആണോ എന്ന് നമുക്കറിയാൻ വലിയ പ്രയാസമാണ്. അതിന് നമ്മൾ വീണ്ടും സെർച്ച് ചെയ്യണം. നമുക്ക് ടെക്സ്റ്റ് രൂപത്തിലോ വീഡിയോ രൂപത്തിലോ അല്ലെങ്കിൽ ഏത് രൂപത്തിലൊക്കെ വരുന്ന വോയിസ് ആയിട്ടൊക്കെ വരുന്ന ആളുകൾ യഥാർത്ഥമാണോ എന്നൊക്കെ ഉള്ളത് സംശയമാണ്. പക്ഷേ നമ്മുടെ അടുത്തിരിക്കുന്ന മനുഷ്യൻ, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന രാംമോഹൻ പാലിയത്ത് ശരിക്കുള്ള രാംമോഹൻ പാലിയത്താണോ അതോ റോബോട്ടാണോ എന്നൊക്കെ നമ്മൾ തൊട്ടു നോക്കിയ രാംമോഹൻ തന്നെയാണ് എന്നൊക്കെ സംശയിക്കുന്ന രീതിയിലേക്ക് ആണ് കാലം പോകുന്നത്. മനുഷ്യരുടെ കമ്പാനിയൻസ് ആയിട്ടുള്ള ഹ്യൂമനോയിഡ് റോബോട്ടുകളുണ്ട്. അപ്പോൾ ആളുകൾക്ക് സെക്ഷൽ പാർട്ട്നേഴ്സായിട്ട് റോബോട്ടുകളുണ്ട്. ആളുകൾക്ക് അവരുടെ ഏകാന്തത മാറ്റാൻ. ഈ കാർലോസ് കാസ്റ്റനാഡോ എന്ന് പറഞ്ഞ റൈറ്റർ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ കാണുന്ന എല്ലാവരും റിയൽ അല്ല. കുറച്ച് പേരൊക്കെ റിയൽ ഉണ്ടാവും, കുറേയൊക്കെ മറ്റേ ലോകയുടെ ആൾക്കാരായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആള് റിയലാണോ, അത് മനുഷ്യനാണോ അല്ലെങ്കിൽ റോബോട്ടാണോ എന്നൊക്കെ പരിഭ്രമിക്കേണ്ട ഒരു സ്ഥിതിയിലേക്കാണ്, തിരിച്ചറിയാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്കാണ് ലോകം പോകുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഈ സിനിമ ആരംഭിക്കുന്നത് ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ ഒരാളെ അടിച്ചു കൊല്ലാണ്, അവർ ഉപദ്രവിക്കാൻ ശ്രമിച്ചത്. അത് കഴിഞ്ഞിട്ട് അവരുടെ കമ്പാനിയൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഈ അടിച്ചു കൊന്ന ആൾ റോബോട്ടായിരുന്നു, കമ്പാനിയൻ റോബോട്ടായിരുന്നു, പിന്നെ മനസ്സിലാവാണ്. അപ്പോൾ എങ്ങനെയാണ് സുധീർ സാർ ഈ ഒരു അവസ്ഥയെ, പ്രത്യേകിച്ച് ശ്രീ NE സുധീർ സാഹിത്യത്തിൻ്റെ മേഖലയിലാണ്, സംസ്കാരം, സാഹിത്യം, ഈ മേഖലകളിലാണ് വളരെ സജീവമായി ഇടപെടുന്നത്. അപ്പോൾ ഇത് സിനിമയായാലും സാഹിത്യമായാലും ഒക്കെ തന്നെ എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയെ, നിർമ്മിത ബുദ്ധി ഉണ്ടാക്കുന്ന വെല്ലുവിളികളെ സാർ നോക്കിക്കാണുന്നത്? നമസ്കാരം. ചോദ്യങ്ങളൊക്കെ കൊള്ളാം, പക്ഷേ ഒരു കാര്യം ആദ്യമേ പറയാം, തീർപ്പുകളില്ല. ഈ വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ പറ്റാത്തൊരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് അവ്യക്തമായ ഒരു കാലം ഇത്രയധികം അവ്യക്തതയോടുകൂടി നമ്മുടെ മുന്നിൽ, മനുഷ്യരാശിയുടെ മുന്നിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. പറഞ്ഞതുപോലെ തൊട്ടടുത്തിരിക്കുന്ന ആൾ യഥാർത്ഥ മനുഷ്യനാണോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളാണോ? കമ്പാനിയൻ എന്ന സിനിമയിലെ പോലെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന സിനിമയിലെ ആ കഥാപാത്രം പെട്ടെന്നൊരു ക്രൈം ചെയ്യുമ്പോഴാണ് അത് മനുഷ്യനല്ലായിരുന്നു, അതൊരു AI റോബോട്ടായിരുന്നു എന്ന് ആ സിനിമയിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു വിശ്വാസ്യതയുടെ പ്രശ്നം ലോകത്തിൻ്റെ മുന്നിൽ
വളരെയധികം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അവർ അങ്ങനൊരു വിശ്വാസ്യത ആവശ്യമുണ്ടോ എന്ന് പോലും AI ചോദിച്ചു തുടങ്ങി. എൻ്റെ അടുത്തിരിക്കുന്നത് പ്രഭാഷാണെന്ന് ഞാനെന്തിനാണ് ഇങ്ങനെ ശാഠ്യം പിടിക്കേണ്ടത്, അത് റോബോട്ടായാൽ എന്താ എന്ന് ചോദിക്കുന്ന രീതിയിൽ ഇതിൻ്റെ നിയന്ത്രതാക്കൾ അല്ലെങ്കിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നവർ, അവിടെയാണ് പ്രഭാഷ് പറഞ്ഞൊരു വലിയ പ്രശ്നം ഉദിക്കുന്നത്. മനുഷ്യന് വേണ്ടിയാണ്, ആരാണ് അത് തീരുമാനിക്കുന്നത് എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട് ലോകത്തിന് മുന്നിൽ. മറ്റേത് സാങ്കേതിക വിദ്യ വന്നപ്പോഴും ഉണ്ടായിരുന്ന അത്ര ലാഘവത്തോടെ ഈ പ്രതിസന്ധിയെ മനുഷ്യരാശി കൈകാര്യം ചെയ്യാമോ എന്നൊരാശങ്ക എനിക്കുണ്ട്. മറ്റു പല സാങ്കേതിക വിപ്ലവങ്ങൾ നടക്കുമ്പോഴും മനുഷ്യനതിനെ മാറ്റിയെടുക്കുകയും അവൻ്റെ ആവശ്യത്തിന് വേണ്ടിയായി അല്ലെങ്കിൽ അവൻ്റെ മുന്നോട്ട് പോക്കിന് വേണ്ടിയായി അതിനെ മാറ്റിയെടുക്കുകയും അതിനെ കലാപരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തതിൻ്റെ ഒരു സന്ദർഭമാണ് പ്രഭാഷ് പറഞ്ഞത്. പക്ഷേ ഇന്നതങ്ങനെയാണോ എന്ന ഒരു സംശയം ഇല്ലാതില്ല. ഇപ്പോൾ ഓറൽ ട്രഡീഷനിൽ നിന്ന് എഴുത്തിലേക്ക് വരുമ്പോൾ ഓറൽ ട്രഡീഷൻ്റെ വക്താക്കൾ മുഴുവൻ എഴുത്ത് ഇതാ നമ്മുടെ മനുഷ്യൻ്റെ ഓർമ്മശക്തിയെ ഇല്ലാതാക്കും അല്ലെങ്കിൽ മസ്തിഷ്കത്തിൻ്റെ സിദ്ധിയെ ഇല്ലാതാക്കും എന്ന് പറഞ്ഞതായി കേട്ടിട്ടുണ്ട്. അത് പിന്നീട് എഴുത്തിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്ക് വന്നു, കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റു പലതിലേക്ക് വന്നപ്പോഴും ആ പ്രശ്നം നേരിട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ വന്ന വിപ്ലവാത്മകമായ സാങ്കേതിക മുന്നോട്ടത്തിൻ്റെ ഗണനയിൽ അല്ലെങ്കിൽ ആ ശൃംഖലയിൽപ്പെടുത്തി ലാഘവത്തോടെ AI കാണാവോ എന്ന വലിയൊരു ചോദ്യം മനുഷ്യരാശിയുടെ മുന്നിലുണ്ട്. അങ്ങനെയല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിർമ്മിതി ബുദ്ധിക്കാലത്തെ സർഗാത്മകത എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലത് ആ വിഷയത്തെ അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ പറയുകയാണ്. കാരണം അങ്ങനെ വേണം നമുക്ക് ആ ചർച്ച പോകേണ്ടതെന്ന് ഞാൻ കരുതുന്നു. ഒന്ന്, നിർമ്മിതി ബുദ്ധിക്കാലത്ത് സർഗാത്മകത എങ്ങനെയാണ് സ്വീകരിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഏതു തരം സർഗാത്മകതയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്? നിർമ്മിതി ബുദ്ധിയാൽ സൃഷ്ടിക്കപ്പെടുന്ന സർഗാത്മകതയാണോ, അല്ല നിർമ്മിതി ബുദ്ധിക്കാലത്ത് ജീവിക്കുന്ന മനുഷ്യരാൽ ഉണ്ടാകുന്ന സർഗാത്മകതയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്? ഇത് രണ്ടും പ്രശ്നമായിട്ട് വരും. ഇത് രണ്ടിനെയും നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. ലോകം അതിനെ രണ്ടിനെയും ആ രീതിയിൽ തന്നെ സംശയാത്മകമായ സന്ദേഹത്തോടെ കാണുന്നുമുണ്ട്. ഒന്ന്, നിർമ്മിതി ബുദ്ധിക്കാലത്തെ മനുഷ്യർ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, അവരെങ്ങനെയാണ് ആസ്വദിക്കുന്നത്. മറ്റൊന്ന്, നിർമ്മിതി ബുദ്ധി എങ്ങനെയാണ് മനുഷ്യൻ്റെ ആസ്വാദനത്തിന് വേണ്ട ഉപകരണങ്ങൾ അല്ലെങ്കിൽ കലാപരമായ സൃഷ്ടികൾ നിർമ്മിക്കാൻ നിർമ്മിതി ബുദ്ധി എന്തു ചെയ്യും എന്നുള്ളത്. ഇത് രണ്ടും പ്രതിസന്ധിയാണ്. ഇപ്പോൾ കമ്പാനിയൻ എന്ന സിനിമയിൽ ഒരു പാർട്ട്ണറെ സൃഷ്ടിച്ചിരിക്കുകയാണ് റോബോട്ട്. അതിലൂടെ സാധാരണ പാർട്ട്ണറിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ ആനന്ദവും കിട്ടും എന്നാണ് ആ സിനിമ പറയുന്നത്. പക്ഷെ ഒരു ക്രൈം നടക്കുമ്പോൾ അതില്ലാതാക്കാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ്. ഇതൊരു വലിയ വെല്ലുവിളിയായിട്ട് ലോകത്തിൻ്റെ മുന്നിലുണ്ട്. ഒരുപക്ഷെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് പറയാനൊക്കില്ല. സർഗാത്മകതയെ ആണോ മറ്റെന്തിനെയാണ് അത് പുതുതായി നിർമ്മിക്കാൻ പോകുന്നത്, എത്രയും പെട്ടെന്നാവും അത് സംഭവിക്കുക എന്നതൊന്നും നിശ്ചയമില്ലാത്തൊരു കാര്യത്താണ്. രണ്ട് കാര്യത്തിലാണ് ഏറ്റവും വലിയ ഗവേഷണം AI രംഗത്ത് നടക്കുന്നതാണ് ഞാൻ കേൾക്കുന്നത്. ഒന്ന്, തീർച്ചയായിട്ടും സൈനികമായ മുന്നേറ്റങ്ങൾക്ക് വേണ്ടി യുദ്ധങ്ങളും എങ്ങനെയാണ് രാജ്യങ്ങൾ തമ്മിലുള്ള അധികാരങ്ങൾ തമ്മിലുള്ള പോരാട്ടത്തിന് വേണ്ടി AI ഉപയോഗിക്കുക എന്നാണ്. മറ്റൊന്ന്, മനുഷ്യൻ്റെ ലൈംഗികമായ തൃപ്തിക്ക് വേണ്ടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള മണ്ഡലങ്ങളിൽ ഇടപെടാനുള്ള സാധ്യതകളെ AI മൂലം എങ്ങനെ സൃഷ്ടിക്കാമെന്ന്. ഈ രണ്ട് രംഗത്താണ് അത്രയും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഈ രീതിയിലുള്ള ഗവേഷണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തീർച്ചയായും അതിനിടയിൽ മറ്റെല്ലാ സംഗതികളിലും AI ഇടപെടും. AI കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന ചോദ്യം ചോദിച്ചാൽ മാത്രമേ ഈ പ്രഭാഷ് പറഞ്ഞ ഉത്തരം കിട്ടുകയുള്ളൂ. AI മനുഷ്യനെ അതിജീവിക്കാൻ വേണ്ടിയാണോ, അല്ല മനുഷ്യന് സാധ്യമല്ലാത്ത പ്രക്രിയകളെ സാധാരണമായി ഉപയോഗിക്കാനുള്ള, പ്രശ്നവൽകൃതമല്ലാതെ ഉപയോഗിക്കാനുള്ള ഉപകരണം എന്ന രീതിയിലാണോ AI വരുന്നത് എന്നാണ്. അല്ല മനുഷ്യബുദ്ധിയെ അതിജീവിക്കുവാൻ, മനുഷ്യനേക്കാൾ വലിയ എന്തോ ഒന്ന് സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ്. അപ്പോൾ ആരാണ് ഇതിൻ്റെ ഉദ്ദേശങ്ങൾ നിർമ്മിക്കുക എന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നിർഭാഗ്യവശാൽ ഒരുപക്ഷെ പ്രഭാഷ് തന്നെയാണ് അതിന് കൂടുതൽ ഉത്തരം പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. ലോകരാഷ്ട്രീയമാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വത്തോടുകൂടി പെരുമാറേണ്ടതാണ്. ഇന്ന് ലോകത്തിൻ്റെ രാഷ്ട്രീയം നിർമ്മിക്കുന്നതിൽ AI ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട വലിയ ഡാറ്റ കമ്പനികൾ ഇടപെടുന്നുണ്ട്. അവരാണ് ലോക രാഷ്ട്രീയം എങ്ങനെ പോകണമെന്ന് പോലും നിശ്ചയിക്കുന്നത്. ജനാധിപത്യത്തിൻ്റെ ഭാവി ഒരുപക്ഷെ ഈ പറയുന്ന വലിയ മെഗാ കമ്പനികൾ, ഡാറ്റ കമ്പനികൾ
ന്യൂറൽ നെറ്റ്വർക്കിലൂടെ ലോകത്തെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാം എന്ന് പറയുന്ന മനുഷ്യ മനസ്സിൻ്റെ, നമ്മുടെയൊക്കെ മനസ്സിൻ്റെ വികാര വിചാരങ്ങളെ നിയന്ത്രിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എൻ്റെയും നിങ്ങളുടെയും കയ്യിലുള്ള ഫോണുകൾ അത് നമ്മുടെ ബിഹേവിയറൽ മോഡിഫിക്കേഷൻ വരുന്ന യന്ത്രങ്ങളായി അവർ മാറ്റുകയും അതുവഴി നമ്മൾ എന്ത് ചിന്തിക്കണം, നമ്മൾ എന്ത് പ്രവർത്തിക്കണം എന്ന് തീരുമാനിക്കാനുള്ള ഒരു ധൈര്യം അല്ലെങ്കിൽ അതിനുള്ള കഴിവ് ആ കമ്പനികൾ നേടിയിട്ടുണ്ട്. ആ കമ്പനികളാലാണ് ലോക രാഷ്ട്രീയം നിയന്ത്രിക്കപ്പെടുന്നത്. ആ രാഷ്ട്രീയം അങ്ങനെ നിയന്ത്രിക്കപ്പെടുമ്പോൾ ഈ വരുന്ന വിപ്ലവം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ സാങ്കേതികവിദ്യയിൽ വരുന്ന വിപ്ലവം ആർക്കു വേണ്ടി എന്ന ചോദ്യം ആരുന്നയിക്കും, അതാര് നിയന്ത്രിക്കും എന്ന വലിയ ആശങ്ക ലോകത്തിന് മുന്നിലുണ്ട്. ഒരു പക്ഷേ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഈ ചോദ്യമായിരിക്കും: ആരാലാവും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മുന്നോട്ട് പോക്ക് നിയന്ത്രിക്കപ്പെടുക, ആർക്കു വേണ്ടിയാവും ഇത് ഉപയോഗിക്കപ്പെടുക? ഈ ചോദ്യങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ മറ്റു ചോദ്യങ്ങളിലേക്ക് പോവുക വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. സർഗാത്മകതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഇതെങ്ങനെ എന്നുള്ളത് പല രീതിയിൽ നോക്കിക്കാണേണ്ടത്. എനിക്ക് തോന്നുന്നു അത് നമുക്ക് അടുത്ത റൗണ്ടിൽ പറഞ്ഞു പോകാൻ തോന്നുന്നു. AI-യുടെ അതിൻ്റെ നിയന്ത്രണം ആരായിരിക്കും എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. നോം ചോംസ്കിയുടെ മാനുഫാക്ചറിങ് ഓഫ് ദ കൺസെൻറ്റ് എന്ന് പറയുന്ന പുസ്തകം വന്നിട്ട് കുറച്ച് കാലമായി. പക്ഷേ കൺസെൻറ്റിൽ അപ്പുറത്തേക്ക് ഇപ്പം കൺസെൻ്റ് ഒന്നുമല്ല, നമ്മുടെ ബോധം ആരാണ് നിർമ്മിക്കുന്നത് എന്നുള്ളതാണ്. കൺസെൻ്റ് മാത്രമല്ല, നമ്മുടെ എല്ലാ ചിന്തകളും നമ്മുടെ ജീവിതവും എല്ലാം നിർണ്ണയിക്കുന്ന ആരാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പക്ഷേ അതിൻ്റെ ഉത്തരം ഈ വലിയ ഡാറ്റ കമ്പനികളായിരിക്കാം എന്നുള്ള രീതിയിലേക്ക് മാറുകയാണ്. റാം മോഹൻ പാലിയത്തിന് ഇവിടെ തന്നെ പലവട്ടം വന്നിട്ടുണ്ടാവും, പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹം നവമാധ്യമ കാലത്തെ സ്പന്ദനങ്ങൾ നിരന്തരം നമുക്ക് മുമ്പിൽ പ്രഭാഷണങ്ങളായും യൂട്യൂബായും കോളമായിട്ടൊക്കെ അവതരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. സസ്യ ബുക്ക്, മാംസ ബുക്ക്, ഫേസ്ബുക്ക്, ബുക്കല്ല കേട്ടോ, ബുക്ക് എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിന് തുടർച്ചയായിട്ട് AI ബുക്ക് എന്നൊന്ന് അദ്ദേഹം എഴുതുമോയെന്ന് എനിക്കൊരു സംശയം. വന്നിട്ടില്ല, ചിലപ്പോൾ എഴുതുമായിരിക്കും. എന്തായാലും AI ഭക്ഷിച്ച് ജീവിക്കുന്ന നമ്മൾ, AI ബുക്ക്. പിന്നെ ഇപ്പോൾ നിരന്തരമായിട്ട് ഉന്നയിക്കപ്പെടുന്ന ഒരാശങ്ക, അപ്പോൾ എനിക്ക് തോന്നുന്നു യുവാൽ നോഹ ഹരാരി അല്ലേ സാർ വായിച്ചിട്ടുണ്ടാവില്ലേ, എഴുത്ത് നിർത്താൻ തീരുമാനിച്ചത് AI കൊണ്ടാണെന്നാണ്. അതിൻ്റെ കാലത്ത് ഇനി ഒരു പുസ്തകം ആവശ്യമില്ല എന്നുകൊണ്ട് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട പുസ്തകങ്ങളിലൊന്നാണ് ഹരാരിയുടെ പുസ്തകങ്ങൾ. അദ്ദേഹം എഴുത്ത് നിർത്താൻ തീരുമാനിച്ചത് AI-യുടെ കാലത്തിന് ഇത്തരം പുസ്തകങ്ങൾക്ക് പ്രസക്തിയില്ല എന്ന മട്ടിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഇങ്ങനെ ആളുകൾ ഈ പറയുന്ന അപഗ്രഥനാത്മകമായ കൃതികളായാലും പിന്നെ സർഗാത്മക സാഹിത്യ രചനകളായാലും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള നിലപാടുകൾ ഇനി നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ വിഷയത്തെ ഒരു സോഷ്യൽ മീഡിയ അനലിസ്റ്റ് എന്ന രീതിയിൽ റാം മോഹൻ നോക്കിക്കാണുന്നത്? രണ്ട്, ഈ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൻ്റെ നീലസാരി അഴിഞ്ഞു തീരുന്നതേ ഇല്ല എന്നൊക്കെ ഉള്ള പോലത്തെ ഒരുപാട് കോയിനേജസ് റാം മോഹൻ്റെ വകയായിട്ടുണ്ട്. AI-യെ സംബന്ധിച്ച് അങ്ങനെ ഒരു കോയിനേജ് ഉണ്ടാക്കുകയാണ്, എന്തായിരിക്കും? AI കഥ എഴുതുകയാണെന്നാണ് ഉണ്ടാക്കിയേക്കണത്. AI കഥ എഴുതുകയാണ്. പിന്നെ ഈ നമ്മുടെ ബ്രിട്ടനിലൊരു പ്രധാനപ്പെട്ട ഒരു ഗായകൻ്റെ ഒച്ചയിൽ, പേര് മറന്നുപോയി, പെൺകുട്ടികൾക്കൊക്കെ അറിയാൻ പറ്റുന്നുണ്ടാവും. ബ്രിട്ടനിലൊരു ഭയങ്കര ഗായകൻ്റെ ഒച്ചയിൽ നമ്മുടെ അനുരാഗിണി ഇതായൻ AI വിരിഞ്ഞ പൂക്കൾ എന്നാണ് ഞാനപ്പോൾ അത് എഴുതിയത്. അങ്ങേരുടെ ഒച്ചയിൽ ഈ പാട്ട്, നമ്മുടെ അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ എന്നുള്ള പാട്ട് AI കൂടെ ഇട്ടിട്ട് ഈ ബ്രിട്ടീഷ് ഗായകൻ അയാളുടെ ബ്രിട്ടീഷ് ആക്സെൻറ്റിൽ ഈ പാട്ട് പാടുന്നുണ്ട്. അപ്പോൾ അനുരാഗിണി ഇതായൻ AI വിരിഞ്ഞ പൂക്കൾ എന്നാണ് ഞാൻ അതിന് ടൈറ്റിൽ ഇട്ടത്. അത് അങ്ങനെയൊക്കെ പറയാം, ഉണ്ടാക്കേണ്ടി വരും. അതിനു മുമ്പ് തുഞ്ചനെ പറ്റി രണ്ട് വാക്ക് പറഞ്ഞോട്ടെ, പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ വിഷയമോ അല്ലെങ്കിലും പേഴ്സണലി ഒരു മിനിറ്റ്, ഇതിൻ്റെ ഉത്സവമായതുകൊണ്ട് എനിക്ക് വേണം പ്രധാനപ്പെട്ട നമ്മളെക്കാൾ വലിയ ആളുകൾ വന്ന് അതൊക്കെ അനുസ്മരണം അല്ലെങ്കിൽ എന്തൊക്കെ നടത്തിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്കിലും പേഴ്സണലി നമ്മുടെ മോഡേൺ ഭാഷയിൽ പറഞ്ഞാൽ, അല്ല ഈ ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള ഇംഗ്ലീഷിൽ പറഞ്ഞാൽ
എൻ്റെ ഏറ്റവും ഫേവറേറ്റ് റൈറ്ററാണ്. മലയാളത്തിലാകുമ്പോൾ എഴുത്തുകാരി, ഇപ്പോൾ എഴുത്താൾ എന്നുള്ള ജനറൽ ന്യൂട്രൽ വാക്ക് പോകുന്നുണ്ട് ഭാഗ്യം. അപ്പം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്താളാണ്, എന്നെക്കാളും ചെറുപ്പക്കാരനായിട്ടുള്ള എഴുത്താളായിട്ട് ഞാൻ വിചാരിക്കുന്ന ആളാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ. കഴിഞ്ഞ ചിറ്റൂരിൽ തുഞ്ചത്ത് എഴുത്തച്ഛൻ കുറേ കാലം പോയി ഇവിടുന്ന് പോയിട്ട് ജീവിച്ച ചിറ്റൂർ മഠത്തിൽ പോയിട്ട് തുഞ്ചൻ സ്മാരക പ്രഭാഷണം നടത്താനുള്ള ഭാഗ്യമുണ്ടായി. തുഞ്ചത്ത് എഴുത്തച്ഛനെ മലയാളത്തിലെ ആദ്യത്തെ നോവലിസ്റ്റ് എന്നാണ് ആ ടൈറ്റിലാണ് അവിടെ പ്രസംഗിച്ചത്. ഇന്നെനിക്ക് തോന്നുന്നത് ഇന്നാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം നോവൽ എഴുതിയതെന്നാണ് ഞാൻ ടി.ഡി. രാമകൃഷ്ണനോട് ഇവിടെ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞത്. കാരണം അന്ന് അച്ചടി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് പദ്യത്തിൽ എഴുതേണ്ടി വരുന്നത്. കാരണം ഇത് കാണാതെ പഠിക്കാനൊക്കെ ചൊല്ലാനൊക്കെ എളുപ്പത്തിൽ. അപ്പോൾ നമ്മുടെ ഈ ആർഷഭാരത സംസ്കാരക്കാരാണെങ്കിൽ എല്ലാം കണ്ടുപിടിച്ചെങ്കിൽ അച്ചടി മാത്രം കണ്ടുപിടിച്ചതായിട്ട് അവരാരും പറയുന്നില്ല. മറ്റേ ഹെലികോപ്റ്റർ, വിമാനം, ബോംബ്, ടെസ്റ്റ് ട്യൂബ് ശിശു, വിമാനം, പാലം എല്ലാം ഉണ്ട്. പക്ഷെ അച്ചടി മാത്രം കണ്ടുപിടിച്ചായിട്ടൊരു പറഞ്ഞില്ല. സരസ്വതിയുടെ കയ്യിൽ പുസ്തകമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ അച്ചടിയെ പറ്റി പറയുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ അവർ പറയണോ, ഇനിയിപ്പോൾ അത് വിവരം, അറിവ് ബ്രാഹ്മണ്യത്തിൻ്റെ അടുത്ത് ഇങ്ങനെ കുത്തകയായിട്ട് വെക്കാൻ വേണ്ടിയിട്ടായിരിക്കും അച്ചടി കണ്ടുപിടിക്കാൻ. ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു, പക്ഷേ ഞങ്ങൾ കണ്ടുപിടിച്ചില്ല, മനഃപൂർവ്വം കണ്ടുപിടിക്കാൻ ഞാനൊക്കെ ചിലപ്പോൾ വിശദീകരിച്ചു എന്ന് വരും. അതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. എന്താ പോസ്റ്റ് അച്ചടി. അപ്പോൾ ഞാൻ ഈ നമ്മുടെ സമൂഹ മാധ്യമങ്ങളെ പറ്റി പറയണത് എന്താ പറയുക, ഗുട്ടൻബർഗ് വന്നിട്ടാണ് മാറ്റം. അപ്പോൾ ഞാൻ തുഞ്ചത്ത് എഴുത്തച്ഛൻ ഭാഷാപിതാവെന്ന് വരുമ്പോൾ എവിടെ പോയി പ്രസംഗിക്കുമ്പോഴും അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഭാഷയുടെ വളർത്തച്ഛനെ ബെഞ്ചമിൻ ബെയ്ലിയാണെന്നും കൂടി പറയാറുണ്ട്. അതൊരു സിംബോളിക്കായിട്ട് പറഞ്ഞു മാത്രം. നമ്മുടെ തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ അതേ സ്ഥാനം നമ്മൾ മലയാളികൾ ബെഞ്ചമിൻ ബെയ്ലിക്കും കൊടുക്കണമെന്ന്. കാരണം കേരളത്തിലെ അച്ചടി കൊണ്ടുവന്ന ആദ്യത്തെ ആളെന്ന നിലയ്ക്ക്. അപ്പോൾ ചാവറാച്ചന് അതിൻ്റെ ടെക്നോളജി കൈമാറാതിരുന്നു, ഓർത്തഡോക്സ് ക്രിസ്ത്യാനിയും കത്തോലിക്കനായതുകൊണ്ട് അതിൻ്റെയൊക്കെ വേറെ കോൺട്രവേഴ്സീസ് വേറെ ഉണ്ട്. അപ്പോൾ അച്ചടി കൂടെയാണ് ശരിക്കും. അപ്പോൾ ഗുട്ടൻബർഗ് മുതൽ സക്കർബർഗ് വരെ എന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിനെ പറയാം. ഈ ഗുട്ടൻബർഗ് അച്ചടി കൊണ്ട് വിജ്ഞാനം വ്യാപരിപ്പിച്ചു. സക്കർബർഗ് ആകുമ്പോൾ നമുക്കും കൂടി വാളെടുത്ത WILL എടുത്ത എല്ലാവന്മാർക്കും വെളിച്ചപ്പാടാക്കാവുന്ന ഒരു സംഭവം കൂടി ഈ സക്കർബർഗ് കൊണ്ടുവന്നു. അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടായില്ല. ദിവസവും എഴുത്തച്ഛനെ വായിക്കുന്ന ഒരാളാണ് ഞാൻ മിക്കവാറും, പ്രത്യേകിച്ച് രാമായണം, കളിപ്പാട്ട്. അപ്പോൾ അതൊരു വളരെ ഞാനൊരു ടെമ്പിൾ ഗോയിങ് ക്രിസ്ത്യൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ചർച്ച് ഗോയിങ് ക്രിസ്ത്യൻ എന്ന് പറയുന്ന പോലെ ഒരു ടെമ്പിൾ ഗോയിങ് ഹിന്ദുവാണ്. പക്ഷേ അങ്ങനത്തെ ഒരു ഭക്തി പാരവശ്യത്തോടൊന്നുമല്ല രാമായണം വായിക്കുന്നത് ഡെയിലി. രാമനേക്കാളൊക്കെ ഭക്തി പാരവശ്യം എഴുത്തച്ഛനെ ഓർത്താൽ ഉണ്ട്. രാമനേക്കാളും ഭക്തി എഴുത്തച്ഛനോടുണ്ട്. പക്ഷേ കാലൊക്കെ ഏറ്റി വെച്ച് ഒരു മേശപ്പുറത്ത് ഒരു പ്ലേറ്റിൽ ബീഫൊക്കെ വെച്ച് ഞാൻ രാമായണം വായിച്ചിട്ടുണ്ട്. തട്ടോട്ട നമ്മുടെ സഹോദരിമാർക്കും അങ്ങനെ വായിക്കാവുന്നതാണ്. ഹറാമാണെന്ന് ഞാൻ കരുതുന്നില്ല. വളരെ കൂളായിട്ട് നിങ്ങളുടെ ബീഫൊക്കെ ഫ്രണ്ടിൽ വെച്ച് കാലേറ്റി വെച്ച് ബീഫ് പൊരിച്ചതൊക്കെ ഇങ്ങനെ ചവച്ചരച്ചുകൊണ്ട് തന്നെ രാമായണം വായിക്കണം. ഗംഭീര കവിയാണ്. എനിക്ക് തോന്നുന്നത് മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ റൈറ്റേഴ്സ് ഒരാളാണ്. അതുകൊണ്ട് റൈറ്റർ എന്നുള്ള ജെൻഡർ ന്യൂട്രൽ പ്രയോഗം തന്നെ. ഇത് അധിക പ്രസംഗമെന്ന് അറിയാം, എന്നാലും എഴുത്തച്ഛനെ പറ്റി പറയാതെ അത് തുടങ്ങാൻ പറ്റില്ല. ഈ പോസ്റ്റ് ട്രൂത്ത് എറയെ എനിക്ക് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി എളുപ്പത്തിൽ പറയണത് സത്യാനന്തര കാലം നസീറും മധുവും കൂടി പങ്കിട്ടെടുത്തു എന്നാണ്. കാരണം അതിനുശേഷം നമ്മളിങ്ങനെ നോക്കിക്കഴിയുമ്പോൾ വലിയ സൂപ്പർ സ്റ്റാറുകളൊന്നുമില്ല. നസീർ കഴിഞ്ഞ് മധുവും സത്യനും വന്നു. സത്യാനന്തര കാലം, സത്യം കഴിഞ്ഞിട്ട് നസീറും മധുവും വന്നു. പിന്നെ കുറേ ആൾക്കാർ വന്നു. ഇപ്പോൾ മമ്മൂട്ടി, മോഹൻലാലും ഒക്കെ ഉണ്ടെങ്കിൽ, ജയറാമും സുരേഷ് ഗോപിയും ഉണ്ടെങ്കിൽ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു സത്യാനന്തര കാലത്ത് നമുക്ക് ആരും ഹീറോ അല്ല എന്നുള്ള, സത്യം ഒന്നല്ല എന്നുള്ള പോലത്തെ ഒരു അവസ്ഥയാണ്. പോസ്റ്റ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ നായകന്മാരെ പോലും ഇങ്ങനെ വ്യവച്ഛേദിച്ച് ആരാണ് ഹീറോ എന്ന് പറയുന്ന, എന്താ പറയുക, അന്നത്തെ മറ്റേ ഒരു പൂവമ്പഴം ലുക്കുള്ള നായകന്മാരൊന്നുമല്ല ഇപ്പോൾ ഹീറോസായിട്ടും വലിയ നടന്മാരായിട്ടൊക്കെ വരുന്നത്. ശ്രീനിവാസൻ മുതൽ ഒരുപാട് പേരത് തിരുത്തി. ഇപ്പോൾ അത് ഭയങ്കരമായിട്ട് തിരുത്തി. അങ്ങനെ ഒരു വലിയ കാലഘട്ടം കൂടിയുണ്ട്. എയെ പറ്റി ഡയറക്റ്റ്ലി പറയാൻ വരികയാണെങ്കിൽ 2006 ടൈം മാഗസിൻ, പലയിടത്തും പറയാറിലാണെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്ത് പറയാണ്ട് വയ്യ. കാരണം 2006 ടൈം മാഗസിൻ ലോകം ഉറ്റുനോക്കുന്നൊരു സംഭവമാണ്. ടൈം മാഗസിൻ്റെ പേഴ്സൺ ഓഫ് ദ ഇയർ, അവരെല്ലാ കൊല്ലവും ഒരു പേഴ്സൺ ഓഫ് ദ ഇയറിനെ തിരഞ്ഞെടുക്കും. അപ്പോൾ 2006 ടൈം മാഗസിൻ പേഴ്സൺ ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തത് നിങ്ങളെയാണ്. ഈ സമൂഹ മാധ്യമങ്ങൾ, ഇൻ്റർനെറ്റ്, യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ വന്ന് നമ്മളെല്ലാവരും ഭയങ്കര ശക്തന്മാരായി. അപ്പോൾ 2006 വ്യക്തി, അക്കൊല്ലത്തെ വിശിഷ്ട വ്യക്തി നിങ്ങളാണെന്ന് പറഞ്ഞിട്ട് അവർ ടൈം മാഗസിൻ്റെ കവറിൽ പടം അടിക്കാൻ പറ്റില്ല, നിങ്ങളുടെ പടം അടിക്കാൻ പറ്റില്ല. അപ്പോൾ മാഗസിൻ്റെ കവറിലൊരു കണ്ണാടി സ്റ്റിക്കർ ഒട്ടിച്ചു, ടൈം പേഴ്സൺ ഓഫ് ദ ഇയർ യു. അപ്പോൾ മണമ്പൂർ രായൻ ബാബു സാറ് ഈ ടൈം മാഗസിൻ എടുത്തിട്ട് നോക്കുമ്പോൾ പേഴ്സൺ ഓഫ് ദ ഇയർ യു എന്ന് പറഞ്ഞിട്ട് മണമ്പൂരിനെ തന്നെ കാണാൻ പറ്റും. സുനിത നോക്കുമ്പോൾ സുനിത തന്നെ കാണാൻ പറ്റും. 2006. 2025 കഴിഞ്ഞ ആഴ്ച ടൈം പേഴ്സൺ ഓഫ് ദ ഇയർ എന്ന് പറഞ്ഞാൽ, ഇതിനു മുമ്പ് ടൈം പേഴ്സൺ ഓഫ് ദ ഇയർ ആയിട്ട്
മീ ടു പ്രസ്ഥാനത്തെ ഉരുവെള്ളം തിരഞ്ഞെടുത്തത്. ആളുകളെ മാത്രമല്ല, ചിലപ്പോൾ പ്രസ്ഥാനങ്ങളെയും തിരഞ്ഞെടുക്കും. ഇതിനു മുമ്പ് ഒരു 5-6 വർഷം മുമ്പ് മീ ടു പ്രസ്ഥാനത്തെ പേഴ്സൺ ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തു. ഈ കൊല്ലം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച 2025 പേഴ്സൺ ഓഫ് ദ ഇയറിനെ തിരഞ്ഞെടുത്തത് ആർക്കിടെക്ട്സ് ഓഫ് AI ആണ്. ഒരു 5-6 പേരെയാണ് ഈ കഴിഞ്ഞ വർഷത്തെ പേഴ്സൺ ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തത്. അതായത് അവരെല്ലാം വലിയ മാറ്റം ഉണ്ടാക്കും പോകുന്നു എന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ ഈ 54 തുടങ്ങിയ സാഹിത്യോത്സവം എന്നുള്ളൊരു പ്രാധാന്യം കൂടി എടുത്തു പറയേണ്ടതാണ്. അതൊരു ഇപ്പോൾ നമ്മളെല്ലാവരും ആദ്യം ഞങ്ങളാണ് തുടങ്ങിയെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് സാഹിത്യോത്സവങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഈ സാഹിത്യോത്സവങ്ങളാണെങ്കിൽ കഴിഞ്ഞ ദിവസമൊക്കെ കേരളത്തിൽ ഇപ്പോൾ എല്ലായിടത്തും സാഹിത്യോത്സവങ്ങളായി. ഇത് 54 തുടങ്ങിയെന്ന് പറയുമ്പോൾ അതൊരു വിശേഷിച്ച ഒരു അഭിമാനമുണ്ട്. അപ്പോൾ ഈ സാഹിത്യോത്സവങ്ങളുടെ നമ്മൾ പോയി കഴിയുമ്പോൾ ഇപ്പം എനിക്ക് കാണുന്നതെന്ന് വെച്ചാൽ സാഹിത്യോത്സവത്തിന് മുകളിൽ ഒരു സംഭവമുണ്ട്. അത് വന്ദേ ഭാരതാണ്. നമ്മുടെ ഈ സാഹിത്യോത്സവങ്ങളിൽ ആൾക്കാരുടെ പ്രസംഗ സെഷനൊക്കെ അയ്യോ എനിക്കിപ്പോൾ വന്ദേ ഭാരത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് സ്റ്റേജിൽ നിന്ന് ചാടി പോവാണ്. കേരളം മുഴുവൻ കണക്റ്റഡായിട്ട് പെട്ടെന്ന് പോകുന്ന സാഹിത്യോത്സവത്തിന് എല്ലാവരും വന്ദേ ഭാരത് ടിക്കറ്റാണ് കൊടുക്കുന്നത് മിക്കവാറും, കോഴിക്കോട് മുതൽ കണ്ണൂർ വരെ. അപ്പോൾ ഈ നമ്മുടെ വന്ദേ ഭാരത് പോലത്തെ ഒരു സാധനമാണ് AI എന്ന് പറഞ്ഞാൽ. നമ്മൾ ഇത് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും AI ഡയറക്റ്റ് ഉപയോഗിക്കുന്നെങ്കിലും നിങ്ങളെല്ലാവരും വന്ദേ ഭാരതിൽ കയറിയിട്ടില്ലെങ്കിലും ഒരു വന്ദേ ഭാരതിൻ്റെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എനിക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഇവിടുന്നൊക്കെ ആൾക്കാർ ചാടി ഇറങ്ങി വന്ദേ ഭാരത് ഉണ്ട്, ഈ പ്രസംഗം മുഴുവൻ തീർക്കാൻ പറ്റില്ല. അതുപോലെ ഈ AIയുടെ ഒരു ഓംനി പ്രസൻസ് ഭയങ്കരമായിട്ടുണ്ട്. അപ്പം നിങ്ങളത് വന്ദേ ഭാരതിൽ കയറിയില്ലെങ്കിലും നിങ്ങൾ ഡയറക്റ്റ്ലി AI ഉപയോഗിച്ചില്ലെങ്കിലും അത് ഭയങ്കരമായിട്ട് ഇപ്പോൾ തന്നെ ഏറ്റവും വലിയൊരു ഡീപ് സേക്കിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നിർമ്മല സീതാരാമനൊക്കെ പ്രസംഗിച്ച് ഒരു വലിയ ഒരു വ്യാജ വീഡിയോ വന്നിട്ട് കണ്ടമാനം ലക്ഷക്കണക്കിന് രൂപ അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയാണ് കേരളത്തിൽ നിന്ന് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സംഭവമുണ്ട്. അങ്ങനെ ഒരു ഇതിലിപ്പോൾ ഈ നമ്മൾ 2025 പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് ആർക്കിടെക്ട്സ് ഓഫ് AI. അപ്പോൾ നിങ്ങളത് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആരൊക്കെയാണ് ഇത് വരാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു സർഗാത്മകതയിൽ ഡയറക്റ്റ് ഇടപാടെന്ന് വെച്ചാൽ അത് ഗാർഡിയനിൽ തന്നെ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ രസകരമായൊരു ഹെഡ്ലൈൻ കാണാൻ പറ്റും. ഗൂഗിൾ സ്വാലോസ് 11,000 ബുക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഹെഡ്ലൈൻ വായിക്കാൻ പറ്റും, ഒരു ന്യൂസ് വായിക്കാൻ പറ്റും. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്ന സമയത്ത് തന്നെ ഇത് കൊടുക്കണമല്ലേ ഇങ്ങോട്ട് വയ്ക്കലോ കൊടുക്കാണ്ട് ഇതിന് കൃത്യമായിട്ട് പാലൊന്നും തരില്ല, വയ്ക്കലോ എന്തെങ്കിലും പുല്ലൊക്കെ കൊടുക്കണമല്ലോ. അപ്പോൾ ഈ AI പശുവിനെ 11,000 പുസ്തകങ്ങൾ ഗൂഗിൾ തീറ്റി എന്നാണ് പറയുന്നത്, നോവലുകൾ ഗൂഗിളിൻ്റെ ഒരു പ്രൊജക്റ്റിൽ. അപ്പോൾ ഇതിനെതിരെ ഈ 11,000 പുസ്തകം എഴുതിയ ആൾക്കാരിൽ പലരും വലിയ പ്രശ്നമായിട്ട് വന്നു. റൈറ്റേഴ്സ് ഗിൽഡൊക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കി. കാരണം ഈ 11,000 വലിയ ബെസ്റ്റ് സെല്ലർ നോവലുകൾ ഈ AIക്ക് കൊടുത്തു, കീൻ ചെയ്ത സാധനം. ഗൂഗിളും സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയും ചേർന്നിട്ടുള്ള ഒരു പ്രൊജക്റ്റായിരുന്നു. എന്നിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ഇപ്പോൾ MTയുടെ കാര്യമൊക്കെ പറഞ്ഞ പോലെ ഫീഡ് ചെയ്തിട്ട് പുറത്തേക്ക് അതിനെക്കൊണ്ട് ഒരു നോവൽ ഉണ്ടാക്കുക. അപ്പോൾ 2030 ആദ്യത്തെ ബെസ്റ്റ് സെല്ലർ നോവല് ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. എന്താ പറയുക, AI പുസ്തകങ്ങളൊക്കെ എഴുതുന്നുണ്ട്, നമ്മൾ കുട്ടികൾക്ക് തന്നെ വേണമെങ്കിൽ എഴുതുന്നുണ്ട്. നമ്മളെക്കാളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ടോപ്പിക്ക് ഇങ്ങനെ ഒരു ഉയർന്ന പ്ലാറ്റ്ഫോമിലിരുന്ന് സംസാരിക്കാൻ പാടില്ല. കാരണം നമ്മളെക്കാളും ഇതിനെ കൂടുതൽ അറിയുന്ന ആൾക്കാർ പുറകിലിരിക്കുന്ന ഈ കുട്ടികളാണ്. അപ്പോൾ ഈ യേശുക്രിസ്തു മറ്റേ യോഹന്നാൻ പറഞ്ഞ പോലെ എനിക്ക് പിന്നാലെ വരുന്ന ഒരു ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും യോഗ്യതയില്ല എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ടോപ്പിക്ക് ഒരു റേസ്ഡ് പ്ലാറ്റ്ഫോമിലിരുന്ന് ഇതുപോലെ പറയേണ്ടതല്ല. അവരാണെങ്കിൽ ചെരുപ്പിൻ്റെ വാറൊഴിക്കാൻ പറ്റില്ല, എല്ലാവരും ഷൂസാണ് ഇടണം. വാറില്ലാത്ത ലേസ് പോലും ഇല്ലാത്ത തരം മോഡേൺ. ഇപ്പം ഞാനും അത് കാരണം മോഡേൺ ആവാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ 11,000 നോവൽ ഇങ്ങനെ ഫീഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് 2030 ഇത് വരുന്നതാണ് ഇതിൻ്റെ പറയുന്നത്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഒരു ഗാനം ഇപ്പോൾ ചാർട്ടുകളിലൊക്കെ കയറി കഴിഞ്ഞു. അത് ടെലിഷ നിക്കി ജോൺസ് എന്ന് പറയുന്ന. അപ്പോൾ നിങ്ങളിപ്പോൾ പ്രധാനമായിട്ടും എഴുതാൻ ഉപയോഗിക്കുക എന്നുള്ളതാണ്. എഴുതാൻ ഉപയോഗിക്കുന്നതിന് ഉപരിയായിട്ട് വീഡിയോ, ഇപ്പം ആദ്യത്തെ മലയാളത്തിലെ AI സിനിമകൾ കണ്ടവനം വന്നു കഴിഞ്ഞു. എല്ലാം AI, ഷൂട്ടിങ്ങും ലൊക്കേഷനും അഭിനയവും. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് തന്നെ കാനിലൊക്കെ അവാർഡ് മേടിച്ചിട്ടുള്ള ശ്യാം മനോഹർ എന്ന് പറയുന്ന സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ ഒരു 6-7 AI ഫിലിംസ് യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാം. സൂത്ര ഫിലിംസ് നോക്കി കഴിഞ്ഞാൽ കാണാം. അപ്പോൾ ഈ ടെലിഷ നിക്കി ജോൺസ് എന്ന് പറയുന്ന അമേരിക്കക്കാരി പെൺകുട്ടി പാട്ട് എഴുതുകയാണ് ചെയ്യുന്നത്. അതിനും AIയെ വിളിച്ചിട്ടില്ല. പാട്ട് അവരെഴുതി. അവരുടെ ജീവിതം, അവരുടെ അച്ഛനൊരു കുടിയനായിരുന്നു. കുപ്പിയിൽ നിന്ന് വെള്ളം ചേർക്കാണ്ട് നമ്മുടെ മലയാള സിനിമയിലൊക്കെ കാണുന്ന പോലെ നേരെ കമത്തന ഒരു അച്ഛനായിരുന്നു ഈ ടെലിഷ നിക്കി ജോൺസിൻ്റെ അച്ഛൻ. അപ്പോൾ ആ ടെലിഷ നിക്കി ജോൺസ് അവളുടെ ഭയങ്കര ട്രോമാറ്റിക് ആയിട്ടുള്ള കുട്ടിക്കാലത്തെ പറ്റി ഒരു കവിത എഴുതി. അതിപ്പോൾ ഈ AIയോട് ചോദിച്ച് എൻ്റെ അച്ഛൻ കുടിയനായിരുന്നു, AI ഒരു പാട്ട് എഴുതി തരൂ, ഒരു ട്രോമാറ്റിക് പാട്ട് എഴുതി തരുമെന്ന് വെച്ചാൽ ചിലപ്പോൾ AIക്ക് ഇത്രയും പെയിൻഫുള്ളായിട്ട് എഴുതാൻ പറ്റി തോന്നുന്നില്ല. കാരണം AIയുടെ അച്ഛന് കുടിക്കാൻ AI അച്ഛനില്ലല്ലോ, AIക്ക് കുടിക്കാനും പറ്റില്ല. അപ്പോൾ ഈ ടെലിഷ നിക്കി ജോൺസിൻ്റെ ഈ പാട്ട് അവർ സാനിയ മോണെ എന്ന് പറഞ്ഞിട്ടൊരു AI പാട്ടുകാരി ഉണ്ടാക്കി, ഒരു കറുത്ത വർഗ്ഗക്കാരിയായ പാട്ട്. കുട്ടികളൊക്കെ ബാക്കിലിരിക്കുന്ന കുട്ടികളൊക്കെ കേട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. കേട്ടിട്ടില്ലെങ്കിൽ കേൾക്കണം. സാനിയ മോണെ ഇവർ 14 lakh
മന്ത്ലി ലിസണേഴ്സാണ് ഇവർക്ക് സ്പോട്ടിഫൈയിലുള്ളത്. ഈ AI ഗായികയ്ക്ക് പാടുന്നതും മ്യൂസിക് കൊടുത്തേക്കുന്നതും അഭിനയിക്കുന്നതൊക്കെ AI. ഈ എഴുത്ത് മാത്രം മനുഷ്യജന്തു. 66 ഞാൻ ഒരു മാസം മുമ്പ് നോക്കുമ്പോൾ 66 ലക്ഷം സ്ട്രീമിങ് കഴിഞ്ഞു യൂട്യൂബിൽ. അപ്പോൾ അത് ഇതിൻ്റെ ഒരു സർഗാത്മകതയുടെ ഒരു വലിയ സംഭവം. എഴുത്തിനേക്കാൾ ഉപരി പറ്റിത്തരത്തിൻ്റെ തിരൂരിൽ ഇരിക്കുമ്പോൾ നമ്മൾ എഴുത്തിനെ പറ്റിയായിരിക്കും അധികം വരണ്ടാവുക. പക്ഷേ എനിക്ക് തോന്നുന്നു മറ്റുള്ള ഫീൽഡിൽ എഴുത്തിനേക്കാൾ ഉപരിയായിട്ട് മറ്റ് സർഗാത്മകതയുടെ വലിയ സ്കോപ്പ് നോക്കുമ്പോൾ മറ്റുള്ള ഫീൽഡിലായിരിക്കും ഇത് എഫക്റ്റ് ചെയ്യാൻ പാടെന്ന് എനിക്ക് തോന്നുന്നു, എഴുത്തിനേക്കാൾ ഉപരിയായിട്ട്. ഇനി അടുത്ത റൗണ്ടിൽ എന്താണെന്ന് വെച്ചാൽ പറയാം. ഇവിടെയുള്ള 3 പേരിൽ നിന്ന് നയൻതാരയ്ക്കൊരു വ്യത്യാസമുണ്ട്. അവർ AI കണ്ടൻറ് ക്രിയേറ്ററാണ്. അപ്പോൾ അങ്ങോട്ട് പാസ് ചെയ്യണേ. AI കണ്ടൻറ് ക്രിയേറ്ററാണ്. ജേർണലിസ്റ്റും ബാലസാഹിത്യകാരി AI കണ്ടൻറ് ക്രിയേറ്ററാണ് നയൻതാര. അപ്പോൾ ഈ AI കണ്ടൻറ് ക്രിയേറ്റർ എന്ന രീതിയിൽ എന്ന ഒരു സ്ഥാനത്തുനിന്ന് ഈ AIയും സർഗാത്മകതയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നയൻതാര എന്താണ് കാണുന്നത് എന്ന് വിശദീകരിക്കുമോ? നന്ദി മാം. ഞാൻ മാഡം പറഞ്ഞതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പറയുന്നതാണ്. ഇവിടെ ഇരിക്കുന്ന ലേയുടെ രക്തത്തിൽ പങ്കുള്ള ഒരേ ഒരാൾ ഞാനാണ്. കാരണം നേരത്തെ പറഞ്ഞിരുന്നത് ഞാൻ കണ്ടൻറ് ക്രിയേറ്റർ ആയിരുന്നു. എൻ്റെ ജേർണലിസം കഴിഞ്ഞ് കുറച്ച് കാലത്തെ ഇടവേളയിൽ ഞാൻ ഫ്രീലാൻസ് ആയിട്ട് ട്രാൻസ്ലേഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. പ്രധാനമായിട്ടും ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ കൺസെൻറ്റ് ഫോംസ് ആണ്. അതായത് ഈ നമ്മുടെ ഇന്ത്യയിൽ പലതരത്തിലുള്ള മരുന്നുകൾ പരീക്ഷിക്കുമ്പോൾ സിപ്ല പോലുള്ള കമ്പനികൾ അവരുടെ പുതിയ മരുന്നുകൾ പരീക്ഷിക്കുന്ന സമയത്ത് ആ മരുന്ന് പരീക്ഷണം നമ്മൾ അറിഞ്ഞു വേണം. അതായത് രോഗിയിൽ ആ മരുന്ന് പരീക്ഷിക്കുമ്പോൾ അയാളുടെ അറിവോടും സമൂഹത്തോടും കൂടി വേണം എന്ന് ഉള്ള ഇൻഫോംഡ് കൺസെൻറ്റ് ഫോംസ് ഉണ്ട്. അതിൻ്റെ ട്രാൻസ്ലേഷനായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നൊരു ജോലി. നല്ല കാശ് കിട്ടുന്ന ഒരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ എന്നെപ്പോലെ ഒരുപാട് പേര് ആ സമയത്ത് ജോലി ചെയ്തിട്ടുണ്ട്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു 2-3 വർഷം ഒരു 4-5 വർഷം ഈ ജോലി ചെയ്ത് കഴിഞ്ഞ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴേക്ക് ഞങ്ങൾ ചെയ്തിരുന്ന ജോലിയുടെ സ്വഭാവം ചെറുതായിട്ട് മാറി. ഇവർ ഞങ്ങൾക്ക് ഗ്ലോസറി തരാൻ തുടങ്ങി. ഗ്ലോസറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഏരിയയിലുള്ള ഒരുപാട് വാക്കുകളുടെ അർത്ഥം നമ്മൾ മലയാളത്തിൽ ചെയ്തു കൊടുക്കണം. അതിൽ അർത്ഥം മാത്രം പോരാ, നമ്മളീ പറയുന്ന ഓഫ്, അതുപോലെ തന്നെ ഇൻറ്റു തുടങ്ങിയിട്ടുള്ള ഈ കൺജോയിനിങ് വേർഡ്സിൻ്റെയും ഗ്രാമാറ്റിക്കലോട്ടുള്ള അർത്ഥം ചെയ്തു കൊടുക്കണം. അപ്പോൾ തന്നെ നമുക്കൊരു ചെറിയൊരു അപകട സൂചന ഉണ്ടായിരുന്നു. കാരണം ഇത് നമ്മൾ അതിൽ നിന്ന് പദ്ധതിക്ക് ഒഴിവാക്കാനുള്ള ഒരു പരിപാടിയാണല്ലോ എന്ന് ഞങ്ങളൊക്കെ പരസ്പരം പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ജോലി ഈ AIക്ക് തീറ്റ കൊടുക്കലായിരുന്നു എന്ന് വളരെ വൈകിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കിയത്. കാരണം AI എന്ന് പറയുന്ന ഈ സംഗതിയുടെ ഏറ്റവും വലിയ റിസോഴ്സ് എന്ന് പറയുന്നത് ഡേറ്റയാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് കമ്പനിയുടെ കയ്യിലാണോ ഏറ്റവും ഒതൻറ്റിക് ആയിട്ടുള്ള ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഡേറ്റ ഉള്ളത് അവരാണ് AI മേഖലയിലെ പ്രമുഖർ എന്ന് നമുക്കറിയാം. അതിൻ്റെ രാഷ്ട്രീയാർത്ഥങ്ങൾ നമ്മളിവിടെ പറയുകയും ചെയ്തു കഴിഞ്ഞിരുന്നല്ലോ. പിന്നീട് ഞാൻ ഈ പറയുന്ന സംഗതി നടന്നത് 2015 കാലത്തായിരിക്കും. അതിനുശേഷം ഒരു 2022 ഈ AI ഇമേജ് ജനറേഷൻ എന്ന് പറയുന്ന ഒരു സാധ്യതയിലേക്ക് ഞങ്ങൾ കടക്കുന്നത്. അത് DALL-E എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഇപ്പം നിങ്ങൾക്ക് വളരെ പരിചിതമായിട്ടുള്ള സോഫ്റ്റ്വെയറാണ്. ഇപ്പോൾ അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയറാണ്. അതിലാണ് ഈ ഇമേജ് ജനറേഷൻ്റെ ആദ്യത്തെ സാധ്യതകൾ ഇങ്ങനെ പരീക്ഷിക്കുന്നത്. അന്ന് നമുക്കറിയാം, അന്നത് വളരെ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ടൂളായിരുന്നു. അതായത് നമ്മളൊരു ഹ്യൂമൻ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വരുന്ന 6 പേരിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ 2 തലയുള്ള ആൾക്കാർ, അങ്ങനെ വളരെ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ഹ്യൂമൻ ഫിഗേഴ്സ് ആയിരുന്നു ആദ്യം ആ ഒരു കാലത്തൊക്കെ അവർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ പിന്നീട് അത് ഒരുപാട് മാറി. ആ മാറിയതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളീ പറഞ്ഞ പോലെ റിയൽ ഹ്യൂമൻ ഡേറ്റ അത്രത്തോളം അവർ കൺസ്യൂം ചെയ്തിട്ടുണ്ട്. ആ കൺസ്യൂം ചെയ്യുന്നതിന് അറിഞ്ഞോ അറിയാതെ നമ്മളെല്ലാവരും അതിൻ്റെ ഭാഗമായിട്ടുണ്ടെന്നുള്ളതാണ്. അതിൽ ഒരിക്കലും നമുക്ക് മാറി നിൽക്കാൻ കഴിയില്ല. കാരണം ഇപ്പോൾ എൻ്റെ ഫോട്ടോ പബ്ലിക് ഡൊമൈനിൽ വരാൻ സാധ്യത വളരെ കുറവാണ്. നമ്മളൊരു സെലിബ്രിറ്റി അല്ല. മോഹൻലാലിൻ്റെ ഫോട്ടോ പബ്ലിക് ഡൊമൈനിൽ ഇഷ്ടംപോലെ ഉണ്ടാവും. പക്ഷേ അവർക്ക് വേണ്ടത് മോഹൻലാലിനെ പോലത്തെ ഒരാളുടെ ഫോട്ടോ അല്ല. അവർക്ക് വേണ്ടത് കേരളത്തിലുള്ള ഒരാളുടെ പടം ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ AIയോട് ആവശ്യപ്പെടുമ്പോൾ അതിൻ്റെ കൃത്യമായ ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ കേരളത്തിലെ ഡെമോഗ്രാഫിയിലുള്ള, അതായത് കേരളത്തിലെ ജനസംഖ്യയിലുള്ള പല തരത്തിലുള്ള വൈവിധ്യങ്ങളുള്ള പല ഫീച്ചേഴ്സുള്ള, പല മൂക്കും പല കണ്ണും പല തൊലി നിറങ്ങളും ഒക്കെയുള്ള പല ആൾക്കാരുടെ ചിത്രങ്ങളാണ് അവർക്ക് വേണ്ടത്. അങ്ങനെ മാത്രമേ അവർക്ക് കൃത്യമായിട്ടുള്ള ഔട്ട്പുട്ട് നൽകാനാവുള്ളൂ. ഒരു 1.5-2 വർഷം മുമ്പ് വരെ കുറേ ഈ ഇമേജ് ജനറേഷൻ ആപ്സ് ഉണ്ട്. ഞാൻ ഇമേജിൽ പ്രത്യേകം പറയുന്ന വ്യത്യാസം കുറച്ച് കൃത്യമായിട്ട് മനസ്സിലാവും എന്നുള്ളതുകൊണ്ടാണ്. മിഡ്ജേണി, അതുപോലെ DALL-E, നമ്മൾ ജെമിനായി കുറച്ച് കാലമായിട്ട് വന്നിട്ടുള്ളൂ, ChatGPT, അങ്ങനെ കുറേ ഇമേജ് ജനറേഷൻ ആപ്പുകളുണ്ട്. നമ്മളതിൽ ഒരു ഇമേജ് ഇപ്പം ക്രിയേറ്റ് ആൻ ഇന്ത്യൻ മാൻസ് ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആദ്യമൊക്കെ തന്നുകൊണ്ടിരുന്നുണ്ടല്ലോ ഒരു സ്വാമിയുടെ പടമാണ്.
നമ്മൾ പണ്ട് ഈ പറയാറില്ലേ, ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രാജാക്കന്മാരുടെയും ആനകളുടെയൊക്കെ നാടാണെന്ന് പറഞ്ഞ പോലെ പക്കാ സ്റ്റീരിയോടിപ്പിക്കലായിട്ട് ഒരു ഹിന്ദു സ്വാമി താടിയൊക്കെ നീട്ടി പൊട്ടൊക്കെ ഇട്ടിട്ട്, അതുപോലെ ഇന്ത്യൻ വുമൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റിച്ചുട്ടിയൊക്കെ ഇട്ട് ഒരു ഹിന്ദു സ്ത്രീ പൊട്ടൊക്കെ ഇട്ട്, പൊട്ടിനെ കളഞ്ഞിട്ട് കളിയില്ല അവർക്ക്. കാരണം ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറച്ച് സ്റ്റീരിയോ ടൈപ്സ് വെച്ചിട്ടാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് ഗിവ് മി ആൻ ഇമേജ് ഓഫ് ആൻ ആഫ്രിക്കൻ മാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവാരിയബിളി അവർ തരുന്നത് ഒരു ദരിദ്രമായിട്ടുള്ള കുടലിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു ആഫ്രിക്കാരൻ്റെ പടമായിരിക്കും. അങ്ങനെ ഈ സ്റ്റീരിയോ ടൈപ്പ്. അതുപോലെ നിങ്ങളൊരു ഒരു മുസ്ലിമിൻ്റെ പടം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ തരുന്നത് വേണമെങ്കിൽ നമുക്ക് റിലീജിയസ്ലി ട്രിഗറിങ് ആയിട്ടുള്ള പടമായിരിക്കും. അങ്ങനെ എന്തൊക്കെ സ്റ്റീരിയോ ടൈപ്പുകളുണ്ടോ അത്തരത്തിലുള്ള സ്റ്റീരിയോ ടൈപ്സിനെ മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു ഇമേജ് ജനറേഷൻ ടെക്നിക്കായിരുന്നു കുറേ കാലം ഉപയോഗിച്ചിരുന്നത്. പക്ഷേ അതിനുശേഷം അവരുടെ നിലപാട് മാറ്റി. ആ നിലപാട് മാറ്റിയത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടല്ല, മറിച്ച് ഇന്ത്യ പോലുള്ള ഒരു മാർക്കറ്റിൽ ഇത്തരത്തിലുള്ള ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ഇമേജുകൾ കൊണ്ട് അവർക്ക് നിലനിൽക്കാൻ കഴിയില്ല എന്നറിയാവുന്നതുകൊണ്ടാണ്. അപ്പോൾ അവരെന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊക്കെ വളരെ പരിചിതമായിട്ടുള്ളൊരു സംഗതിയായിരിക്കും, ChatGPT ഒരു വർഷം മുമ്പ് ഗിബ്ലി ആർട്ട് എന്ന് പറഞ്ഞൊരു സംഗതി നമ്മളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? നമ്മുടെ പടമൊക്കെ ഇട്ടിട്ട് ഗിബ്ലി സ്റ്റൈലിൽ, ഗിബ്ലി സ്റ്റുഡിയോയിൽ. ഈ ഗിബ്ലി സ്റ്റുഡിയോയുടെ കാര്യത്തിൽ ഒരു തമാശ കൂടിയുണ്ട്. ഹയാവോ മിയാസാക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഗിബ്ലി ആനിമേഷൻ സ്റ്റുഡിയോയുടെ സ്ഥാപകൻ, അദ്ദേഹം കൈകൊണ്ട് വരച്ചിട്ടുള്ള ആനിമേഷൻ ചിത്രങ്ങൾ നിർമ്മിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഈ ട്രെൻഡൊക്കെ തുടങ്ങുന്നതിനും എയുടെ ഇമേജ് ജനറേഷൻ തുടങ്ങുന്നതിനും എത്രയോ വർഷം മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യവിരുദ്ധമാണ്, ഇറ്റ് ഈസ് ആൻറ്റി ലൈഫ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തോ വിരോധാഭാസം എന്ന് പിന്നെ പറയട്ടെ, അദ്ദേഹത്തിൻ്റെ ആ ശൈലി കടമെടുത്ത് നമ്മുടെ ഫോട്ടോകളെ മാറ്റുന്ന രീതിയിലേക്ക് ഒരു ടൂൾ ChatGPT കൊണ്ടുവന്നു. ChatGPTയുടെ ഹെഡായിട്ടുള്ള OpenAI എന്ന് പറയുന്ന കമ്പനി കൊണ്ടുവന്നു. നമുക്കറിയാം, ആ ഒരു ടൂൾ യൂസ് ചെയ്തതോടുകൂടി നമ്മുടെ ഗ്യാലറിയിൽ, ഫോണിൻ്റെ ഗ്യാലറിയിൽ കിടക്കുന്ന എത്രയോ റിയൽ ടൈം പിക്ചേഴ്സ്, നമ്മുടെ പടങ്ങൾ. ഇപ്പം ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്ന സംഗതി അവർക്ക് ആവശ്യമാണ്. കാരണം കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ താമസിക്കുന്ന ആൾക്കാരെയൊക്കെ നമുക്കറിയാമല്ലോ. ഗൂഗിളിൽ ഡേറ്റ കൊടുക്കുന്നതോടുകൂടി നമ്മൾ എവിടെയുണ്ടെന്നും എവിടെ പോയെന്നും, ഞാനിപ്പോൾ തുഞ്ചൻ പറമ്പിൽ സംസാരിക്കുന്നുള്ള കാര്യം എൻ്റെ കയ്യിലിരിക്കുന്ന ഗൂഗിളിന് അറിയാം. ഗൂഗിൾ മാപ്സ് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ എവിടെ പോകുന്നു, എന്ത് പോകുന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു രഹസ്യമില്ലാത്ത അവസ്ഥയിലായിട്ടുണ്ട്. അപ്പം തിരുവനന്തപുരം ജില്ലയിൽ അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ താമസിക്കുന്ന നയനതാര എന്ന് പറയുന്ന ആളുടെ ഗ്യാലറിയിൽ നിന്ന് ഒരു ഇമേജ് OpenAI എന്ന് പറയുന്ന കമ്പനിക്ക് അപ്ലോഡ് ചെയ്ത് കിട്ടുക എളുപ്പമല്ലായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു ഗിബ്ലി ആർട്ട് എന്ന് പറയുന്ന ഒരു ഫാൻസി സംഗതി കൊണ്ടുവന്നിട്ട് അവർ വളരെ വേഗം അത് സ്വായത്തമാക്കി. നമുക്കറിയാം, നമ്മുടെ മുഖം എന്ന് പറയുന്നത് നയനതാരയുടെ മുഖമല്ല, ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ആരുടെ മുഖമല്ല. അവർക്ക് അതൊരു കേരളത്തിലെ കറുപ്പിനോട് അടുത്ത് നിൽക്കുന്ന ഇരുനിറമുള്ള ഒരാളുടെ ഫേഷ്യൽ ഡാറ്റയാണ്. ആ ഫേഷ്യൽ ഡാറ്റ കിട്ടിയതോടുകൂടി അവർക്ക് എന്താ മെച്ചമെന്ന് വെച്ചാൽ, നിങ്ങളിപ്പം എന്താ പറയുക, ഇന്ത്യൻ മാൻ എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ അല്ലെങ്കിൽ നമ്മുടെ ജെമിനയോടോ മിഡ്ജേണിയോടോ ChatGPTയോടോ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് തരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തരുന്ന പഴയ സ്വാമിയല്ല, നമ്മളെപ്പോലെയൊക്കെ തോന്നിക്കുന്ന ഒരു ഡസ്കി സ്കിന്നൊക്കെയുള്ള, കാണാൻ അത്യാവശ്യം ഭംഗിയും മെനയൊക്കെയുള്ള ആൾക്കാരുടെ പടങ്ങളാണ് തരുന്നത്. അതായത് സ്റ്റീരിയോടിപ്പിക്കലായുള്ള വേൾഡിൽ നിന്ന് അവർ കുറേ ദൂരം മുന്നോട്ട് വന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് അവർക്ക് നമ്മളോടുള്ള കൺസേൺ കൊണ്ടല്ല, കാരണം അവർക്ക് നമ്മുടെ മാർക്കറ്റ് വേണമെന്നുള്ളതുകൊണ്ടാണ്. നമ്മളിപ്പോഴും പറയാറില്ല, അതായത് സ്ത്രീകളുടെ വിമോചനത്തിന് ക്യാപിറ്റലിസം സപ്പോർട്ട് ചെയ്യുന്നത് ഫെമിനിസ്റ്റോടുള്ള താല്പര്യം കൊണ്ടല്ല. സ്ത്രീകളുടെ പർച്ചേസിങ് കപ്പാസിറ്റി കൂടിയാൽ മാത്രമേ മുതലാളിത്തം നിലനിൽക്കാനാവൂ എന്നുള്ളൊരു കാര്യം അതിനകത്ത് വരുന്നുണ്ട്. അപ്പം അതേപോലുള്ളൊരു കൺസേൺ കൊണ്ടാണ് ഈ വളരെ സൂക്ഷ്മമായിട്ട് നമ്മുടെ വ്യക്തിഗതമായ വിവരങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഈ വിപണി വളരെ വളരെ ഗ്രാജുവലി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മളൊന്ന് പറഞ്ഞ പോലെ വെറും ഗ്ലോസറിയും വാക്കുകളും മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഘട്ടത്തിൽ നിന്ന് നമ്മുടെ മുഖങ്ങൾ, നമ്മുടെ ഭാവങ്ങൾ, നമ്മുടെ ശബ്ദം തുടങ്ങിയിട്ടുള്ള വളരെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡാറ്റ ഫോംസിനെ ആ മാർക്കറ്റിൻ്റെ ഭാഗമായിട്ട് ഉൾച്ചേർക്കാൻ കഴിയുന്ന രീതിയിൽ വളരെ സമഗ്രമായിട്ട് AI വിപണി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ക്രിയേറ്റിവിറ്റി സൂചിപ്പിക്കുമ്പോൾ ഒരു ആദ്യഘട്ടത്തിൽ രണ്ടാം ഘട്ടത്തിലാണ് ചർച്ചയെന്ന് മനസ്സിലാക്കുന്നു. എന്നാലും എൻ്റെ ഒരു അഭിപ്രായം AIയിൽ ക്രിയേറ്റിവിറ്റി എന്നൊന്നില്ല എന്ന് തന്നെയാണ്. ദാറ്റ് ഇസ് എൻ ഇല്യൂഷൻ. കാരണം AIക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവില്ല. അതുണ്ടാക്കുന്നത് അതിൻ്റെ ഡാറ്റ മോഡൽസ് എന്നുള്ള ചില റീക്രിയേഷൻസ് മാത്രമാണ്. നമ്മൾ പറയില്ലേ, കട്ടും മോട്ടിച്ചും കൊണ്ടുവന്ന് കൂട്ടിയിരിക്കുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ അല്ലാണ്ട്, വികാരങ്ങളില്ലാത്ത, കാര്യങ്ങൾ മനസ്സിലാക്കാത്ത, അനുഭവങ്ങളില്ലാത്ത, പശ്ചാത്തലങ്ങളില്ലാത്ത, സ്വയം മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ടൂളിന് ക്രിയേറ്റിവിറ്റി എന്നുള്ളത് അപ്രാപ്യമാണ്. AIയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇല്യൂഷനാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നയൻതാര സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, പല ആൾക്കാരും നയൻതാര റെഫർ ചെയ്ത ആളുകളുടെ പേരൊക്കെ കേൾക്കുമ്പോൾ പലരുടെയും മുഖങ്ങൾ ഇങ്ങനെ തിളങ്ങുണ്ടായിരുന്നു. അതാണ് ജനറേഷൻ്റെ കൂടി ഒരു വ്യത്യാസം.
എ ഐക്ക് സർഗാത്മകത ഇല്ല എന്നാണ് എ ഐ കണ്ടൻറ് ക്രിയേറ്റർ പറയുന്നത്. എന്തായാലും നേരത്തെ ശ്രീ എൻ ഇ സുധീർ പറഞ്ഞതുപോലെ ഈ വിഷയത്തിന് 2 തലങ്ങളുണ്ട്. ഒന്ന്, ഈ നിർമ്മിത ബുദ്ധി സർഗാത്മക സൃഷ്ടികൾ നടത്തുന്ന ഒരു തലവും, 2 നിർമ്മിത ബുദ്ധിയുടെ കാലത്തെ മനുഷ്യ സർഗാത്മകതയുടെ അവസ്ഥയും. 2 തരത്തിലുണ്ട്. ഇപ്പോൾ പ്രഭാഷ് സാറിനോടാണ് ചോദ്യം, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഇവല്യൂഷൻ, അതായത് ഈ ഇപ്പോൾ സ്റ്റേറ്റ് ഓഫ് ആർട്ട് ഇൻ ദ ഏജ് ഓഫ് മെക്കാനിക്കൽ റീപ്രൊഡക്ഷൻ തുടങ്ങിയ പഠനങ്ങളൊക്കെ സാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മനുഷ്യ സർഗാത്മകതയും ടെക്നോളജിയും തമ്മിലുള്ള ഇൻട്രാക്ഷൻസും അതിൻ്റെ ഒരു പരിണാമവും എന്ന് സാറിനൊരു വർത്തമാനകാലത്ത് നിന്നുകൊണ്ടൊന്ന് ചുരുക്കത്തിലൊന്ന് പറയാൻ പറ്റുമോ? സുനിതയുടെ ചോദ്യത്തിന് ഉത്തരം പറയണമെങ്കിൽ എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങൾ വേണ്ടി വരും, കുറേ സമയങ്ങൾ വേണ്ടി വരും. എങ്കിലും ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു നൽകിയ ഒരു സൂചന, ഈ സാങ്കേതികവിദ്യ ഇങ്ങനെ മാറുന്നു കണ്ണടച്ച് തുറക്കുന്ന വേഗതയിൽ. ഒരുപക്ഷെ പണ്ട് മാറിയതിനേക്കാൾ വളരെ സ്പീഡിലാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു പുസ്തകത്തിൻ്റെ ടൈറ്റിൽ തന്നെ സ്പീഡ് എന്നുള്ളതാണ്. സ്പീഡ് എന്നുള്ളൊരു പുസ്തകം ഞാൻ വാങ്ങിയെങ്കിലും വായിച്ചില്ല. അപ്പോൾ സ്പീഡ് എന്നുള്ളതാണ് അതിൻ്റെ ടൈറ്റിൽ തന്നെ. ഞാൻ ഓർക്കുന്നത് എനിക്ക് തോന്നുന്നു പ്രീസ്ലി ഇടാൻ തോന്നുന്നു, JB പ്രീസ്ലി പണ്ട് സ്പീഡിനെ കുറിച്ചൊരു എസ്സേ എഴുതിയപ്പോൾ അത് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് പഠിക്കാനുള്ള ഇതായിരുന്നു സ്പീഡ് എന്ന് പറഞ്ഞാൽ അന്നത്തെ. അപ്പോൾ പ്രീസ്ലി ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും അതിന് മുമ്പ് എഴുതിയ സ്പീഡും ഇപ്പോൾ ഈ വർഷം കഴിഞ്ഞ വർഷം പുറത്തു വന്ന സ്പീഡും തമ്മിൽ ഭയങ്കര സ്പീഡാണ്. ഈ കൊടിയേറ്റം ഗോപി ചോദിക്കുന്നവർക്ക് ഈ സ്പീഡിന് എന്തൊരു സ്പീഡെന്ന് പറഞ്ഞാൽ അതെ എന്ന് പറയുന്നവർക്കൊരു വല്ലാത്തൊരു സ്പീഡിലാണ് ഇതിൻ്റെ മാറ്റം വരുന്നത്. അപ്പം പക്ഷേ ഞാനിത് ശ്രദ്ധിക്കുന്ന ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞൻ എന്നുള്ള രീതിയിൽ, ഞാനിത് വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ ഞാനിത് ശ്രദ്ധിക്കുന്ന സംഗതി പറഞ്ഞാൽ ഈ സാങ്കേതിക വിദ്യ മാറുമ്പോഴും മനുഷ്യൻ്റെ സർഗാത്മകതയ്ക്ക് അതനുസരിച്ചുള്ള ഒരുപാട് മാറ്റങ്ങൾ, ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഒരുപക്ഷെ നമ്മൾ നയൻതാര പറഞ്ഞതിൻ്റെ വേറൊരു വശം, അവസാനം കൺക്ലൂഡ് ചെയ്തതിൻ്റെ വേറൊരു വശം. അപ്പം അത് ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ പുതിയ പുതിയ മേഖലകളിലേക്ക് പോവുകയും പുതിയ സാധ്യതകൾ തേടുകയും, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ടാബ് വന്നു, അല്ലെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന മൊബൈൽ വരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ പ്രൊഡക്ടിവിറ്റിക്ക് ഉണ്ടായിരുന്ന പണ്ട് ഇപ്പോൾ ഞങ്ങളെ പോലുള്ളവരെല്ലാം ലേഖനം എഴുതുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലാസ് എടുക്കുന്നു, കടലാസിൻ്റെ ഒരു മൂലയിൽ നിന്ന് മറ്റൊരു മൂല വരെയൊക്കെ എഴുതി വെട്ടിത്തിരുത്തി അത് ടൈപ്പ് ചെയ്യാൻ കൊണ്ട് കൊടുത്തു വരുമ്പോഴത്തേക്കും ഒരു ലേഖനം പോലും, കഥയുടെ ഞാൻ കാര്യം പറഞ്ഞിരിക്കാതെ ഒരുപാട് സമയം എടുക്കുന്ന ഒരു സംഗതി. ഒരു ലേഖനം എഴുതണമെങ്കിൽ പോലും 1 ആഴ്ച 2 ആഴ്ച എടുക്കുന്ന ഒരു സ്ഥാനത്ത് ഇപ്പം മൈൻഡിൽ നിന്ന് നേരെ മൈൻഡ് ടു മെഷീൻ, മൈൻഡിൽ നിന്ന് നമ്മൾ നേരെ ടാബിലോട്ട് എഴുതുന്ന ആ ഒരു സംഗതി വന്നപ്പോഴത്തേക്ക് ഉണ്ടായിട്ടുള്ള പിന്നെ ഗുണപരമായ മാറ്റങ്ങൾ വലുതാണ്. പക്ഷെ ഇവിടെ ഇതിൻ്റെ ഇന്നത്തെ കാലഘട്ടത്തിൽ സുധീറും രാമോഹനും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ, നയൻതാരയും പറഞ്ഞതുപോലെ തന്നെ, ഇതിൻ്റെ സങ്കീർണത വല്ലാതെ വർദ്ധിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല ഇപ്പോൾ ഇവിടെ സുധീറും ഉന്നയിച്ച ഒരു പ്രശ്നമുണ്ടല്ലോ, ഇത് ആരാണ് ഇതിനെ നിയന്ത്രിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇപ്പം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളത് USA, ചൈന, റഷ്യ, അതുപോലെ 4-5 കമ്പനികളാണ്. കാര്യം അവർക്ക് മാത്രമേ അതിനുള്ള മൂലധനം മുടക്കാൻ പറ്റൂ. ഇപ്പോൾ ആമസോൺ പോലുള്ള കമ്പനികൾ അവർക്ക് മൂലധനം മുടക്കുമെന്ന് മാത്രമല്ല, അവർക്കിവിടെ പറഞ്ഞതുപോലെ ഈ ഫീഡ് ചെയ്യണമെങ്കിൽ അവരുടെ ഡേറ്റ, ഇത്രമാത്രം ഡേറ്റ കൈവശമുള്ള മറ്റ് കമ്പനികളൊന്നും തന്നെയും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ആ 4-5 കമ്പനികൾ തീരുമാനിക്കുന്നു, 3-4 രാജ്യങ്ങൾ തീരുമാനിക്കുന്നു. അപ്പോൾ അവരുടെ രാഷ്ട്രീയ ശരിയാണ് ഈ AI-യുടെ സർഗാത്മകതയിലൂടെ പുറത്തു വരുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു റീകോളനൈസേഷൻ ഓഫ് കൾച്ചർ ഞാൻ അതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ പറഞ്ഞു AI സൃഷ്ടിക്കുന്ന ഇമേജ്, ഏത് തരത്തിലുള്ള ഇമേജിനെയാണ് സൃഷ്ടിക്കുന്നത്. പക്ഷേ അതിലൂടെ വരുന്ന ഒരു സർഗ സൃഷ്ടികൾ എന്ന് പറയുന്നത് പടിഞ്ഞാറിൻ്റെ ശരിതെറ്റുകളെ പ്രൊജക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവിടെ തന്നെ വൈറ്റ് മെയിൽ എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് പോകുന്ന സൃഷ്ടികളായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ ചൈനയിൽ സോഷ്യൽ സെക്യൂരിറ്റി സ്കോർ എന്ന് പറഞ്ഞിട്ട്, ഈ അപകടത്തെക്കുറിച്ച് സുധീർ പറഞ്ഞതുകൊണ്ടാണ് അവിടെ സോഷ്യൽ സെക്യൂരിറ്റി സ്കോർ എന്ന് പറഞ്ഞൊരു സ്കോറുണ്ട്. കാര്യം നമ്മളുടെ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യപ്പെടുന്നു, എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തുന്നു, ഡേറ്റയാകുന്നു. എന്നിട്ട് നിങ്ങളൊരു ട്രാഫിക് നിയമം ലംഘിച്ചാൽ നിങ്ങൾക്ക് 5 പോയിൻ്റ് കുറയുന്നു,
നിങ്ങൾ ഒരു നല്ല കാര്യം ചെയ്താൽ നിങ്ങൾക്ക് 10 പോയിൻ്റ് കൂടുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ തെറ്റുകളുടെയും അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ സോഷ്യൽ സെക്യൂരിറ്റി സ്കോർ തീരുമാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ സ്കോറിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്കൊരു സ്കൂളിൽ അഡ്മിഷൻ, നിങ്ങളെ മകനെയും കൊണ്ട് സ്കൂളിൽ ചെല്ലുമ്പോൾ അവരാദ്യം നോക്കുന്നത് നിങ്ങൾക്ക് പൈസ ഉണ്ടോ എന്നുള്ളതല്ല. കാര്യം അവിടെ നോക്കുന്നത് നിങ്ങളുടെ സോഷ്യൽ സെക്യൂരിറ്റി സ്കോർ എത്ര എന്നുള്ളതാണ്. അപ്പോൾ സോഷ്യൽ സെക്യൂരിറ്റി സ്കോർ കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മകന് ആ സ്കൂളിൽ അഡ്മിഷൻ കിട്ടുന്നത് വളരെ മോശപ്പെട്ട, അതിനെക്കാട്ടിയും കുറഞ്ഞ വേറെ ഏതെങ്കിലും സ്കൂളിൽ പോകേണ്ടി വരും. നിങ്ങൾക്കൊരു റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ സെക്യൂരിറ്റി സ്കോർ നോക്കും. നിങ്ങളൊരു സിനിമ കാണണമെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റി സ്കോർ, അങ്ങനെ പോകുന്ന ഒരവസ്ഥയിലേക്ക് ഇത് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കരമായിട്ടുള്ളൊരു സംഖ്യ. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതിൻ്റെ പ്രകടനശേഷി എന്ന് പറയുന്നത് നമ്മൾക്ക് പണ്ട് കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള ഈ സാങ്കേതിക വിദ്യയുടെ ഇവല്യൂഷൻ്റെ കണക്ക് അല്ല. ഗൂട്ടൻബർഗ് ടു സുക്കർബർഗ് എന്ന് പറയുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഒരു സ്ലോ ആയിട്ടുള്ള പരിണാമമെന്നായിട്ട് തോന്നുമെങ്കിൽ പോലും ഈ സുക്കർബർഗിൽ ഇത് എത്തിയപ്പോഴത്തേക്കുള്ള പരിണാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ്. അതുവരെയുള്ള പരിണാമം വളരെ സ്ലോ ആയിട്ടാണ് വന്നതെങ്കിലും ഇദ്ദേഹത്തിൻ്റെ എത്തിയപ്പോൾ ബലൂൺ വീർക്കുന്നതൊക്കെ ഇതിൻ്റെ മാറ്റങ്ങൾ വരികയും നമ്മൾക്ക് കോംപ്രിഹെൻഡ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അപ്പോൾ നമ്മളുടെ സർഗവാസനയെ അല്ലെങ്കിൽ നമ്മളെന്ന് പറയുന്ന വ്യക്തിയെ ഏത് രീതിയിലുള്ള വ്യക്തി ആകണമെന്ന് തീരുമാനിക്കാനുള്ള കപ്പാസിറ്റി ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ രാംമോഹൻ റിയൽ രാംമോഹനാണോ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് രാംമോഹനാണോ എന്നുള്ള ഒരു MP നാരായണപിള്ളയുടെ ഒരു പഴയ നോവലുണ്ടല്ലോ പരിണാമത്തിൽ, യഥാർത്ഥ നായകൻ വീട്ടിൽ വരുമ്പോൾ വേറൊരു നായകൻ ഡ്യൂപ്ലിക്കേറ്റ് അവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പക്ഷേ വളരെ തമാശയായിട്ടാണ് തോന്നിയത്. ഇന്ന് അത്തരത്തിലുള്ള ഡ്യൂപ്ലിക്കേറ്റുകൾ എന്താ പറയുക നിമിഷം പ്രതി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റേത് MP നാരായണപിള്ളയുടെ ഇത് എത്രയോ കാലം എടുത്തിട്ടാണ് ഒരാൾ വരുന്നതെങ്കിൽ ഇപ്പം നിമിഷം പ്രതി ഡ്യൂപ്ലിക്കേറ്റുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എത്തുമ്പോൾ ഈ AI ഉണ്ടാകുന്ന ഒരു സ്വത്വ പ്രതിസന്ധി ഈ ഞാൻ തന്നെയാണോ എന്ന് ചോദിക്കേണ്ടി വരുന്ന ഒരു രീതിയിലേക്ക് പിന്നെ അയാൾക്ക് തന്നെ ഇപ്പം പരിണാമത്തിലെ നായകന് തന്നെ സംശയം വന്നത് ഞാൻ തന്നെയാണോ ഒറിജിനൽ. അയാളെ ഭാര്യ പറയുന്നു അതാണ് ആ ഡ്യൂപ്ലിക്കേറ്റാണ് ശരിയെന്ന് ഭാര്യ പറയുന്നു, പട്ടി പറയുന്നു, അങ്ങനെയുള്ള എല്ലാം പറഞ്ഞു. അവസാനം പട്ടിയിൽ അയാൾക്ക് പട്ടിയെങ്കിലും രക്ഷിക്കുമെന്ന് പറഞ്ഞപ്പോഴേ നായും പറയുന്നത് മറ്റേ ഡ്യൂപ്ലിക്കേറ്റിൻ്റെ കൂടെയാണ് നായും ഇരിക്കുന്നത് എന്ന് പറയുന്നത് പോലെ ഇപ്പം എല്ലാവരും അങ്ങനെയാകും. ഈ നിങ്ങളാണെന്ന് ഈ ഇവിടെ ഈ ആസാമിലെ പൗരത്വ ഭേദഗതി നിയമവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഒറിജിനലായിട്ടുള്ള ഒരാൾ അവിടെ ചെന്ന് ഒരു പൗരത്വത്തിന് ചെന്നപ്പോഴത്തേക്കും പിന്നെ നിങ്ങളുടെ അച്ഛൻ ഇവിടെ ജനിച്ച ആളാണോ എന്ന് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാൻ പറയും. അത് അച്ഛൻ ജനിച്ചു, അതിൻ്റെ ഇത് കൊണ്ടുവന്നു. അപ്പോൾ നിൻ്റെ അച്ഛൻ ഇവിടെയാണോ ജനിച്ചതെന്ന് പറയും. അപ്പോൾ അങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേക്കും ഏതോ ഒരാൾ വന്നത് ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറി വന്നതാണ്. അപ്പോഴത്തേക്ക് കാര്യങ്ങൾ തീർന്നു, അവിടെ വെച്ച് തീർന്നു. അപ്പം നിങ്ങളല്ല കാര്യം, നിങ്ങൾ വേറൊരാളാണെന്ന് അവർ തെളിഞ്ഞു കഴിഞ്ഞു. അതിലും രസകരമായ ഒരു കാര്യം, വേറൊരാൾ എല്ലാം തെളിയിച്ചപ്പോഴത്തേക്ക് പിന്നെ ക്ലാർക്ക് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാൻ പറഞ്ഞു എന്ന് പറയുന്ന ഇതിലേക്ക് അത്രയും കോംപ്ലക്സ് ആയിട്ട്. അപ്പോൾ ഇത് രണ്ട് മുഖങ്ങളാണ് കാണുന്നത്. AI വരുമ്പോൾ ഉണ്ടാകുന്ന സ്പീഡും, പക്ഷേ ഇവിടെ നമ്മളൊരു കട്ടിംഗ് എഡ്ജ് ലെവൽ ഓഫ് ദി അഡ്മിനിസ്ട്രേഷനിലേക്ക് വരുമ്പോഴത്തേക്ക് അയാൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും പൊരുത്തപ്പെടാത്ത കാര്യങ്ങളാണ്. ഈ AIയുടെ കാര്യം AIക്ക് നമ്മളാണെന്ന് തെളിയിക്കാൻ പറ്റുമെങ്കിൽ പോലും ഇവിടെ ഇയാൾ പറയുന്നതുമായിട്ട് ഒരുപാട് വ്യത്യാസം വരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇത് സങ്കീർണം ആയിട്ടുള്ളൊരു പ്രക്രിയയിലേക്ക് പോകുന്നു. ഈ പിന്നെ സിനിമയുടെ കാര്യമൊക്കെ പറയുകയുണ്ടായി. സിനിമയൊക്കെ ഇപ്പം നിങ്ങൾ ഒരു കോൺട്രാക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഇത് ഉപയോഗിച്ചുകൊണ്ട് പല സെഷൻസ് അവർ ക്രിയേറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് അധികം പൈസ തരുന്നില്ല. നിങ്ങളുടെ കണ്ടൻറ്റ് അവർ ഉപയോഗിക്കുന്നു, അതിനുവേണ്ടി നിങ്ങൾക്ക് കോപ്പിറൈറ്റ് തരുന്നില്ല. ഇപ്പോൾ ഹോളിവുഡിൽ നമ്മൾ കണ്ടതാണ്, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് എല്ലാം കൂടെ സമരത്തിന് പോയതൊക്കെ കണ്ടതാണ്. അപ്പോൾ ഇത്തരം സാധ്യതകളെല്ലാം നിലനിൽക്കുമ്പോഴും ഈ അടിസ്ഥാനപരമായി മനുഷ്യൻ്റെ സർഗാത്മകതയ്ക്ക് പകരം വയ്ക്കുവാൻ ഇതിന് എത്ര സാങ്കേതികവിദ്യ വന്നാലും പറ്റുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഈ പണ്ട് ഷോപനോവർ ആധുനിക ലോകത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞതാണ് ഒരു ആന്തരിക ശൂന്യത, ഇന്നർ വാക്യൂറ്റി ഓഫ് സോൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആധുനിക ലോകത്തെക്കുറിച്ച്. അത്തരം ഒരു ആന്തരിക ശൂന്യത ഈ മനുഷ്യൻ നിർമ്മിച്ചതാണല്ലോ ഈ നിർമ്മിത ബുദ്ധി എന്ന് പറഞ്ഞത്. ആ നിർമ്മിത ബുദ്ധിക്ക് അത്തരം ഒരു ശൂന്യത ഉണ്ടാകില്ലേ എന്നുള്ള ഒരു സംശയം. അല്ലെങ്കിൽ ഗീതാഞ്ജലി ശ്രീ ടോംബോ സാൻഡിൽ പറഞ്ഞതുപോലെ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ യന്ത്രം യാന്ത്രികതയിൽ അഭിമാനിക്കുന്നു. യന്ത്രത്തിന് അറിയാവുന്ന കാര്യങ്ങൾ യന്ത്രത്തിന് അറിയാം, പക്ഷേ യന്ത്രത്തിന് അറിയാത്തൊരു കാര്യമുണ്ടല്ലോ. എന്നിട്ട് അവർ പറഞ്ഞ ഒരു അവസാനത്തെ സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ പറയാനും അപ്പോൾ അങ്ങനെ പറയാനും മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന സർഗാത്മകതയുടെ അസുഖം യന്ത്രത്തിന് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ആ പാസേജ് അവസാനിപ്പിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ആന്തരികമായ ഒരു ശൂന്യത ഈ യന്ത്രത്തിന് ഇല്ല. എത്ര പെർഫെക്റ്റ് ആയിട്ട് പോയാലും ഇത്തരം സാധ്യതകൾ നമ്മളെ സർഗാത്മകതയെ മനുഷ്യനെ നിയന്ത്രിക്കാം.
എന്ന് പറയുന്ന ആ സാധ്യത ഭയങ്കരമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അതിനകത്തൊരു സംശയമില്ല. കാര്യം നിങ്ങൾ ചിന്തിക്കുന്നത് പോലും ഭരണകൂടത്തിന് അറിയാവുന്ന, നിങ്ങളൊരു പക്ഷേ ഒരു സമരം നടത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ സമരം നടത്തുന്ന കാര്യം നിങ്ങൾ ചിന്തിക്കുമ്പോൾ തന്നെ ഭരണകൂടം അറിയുകയും ആ സമരത്തിനെ ഇല്ലാതാക്കാനുള്ള ഒരു കാര്യം വരികയും ഒക്കെ ചെയ്യുന്നൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ രാഷ്ട്രീയം എങ്ങനെ പോകും എന്നുള്ളതും വല്ലാത്തൊരു രീതിയിലേക്കാണ് പോകുന്നത്. രാഷ്ട്രീയം ആയിട്ട് തന്നെ നിൽക്കുമോ അതോ മറ്റെന്തെങ്കിലുമായിട്ട് പരിവർത്തനപ്പെടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പരിണാമം നോക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരു പരിണാമത്തിൻ്റെ ഒരു ഘട്ടത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഇനി എങ്ങോട്ട് എന്നുള്ളത് ഒരു സുധീർ പറഞ്ഞ ഒരു ചോദ്യമുണ്ടല്ലോ, നമുക്ക് അറിഞ്ഞുകൂടാത്ത ഇതിലേക്കാണ് പോകുന്നത്. പക്ഷേ എന്നിൽ പോലും എനിക്ക് ഒരു കാര്യത്തിൽ ഒരു പ്രതീക്ഷയുടെ ഒരു അംശം. അപ്പോൾ ഈ പ്രതീക്ഷ എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന കണക്ക് കാര്യങ്ങൾ നടക്കും എന്നുള്ളതല്ല. നമ്മൾ വിചാരിക്കാത്ത കണക്കാണ് കാര്യങ്ങൾ നടന്നാൽ പോലും നമ്മൾക്കതിനെ നേരിടാം എന്ന് പറയുന്ന ഒരു വിശ്വാസത്തെയാണ് ഞാൻ ഈ പ്രതീക്ഷ എന്ന് പറയുന്നത്. അല്ല നമ്മൾ എല്ലാം ശുഭപര്യവസായി അവസാനിക്കും, ഒരു കാലഘട്ടത്തിലും ശുഭപര്യവസായി കാര്യങ്ങൾ അവസാനിച്ചിട്ടില്ല. കാര്യം അധികാരത്തെ നിയന്ത്രിക്കുന്നവരുടെ അധികാരം ആരുടെ കയ്യിലാണ്, അവർക്ക് മാത്രമേ എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് ഇങ്ങനൊരു പ്രതീക്ഷയ്ക്കുള്ളൂ, ശുഭപര്യവസായി ആകും എന്നുള്ളൊരു പ്രതീക്ഷയ്ക്കുള്ളൂ. അല്ല സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വന്നിട്ടൊന്നുമില്ല, അവർക്ക് പോലും വന്നിട്ടില്ല. കാര്യം പിന്നെ എല്ലാ രാജാക്കന്മാരുടെയും ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം വീട്ടിലെ കട്ടിൽ കിടന്ന് മരിക്കണമെന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് പോലും ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രതീക്ഷ പര്യവസായി എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് നടന്നില്ല. അലക്സാണ്ടർ ചക്രവർത്തി കത്തിയുമായിട്ടാണ് നടന്നത്. അദ്ദേഹത്തിൻ്റെ കിടക്കുന്ന തലയണ കീഴിൽ ഒരു കത്തി വെച്ചേക്കും, ഒരു കത്തിയും വെച്ചേക്കും. പക്ഷേ അദ്ദേഹം ഒരു കൃതിയും വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു പുസ്തകവും വെച്ചിട്ടുണ്ട്, ഒരു ഇതും വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് വാളും വാക്കും കൊണ്ടാണ് ലോകത്തെ നേരിടാനായിട്ട് പോയത്. അപ്പോൾ ആ വാളും വാക്കും ഇനിയും ഉള്ള കാലഘട്ടത്തിലും മുന്നോട്ട് പോകും. പക്ഷേ അവിടെയും നമുക്കൊരു പ്രതീക്ഷയുണ്ട് എന്നുള്ള ഒരു ഇത് കാരണം എനിക്ക് പറയാം. സാറ് പറഞ്ഞത് വളരെ ശരിയാണ്. കൂട്ടത്തിലൊരു തമാശ പറയട്ടെ. എൻ്റെ തന്നെ പേരിൽ FBയിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ വേറെ അക്കൗണ്ട് ഉണ്ട്. ഞാനത് റിമൂവ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ FB പറഞ്ഞത് നിങ്ങൾ പൈസ അടച്ച് വെരിഫൈഡ് ആക്കുമെന്നാണ്. അപ്പോൾ പൈസ അടച്ച് വെരിഫൈഡ് ബാഡ്ജ് മേടിക്കുക, അല്ലെങ്കിൽ ആ അക്കൗണ്ട് ഞാൻ എത്ര റിപ്പോർട്ട് ചെയ്തിട്ടും അതൊന്നും പോയില്ല. ഇടയ്ക്കിടയ്ക്ക് വീണ്ടും അപ്പോൾ അവരെന്നെ ബ്ലോക്ക് ചെയ്യും തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ തന്നെയാണെന്നുള്ളതിന് ഞാൻ എങ്ങനെ തെളിവ് കൊടുക്കും? പൈസ അടയ്ക്കണം, പൈസ അടച്ച് വെരിഫൈഡ് ബാഡ്ജ് വാങ്ങണം എന്നാണ്. അതെ, മുകുന്ദൻ്റെ രാധ മാത്രം എന്നുള്ള കഥ പോലെ. അപ്പോൾ കൺട്രോൾ തന്നെയാണ് വിഷയം. ഇതിൻ്റെയൊക്കെ നിയന്ത്രണം ആരുടെ കയ്യിലാണ് എന്നുള്ളത് തന്നെയാണ് യഥാർത്ഥ ചോദ്യം. ആ ചോദ്യം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് മാറ്റമൊന്നും വരില്ല. പക്ഷേ മിനിമം നമ്മൾ അതിനെക്കുറിച്ച് ബോധമുള്ളവരായിരിക്കുക എന്നുള്ളത് മാത്രമാണ് പ്രധാനം. ഈ എല്ലാം ഇപ്പോൾ ഉദാഹരണം സൈബർ സ്പേസിനെ കുറിച്ച്, സൈബർ സ്പേസ് തന്നെ ഫോക്ലോർ ഉണ്ടാക്കും. ഇപ്പം ഷിനിലാലിൻ്റെയൊക്കെ ചില ചെറിയ കഥകളൊക്കെ അങ്ങനെയാണല്ലോ. അടുത്ത അയൽവക്കത്തെ വീടിന് തീപിടിച്ചത് ഞാൻ FBയിലാണ് കണ്ടത്. അങ്ങനെ പിന്നെ ഞാൻ ഉടൻ തന്നെ ഷെയർ ചെയ്ത് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ 2-3 കമൻറ്റും കുറേ ലൈക്കും. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ ഫയർ. ഷിൻലാലിൻ്റെ ചെറിയൊരു മിനിക്കഥയാണ്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ FB, അതായത് ഈ സോഷ്യൽ മീഡിയയെക്കുറിച്ച് ഫോക്ലോർ, ഈ ഏർബൻ ഫോക്ലോർ പോലെ ഉണ്ടാക്കും, കഥകൾ ഉണ്ടാക്കും. അപ്പോൾ ഈ നിർമ്മിത ബുദ്ധിയെക്കുറിച്ചും നിർമ്മിത ബുദ്ധിക്കാലത്തെ മനുഷ്യരെക്കുറിച്ചൊക്കെ സാഹിത്യം എന്താണ് പറയുന്നത്? സാഹിത്യത്തിലൂടെ അത്തരം ഇപ്പോൾ ഒരുപാട് സൈഫൈ മൂവീസ് ഉണ്ട്, സൈഫൈ ഫിക്ഷനുണ്ട്, പിന്നെ പലതരത്തിലുള്ള അത്തരത്തിലുള്ള കൃതികളുണ്ട്. അപ്പം എന്താണ് ഈ കാലഘട്ടത്തെ നിർമ്മിത ബുദ്ധിയെയും കുറിച്ച്, ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ കമ്പാനിയൻ സിനിമ പോലെ എന്താണ് ഈ സാഹിത്യവും ഫിക്ഷനുമെല്ലാം എന്താണ് ഈ ഒരു അവസ്ഥയെ എങ്ങനെയാണ് ചിത്രീകരിക്കുന്നത്? സുധീർ സർ. ഇവിടെയൊക്കെ എൻ്റെ ഉത്തരം നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എന്താണ് എന്ന് സന്ദേഹിക്കാൻ മാത്രമേ കഴിയുള്ളൂ. സാഹിത്യം പല രീതിയിലും നോക്കിക്കാണുന്നുണ്ട്. പല എഴുത്തുകാരും ഇതിനെപ്പറ്റി വളരെയധികം ബോധേഡാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ അറ്റ്ലാന്റിക് മാസികയിൽ നോർവീജിയൻ റൈറ്ററായ കാൾ ഓവ് നോസ്കാർഡ് എഴുതിയൊരു ലേഖനം വായിക്കുകയുണ്ടായി. അതിൻ്റെ പേര് റീ എൻചാൻമെൻറ്റ് വേൾഡ് ഓൺ ഫൈൻഡിങ് മിസ്റ്ററി ഇൻ ദ ഡിജിറ്റൽ ഏജ് എന്നാണ്. ഇതൊരു വലിയ ചോദ്യമാണ്. മിസ്റ്ററി എവിടെയാണ് നമുക്ക് നഷ്ടപ്പെടുക, ഈ ഡിജിറ്റൽ വേൾഡിൽ നമുക്ക് കിട്ടുമോ എന്നുള്ളത്.
അപ്പോൾ ഇത് സാഹിത്യകാരന്മാർ ഇതിനെക്കുറിച്ച് വലിയ ബോധരാണ്. ഇയാൻ മക്യൂവിനെ പോലുള്ളവർ അതുമായി ബന്ധപ്പെട്ട നോവലുകളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് പ്രശ്നം, നമ്മൾ ഈ സർഗാത്മകത എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് തരം സർഗാത്മകത വേണം എന്ന് നമ്മൾ തീരുമാനിക്കണം. നമ്മൾ ഡിജിറ്റൽ ഈ ഒക്കെ വിട്ടാൽ പോലും ഇന്ന് മലയാള സാഹിത്യം എടുത്താൽ പോലും നമ്മൾ ഏത് തരം സർഗാത്മകതയിലാണ് രമിക്കുന്നത് എന്നുള്ളത് ഒരു ചോദ്യമുണ്ട്. നമ്മൾ ഈ കാണുന്നതൊക്കെ, എഴുതുന്നതെല്ലാം ക്രിയേറ്റീവാണോ? പുസ്തകമായി വരുന്നതെല്ലാം ക്രിയേറ്റീവാണോ? അപ്പോൾ ഈ ക്രിയേറ്റിവിറ്റി എന്താണ് എന്ന് നിശ്ചയിക്കുന്നിടത്താണ് പ്രശ്നം. ഇപ്പോൾ ക്രിയേറ്റീവ് ആവില്ല എന്ന് നയനതാര പറഞ്ഞു, ആവാൻ സാധ്യതയില്ല എന്നുള്ളത്. അപ്പോൾ അവിടെയും ചോദ്യം ഇതാണ്, എന്താണ് ക്രിയേറ്റിവിറ്റി? സർഗാത്മകത എന്താണെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായി നമുക്ക് പറയാൻ കഴിയുന്നൊരു കാര്യമല്ലെങ്കിൽ പോലും അത് പകർപ്പാണോ എന്ന മിനിമം ഉത്തരവെങ്കിലും നമ്മൾ പറയണം. ഇന്ന് രാവിലെ വൈശാഖ മാഷ കണ്ടപ്പോൾ മാഷൊരു പഴയ കഥ പറഞ്ഞു. ഒരു എഴുത്തുകാരൻ ഒരു പുതിയ കൃതി എഴുതിയിട്ട് അദ്ദേഹം ഒരു പ്രസാധകൻ്റെ അടുത്ത് പോയിട്ട് കൊടുത്തിട്ട് പബ്ലിഷ് ചെയ്യാൻ പറഞ്ഞു. അടുത്ത ആഴ്ച ചെന്നപ്പോൾ ആ പ്രസാധകൻ അദ്ദേഹത്തെ ഹലോ മിസ്റ്റർ ഷേക്സ്പിയർ എന്ന് അഭിസംബോധന ചെയ്തു. കാരണം ഷേക്സ്പിയറിൻ്റെ ഒരു പുസ്തകം എടുത്തിട്ടാണ് അദ്ദേഹത്തിൻ്റെതാണെന്നും പറഞ്ഞ് എഴുതി കൊടുത്തത്. നമ്മൾ ആദ്യം നിലവിലെങ്കിലും തരുന്നത് ലോകത്ത് എവിടെയോ ആരോ എഴുതി വെച്ച അതിൻ്റെ പകർപ്പുകൾ, വ്യത്യസ്തമോ വേറിട്ടതോ ആയ പകർപ്പുകൾ മാത്രമേ തരുന്നുള്ളൂ എന്ന ഒരു സമാധാനത്തിൽ നമ്മൾക്ക് നിൽക്കാം. പക്ഷെ ഞാനെന്തായാലും ഇതിനെ അതിജീവിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ആളല്ല. കാരണം ഇത് നമ്മൾ പ്രതീക്ഷിച്ചതല്ല. ഇന്ന് യിലൂടെ നമ്മൾ നേടിയെടുത്തതോ അല്ലെങ്കിൽ ലോകത്തിന് മുന്നിൽ നിൽക്കുന്ന ഒന്നും തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതല്ല. കമ്പാനിയൻ പോലൊരു സിനിമയിലെ സവിശേഷമായ ഒരു സാഹചര്യം നമ്മുടെ ഫിക്ഷനിൽ പോലും പണ്ടുണ്ടായെന്ന് ഞാൻ കരുതുന്നില്ല. ടൈം മെഷീനൊക്കെ ഉണ്ടായിരുന്നു വെൽസിൻ്റെയൊക്കെ കൃതികളിൽ. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് സാങ്കേതിക വിദ്യ മനുഷ്യൻ്റെ ഈ ഭാവനയിൽ നിന്ന് നിർമ്മിക്കാൻ, ക്ക് ഭാവനയുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ക്ക് ഭാവന നിർമ്മിക്കാൻ പറ്റുമോ എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. ഭാവന ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഭാവന അടിസ്ഥാനപരമായി സൃഷ്ടിക്കുന്ന ഒന്നല്ല, മനുഷ്യന് സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്ന ഒന്നല്ല ഭാവന. അതൊരു സ്വാഭാവികമായ മനുഷ്യസിദ്ധിയാണ്. അത് മനുഷ്യരിൽ തന്നെ എല്ലാവർക്കും ഉള്ള ഒന്നല്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ഈ സവിശേഷത എന്ന് പറയുന്ന രീതിയിൽ നിർമ്മിക്കപ്പെടുന്ന അല്ലെങ്കിൽ സ്വാഭാവികമായി ഉണ്ടാകപ്പെടുന്ന ഈ സർഗാത്മകതയെ, ഈ കലാത്മകതയെ സൃഷ്ടിക്കാൻ മറ്റൊന്നിന് കഴിയുകയില്ല എന്ന് നമുക്കിപ്പോൾ തൽക്കാലം വിശ്വസിക്കാം. അതാണ് നമുക്ക് എടുക്കാവുന്നൊരു തീരുമാനം എന്ന് പറയും. മാസ്റ്റർ പീസസ് അല്ലെങ്കിൽ മൗലികമായ ഒരു കലാത്മകത, ഒരു സാങ്കേതികമായ ഒരു സിദ്ധിയിലൂടെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ ഉണ്ടാവാനിടയില്ല എന്ന് മാത്രമേ നിശ്ചയിക്കാൻ പറ്റുള്ളൂ. അത് സാധിക്കണമെങ്കിൽ എന്ത് വേണം? അത് നേരത്തെ പ്രഭാഷക പറഞ്ഞ പോലെ അനുഭവമുണ്ടോ? ക്ക് വിരസതയുണ്ടോ? ക്ക് പ്രണയമുണ്ടോ? അങ്ങനെയുള്ള പല ചോദ്യങ്ങളിലേക്ക് വരും. സർഗാത്മകതയിൽ ഏറ്റവും ഔന്നത്യത്തിൽ നിൽക്കുന്നത് എന്ന് ഞാൻ കരുതുന്നത് എഴുത്താണ്. എഴുത്തിലൂടെ നോവലും കഥയും എന്ന് പറയുന്ന രചനകൾ. എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ അത് വ്യക്തിപരമായ ഏകാന്തതയിൽ നിന്നുണ്ടാകുന്നതാണ്. വ്യക്തിപരമാണത്. സിനിമയും മറ്റെല്ലാറ്റിനും പല ബന്ധങ്ങളുമായിട്ടുള്ള ക്രിയകളിലൂടെ നിർമ്മിക്കപ്പെടുന്ന ഒന്നാണ്. കൂട്ടായ പ്രവർത്തനം അതിനകത്ത് ആവശ്യമുണ്ട്. പക്ഷേ എഴുത്തിൽ ഇപ്പോൾ വൈശാഖ മാഷ എഴുതുമ്പോൾ അവിടെ വേറെ ആരുടെയും ആവശ്യമില്ല. അതാ മനസ്സിൽ നിർമ്മിക്കപ്പെടുന്നത്. അതിനെ പ്രകൃതി എഴുതാൻ മാത്രമേ കടലാസും പേനയും വേണ്ടൂ, അല്ലെങ്കിൽ ടാബ് വേണ്ടൂ എന്നുള്ളതാണ്. പക്ഷെ ആ സർഗാത്മകത സൃഷ്ടിക്കുന്നതിന് മനുഷ്യാനുഭവത്തെ ആ രീതിയിൽ പ്രക്രിയയാക്കി മാറ്റി സർഗാത്മകമായ മറ്റൊന്നായി ഒരു പുതിയതിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായൊരു ജൈവികമായൊരു സിദ്ധിയായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് ഒരു പക്ഷേ സാങ്കേതിക വിദ്യയിലൂടെ ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് മാത്രമാണ് അതിന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നൊരു കാര്യം. അതിനെ അതിജീവിക്കുമെന്നറിയില്ല. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സർഗാത്മകതയിൽ നിന്നുണ്ടായ ഒന്നാണ്. മനുഷ്യൻ്റെ ഭാവനയിലൂടെയാണ്, ശാസ്ത്രത്തിൻ്റെ ഭാവനയാണ് ഇതിനെ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ സർഗാത്മകത എന്ന് പറയുന്നത് വെറുതെ നമ്മൾ കഥയും കവിതയും എഴുതലല്ല. ഇല്ലാത്ത ഒന്നിനെ സൂക്ഷിച്ച് നിരീക്ഷണത്തിലൂടെ അന്വേഷിച്ച് കണ്ടെത്തി അതിനെ മറ്റൊന്നായി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോഴാണ് സർഗാത്മകതയാവുന്നത്. എല്ലാറ്റിലും ആവാം. അങ്ങനെ ശാസ്ത്രത്തിൻ്റെ സർഗാത്മകതയിൽ നിന്നുണ്ടായ ഒന്നാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതിനെ നമ്മളിനി എങ്ങനെ ഉപയോഗിക്കുമെന്നുള്ളതാണ്. നേരത്തെ ചോദിക്കുന്നത്, അതിന് അനുഭവത്തെ ഉണ്ടാക്കാൻ കഴിയുമോ? അത് അനുഭവ തലത്തിലേക്ക് വന്ന് അത് നമ്മളോട് പുതിയൊരു ക്രിയേഷൻ ഉണ്ടാക്കുമോ എന്നുള്ള വലിയ ചോദ്യങ്ങളുണ്ട്. അവിടെ ഞാൻ നേരത്തെ ചോദ്യം വീണ്ടും വരുന്നു, എന്തിനു വേണ്ടിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മനുഷ്യനുണ്ടാക്കിയത് എന്ന വലിയ ചോദ്യത്തിലേക്ക് വരണം. ആ ചോദ്യത്തിന് ഉത്തരം ആര് കണ്ടെത്തുന്നുള്ളത് വളരെ പ്രധാനമാണ്. പ്രഭാഷ് നേരത്തെ പറഞ്ഞതുപോലെ, ഞാൻ പറഞ്ഞതിന് മുന്നോടിയായി പറഞ്ഞതുപോലെ, ലോകം ആരാൽ നിയന്ത്രിക്കപ്പെടുന്നു? ഡാറ്റ കമ്പനികളാൽ. പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്, ടെക്നോ ഫ്യൂഡലിസം എന്ന് പറയുന്നൊരു പുതിയ ഒരു രാഷ്ട്രീയത്തിലൂടെയാണ് ലോകം കടന്നു പോകുന്നത്. ലോകത്തെ നിയന്ത്രിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയക്കാരല്ല, രാഷ്ട്രീയ നേതൃത്വങ്ങളോ അധികാര കേന്ദ്രങ്ങളോ അല്ല.
ടെക്നോളജിയുടെ നിയന്ത്രണം ഏറ്റെടുത്തിട്ടുള്ള 3-4 കമ്പനികളാണ് നിയന്ത്രിക്കുന്നത്. അതിനെയാണ് വറുഫാക്കീസ് എന്ന് പറയുന്നൊരു ഗ്രീക്ക് എക്കോണമിസ്റ്റ് ടെക്നോ ഫ്യൂഡലിസം എന്ന് വിശേഷിപ്പിച്ചത്. ടെക്നോ ഫ്യൂഡലിസം എന്ന് പറഞ്ഞാൽ, വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഒന്നും തന്നെ ഉൽപ്പാദിപ്പിക്കാതെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ധനവും സമ്പത്തും ഉണ്ടാക്കുന്ന 4-5 കമ്പനികളാൽ നിയന്ത്രിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ആ കമ്പനികളൊന്നും, നമ്മൾ ഈ പറയുന്ന എലൻ മസ്കും മറ്റു ആമസോണിൻ്റെയും ഗൂഗിളിൻ്റെയും കമ്പനികളൊന്നും തന്നെ ഉൽപ്പാദനത്തിലല്ല അവരുടെ മികവ്. അവർ സമ്പത്തുണ്ടാക്കുന്നത് അങ്ങനെയല്ല. അവരവരുടെ ഡിജിറ്റൽ സ്പേസിനെ റെൻ്റ് വാങ്ങിച്ചിട്ട് ലോകത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്തുണ്ടാക്കുകയാണ്. അപ്പോൾ അവരാണ് അതിനെ നിയന്ത്രിക്കുന്നത്. ആ ലോകത്തിൻ്റെ ഡിജിറ്റൽ സ്പേസിനെ നിയന്ത്രിക്കുക വഴി ലോകത്തെ അവർ നിയന്ത്രിക്കുകയാണ്. അതുകൊണ്ടാണ് അതിനെ ഫ്യൂഡലിസം എന്ന് പറയുന്നത്. ഒന്നും ഉൽപ്പാദിപ്പിക്കാതെ സമ്പത്തുണ്ടാക്കുന്നതാണ് ഫ്യൂഡലിസം. ആ നിർമ്മാതാക്കളിൽ നിന്ന് ലോകത്തിൻ്റെ നിയന്ത്രണം ലോകരാഷ്ട്രീയം ഏറ്റെടുക്കുമ്പോൾ മാത്രമേ അവരാൽ സൃഷ്ടിക്കപ്പെടുന്ന പ്രക്രിയകളെ നിയന്ത്രിക്കാൻ കഴിയുള്ളൂ. ആ പ്രക്രിയകളെ നിയന്ത്രിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് വിശ്വസിക്കുന്ന രീതിയിൽ AI മുന്നോട്ട് പോവില്ല. അത് മറ്റേതെങ്കിലും രീതിയിലാകും. ഒരുപക്ഷെ മനുഷ്യനെ അലസനാക്കി കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടോ? അപ്പോൾ ആ അലസതയിൽ നിന്ന് സർഗാത്മകത ഏത് രീതിയിലുണ്ടാവും? അതൊരു വലിയ ചോദ്യമല്ലേ? സർഗാത്മകത ഉണ്ടാവുന്നത് സംഘർഷത്തിൽ നിന്നാണ്. അപ്പോൾ ഈ അലസമായ ജീവിതത്തിൽ നിന്ന് അതിന് മടുപ്പുണ്ടായി അതിൽ നിന്നൊരു പുതിയ സംഘർഷം ഉണ്ടാവും. ആ സംഘർഷത്തിൽ നിന്ന് പുതിയ മനുഷ്യൻ, പുതിയ സാഹിത്യം ഉണ്ടാക്കുമായിരിക്കാം എന്നുള്ളതുണ്ട്. അപ്പോൾ ഇല്ലായ്മയിൽ നിന്നാണ്. ഇപ്പം നേരത്തെ വൈശാഖ മാഷയോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു, വളരെ ഒന്നും തിന്നാനില്ലാത്ത അവസ്ഥയിൽ നിന്ന് പട്ടിണിയെക്കുറിച്ച് എഴുതുന്നൊരവസ്ഥയുണ്ട്. പക്ഷേ ഇന്നത്തെ സാഹിത്യകാരന് ഏറ്റവും മികച്ച KFCയിലെ സാധനം തിന്നിട്ടും പട്ടിണിയെക്കുറിച്ച് എഴുതാം. ഇത് തമ്മിലുള്ള വ്യത്യാസമുണ്ടല്ലോ. ഈ സർഗാത്മകതയുടെ പ്രശ്നം ഇതാണ്. നിങ്ങൾ എന്തിനെയാണ് സർഗാത്മകത എന്ന് വിളിക്കുന്നത്? നിങ്ങൾ രസിപ്പിക്കുന്നൊരു കഥയായാൽ അത് സാഹിത്യമാവുമോ എന്നൊരു ചോദ്യമുണ്ട്. മലയാളിയുടെ മുന്നിൽ വലിയ ചോദ്യമാണ്. ഒരുപക്ഷെ ലോകത്തിൻ്റെ മുന്നിലും ആ ചോദ്യം വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രസിപ്പിക്കുന്ന ഒന്നുണ്ടാക്കാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മതി. പക്ഷെ അതിനപ്പുറത്തേക്ക് മനുഷ്യവംശത്തെ നിലനിർത്തിയ, മനുഷ്യവംശത്തെ ഇത്രയധികം മുന്നോട്ട് കൊണ്ടുപോയത് മനുഷ്യൻ്റെ ഭാവനയും സർഗാത്മകതയുമാണ്. അതിലൂടെയാണ് നമ്മളിതെല്ലാം കണ്ടെത്തിയത്. നമ്മളുടെ എല്ലാ സൗകര്യങ്ങളും നമ്മൾ കണ്ടെത്തിയത് ഈ സർഗാത്മകമായ മനുഷ്യൻ്റെ ശേഷിയിലൂടെയാണ്. ആ സർഗാത്മക ശേഷി നിർമ്മിക്കാൻ അനുവദിക്കരുത് മറ്റൊരു സാങ്കേതിക വിദ്യയും എന്നാണ്. ഭാഷ നമ്മുടേത് മാത്രമാണെന്ന് അഹങ്കരിച്ചിരുന്നു മനുഷ്യൻ. മറ്റ് ജീവിവർഗങ്ങളിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തിയത് നമ്മുടെ ഭാഷ ഉപയോഗിക്കാനുള്ള കഴിവാണെന്ന് നമ്മൾ അഹങ്കരിച്ചു. ഇന്ന് ഭാഷ നമ്മളല്ല ഉപയോഗിക്കുന്നത്. ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. നമ്മൾ അന്വേഷിക്കുന്ന ഒരു സാധനം നമ്മുടെ ഭാഷയിലേക്ക് നമ്മുടെ ഫോണിലൂടെ അത് പറഞ്ഞു തരും. അപ്പോൾ ഭാഷയുടെ നിയന്ത്രണം നമ്മളെ കയ്യിൽ നിന്ന് പോയതുപോലെ നമ്മുടെ മറ്റ് സവിശേഷ സ്ഥിതികളുടെ നിയന്ത്രണവും മറ്റിതിലേക്ക് പോവാതിരിക്കാനുള്ള ഒരു രാഷ്ട്രീയ പ്രക്രിയ ഉരുത്തിരിഞ്ഞു വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. യുവാൽ നോഹ ഹരാരിയുടെ സാപ്പിയൻസിൽ അദ്ദേഹം ആലോചിക്കുന്നൊരു വിഷയമുണ്ട്. എന്തുകൊണ്ടാണ് ഈ 2 കാലിൽ നടക്കുന്ന നമ്മൾ ഹോമോസാപ്പിയൻസ് ബാക്കി എല്ലാ ജീവിവർഗങ്ങളെയും മറികടന്ന് മുന്നേറിയത് എന്നുള്ളതിന് അദ്ദേഹം കണ്ടെത്തുന്ന ഉത്തരം ദ എബിലിറ്റി ടു ക്രിയേറ്റ് ഫിക്ഷൻ എന്നാണ്. ഫിക്ഷൻ, കെട്ടുകഥകൾ, കൽപ്പിത കഥകൾ ഉണ്ടാക്കാനുള്ള ശേഷി കൊണ്ടാണ് മനുഷ്യർ അതിജീവിച്ചത് എന്ന്. ആ കെട്ടുകഥകളുടെ കൂട്ടത്തിൽ മതമുണ്ട്, ദൈവമുണ്ട്, പ്രത്യയശാസ്ത്രങ്ങളുണ്ട്, മനുഷ്യാവകാശ എല്ലാത്തിനെയും അദ്ദേഹം ഫിക്ഷനായിട്ടാണ് കണക്കൂട്ടുന്നത്. അല്ലാതെ ഈ സർഗാത്മകമായ നമ്മൾ പറയുന്ന കഥയും നോവലും മാത്രമല്ല, അതും ഉൾപ്പെടുന്ന ഫോക്ലോറുകളുണ്ട്, നാടൻ കഥകളുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള കഥകൾ ഉണ്ടാക്കാനുള്ള ശേഷിയിലൂടെ, അത് കൂട്ടായി വിശ്വസിക്കാനുള്ള ശേഷിയിലൂടെയാണ് മനുഷ്യവംശം അതിജീവിച്ചതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മനുഷ്യവംശത്തിൻ്റെ അതിജീവനത്തിൻ്റെ രഹസ്യം തന്നെ ഇത്തരത്തിലുള്ള ഫിക്ഷൻ അല്ലെങ്കിൽ സർഗാത്മക സൃഷ്ടിക്കുള്ള കഴിവാണ് എന്ന് വേണമെങ്കിൽ അതിനെ നമുക്ക് കാണാം. ഇനി നേരത്തെ NE സുധീർ ഇവിടെ പറഞ്ഞ പോലെ മനുഷ്യരിപ്പോൾ അലസരാണെന്നുള്ള യാതൊരു സംശയമില്ല. ആലസ്യം, ഈ ചിന്താപരമായിട്ടുള്ള എളുപ്പം, മടി, അതേമാതിരി തന്നെ ആലസ്യം ഒക്കെ വളരെ കൂടുതലാണ്. ആർക്കും ഒഴിവ് സമയങ്ങളില്ല, ഒഴിവ് സമയം ഇല്ലാണ്ടായി, വെറുതെ ഇരിക്കുന്ന സമയം ഇല്ലാണ്ടായി. അതേപോലെ തന്നെ ഒറ്റയ്ക്കല്ല, എന്നാൽ വളരെയധികം ഒറ്റയ്ക്കാണ്. അങ്ങനൊരു വൈരുദ്ധ്യത്തിലാണ് ഇപ്പോൾ മനുഷ്യരുള്ളത്. ഒറ്റയ്ക്കായ എന്നാൽ ഒറ്റയ്ക്കല്ലാത്ത. ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോഴൊക്കെ എല്ലാവരും പുറം ലോകത്തെ കൊട്ടിയടച്ചുകൊണ്ട് ചെവിയുടെ മുകളിൽ ഇയർ പ്ലഗ് ഉണ്ടാവും. അടുത്തിരിക്കുന്ന ഒന്നും കേൾക്കുന്നതന്നെയില്ല. കാഴ്ച എപ്പോഴും മുമ്പിലുള്ള ഫോണിലോ അല്ലെങ്കിൽ ടാബിലോ ആണ്. ഇപ്പം ഇന്നലെ ഞാൻ
എറണാകുളത്ത് നിങ്ങടേക്ക് വന്നപ്പോൾ ട്രെയിനിൽ കണ്ട് തൊട്ടടുത്തിരുന്ന ഒരു അച്ഛനും അമ്മയും ഒരു കുട്ടിയും. അപ്പോൾ അച്ഛൻ ഒരു ടാബിൽ നോക്കുന്നു, കുട്ടിയുടെ മുമ്പിൽ അമ്മ ഫോണിൽ നോക്കുന്നു, കുട്ടിയുടെ മുമ്പിൽ ഒരു ഗെയിം വെച്ചിട്ട് ഒരു ലാപ്ടോപ്പ് വെച്ചിട്ടുണ്ട്, കയ്യിൽ ഈ പറയുന്ന ചെറിയ ജങ്ക് ഫുഡും ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ കാണുന്നത്. ജങ്ക് ഫുഡും ഈ പറയുന്ന ഗെയിമുകളോ ഒക്കെ ആയിട്ടാണ് നമ്മുടെ കുട്ടികളെപ്പോൾ ഭൂരിപക്ഷം പേരെയും കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒറ്റയ്ക്കാവുന്നില്ല, എന്നാൽ വല്ലാതെ ഒറ്റയ്ക്കാണ്. ഈ വിഷയത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ എന്താണ് ആളുകൾ പറയുന്നത്? അതായത് നിർമ്മിത ബുദ്ധിയെക്കുറിച്ച്, സർഗാത്മകതയെക്കുറിച്ച്, മനുഷ്യ വംശത്തിൻ്റെ ഈ സർഗാത്മകത ഉയർത്തുന്ന ആശങ്കകളെക്കുറിച്ചൊക്കെ സോഷ്യൽ മീഡിയ എന്താണ് പറയുന്നത്? സോഷ്യൽ മീഡിയയിൽ എന്താണ് പറയുന്നത് എന്നുള്ളതിനേക്കാളും പ്രധാനമായിട്ട് ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രൂഫ്. അത് തന്നെയാണ് എന്താ പറയുക, മീഡിയ മീൻസ് ദ മെസ്സേജ് എന്നൊക്കെ പറഞ്ഞ പോലെ ഫുൾ ടൈം സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് സുധീറൊക്കെ പറഞ്ഞ ഈ ആലസ്യത്തിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ. അപ്പോൾ അതാണ് നമ്മൾ ഈ ബേസിക് ടോപ്പിക്കിൻ്റെ ചർച്ചയുടെ ഒരു മറ്റേ വശത്തുനിന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു കൺസംഷൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പോൾ ഈ സുധീർ പറഞ്ഞു അലസരാക്കുന്നു. അലസരയുടെ അടുത്ത അല്ലെങ്കിൽ അതിൻ്റെ തന്നെ ഒരു ഇൻഹറൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്, മടിയുടെ ഒരു പാർട്ടാണ് വിരസത എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ മാർക്കറ്റ് എന്ന് പറയുന്നത് ചൈനയും അമേരിക്കയും ഇന്ത്യയൊന്നുമല്ല. ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റ് എന്ന് പറയുന്നത് വിരസതയാണ്. അപ്പോൾ മലയാളികൾ ഇപ്പോൾ നമ്മളെ വിളിക്കുന്നത് ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ്. പക്ഷേ ശരിക്കും നമുക്കറിയാം അത്ര ഗോഡ്സിലേക്ക് എത്തിയിട്ടില്ല. നമ്മൾ ഇത്തിരി താഴെ പുരോഹിതൻസ് ഓൺ കൺട്രി, ബ്രാഹ്മിൻസ് ഓൺ കൺട്രിയാണ്. നമ്മൾ ബ്ലൂ കോളർ ജോലി ചെയ്യണ ആരുമില്ല ഇവിടെ കേരളത്തിൽ. അപ്പോൾ ബ്രാഹ്മിൻസ് ഓൺ കൺട്രിയാണ്. ബ്രാഹ്മിൻസ് ഓൺ കൺട്രി ചെയ്ത ഒരു ജാതിയെ കളിയാക്കി ഞാൻ പറഞ്ഞതല്ല, അതിൻ്റെ ഒരു പൊളിറ്റിക്സാണ് പറഞ്ഞത്. നമ്മൾ കേരളത്തിൽ കറണ്ട് പോകുമ്പോൾ മാത്രം വേർക്കുന്ന ആൾക്കാരാണ് ഭൂരിപക്ഷം പേരും. അപ്പോൾ ബ്രാഹ്മിൻസ് ഓൺ കൺട്രി ആയിട്ട് നമ്മൾ വലിയൊരു കൺസ്യൂമറിൻ്റെ അതിൻ്റെ ഈ സുധീർ പറഞ്ഞതിൻ്റെ അടുത്ത ഒരു ഭയങ്കരമായ എക്സ്പ്ലോസീവ് ലെവലിലേക്ക് കേരളം വിശേഷിച്ചും പോകുന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ അത് തന്നെ ഒരു പോസിറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം ക്രിയേറ്റീവ് ജോലികളും എന്തെല്ലാം സംഭവങ്ങളെ കാർന്ന് തന്നാലും കൺസ്യൂമർ എന്ന് പറയുന്ന ഒരാൾ നമ്മൾ ക്യാപ്ചർ കൊടുക്കണം. ഇത് ഭയങ്കര കോമഡിയാണത്. ഇത്രയും വലിയ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടും അവസാനം നിങ്ങൾ മനുഷ്യനാണെന്നതിന് തെളിവ് തരുമെന്ന് ചോദിക്കുക. പാവം. അത് നമുക്ക് ഭയങ്കര എയോട് ഭയങ്കര പരിഹാസവും പുച്ഛവും എനിക്ക് തോന്നുന്ന ഒരു സംഭവമാണ്. ചേട്ടൻ പറയൂ, ചേട്ടൻ ക്യാപ്ചർ തരൂ, ചേട്ടൻ ആ പുരുഷന ജീവനുണ്ടെന്ന് തെളിയിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ ആ വിചിത്രമായ ക്യാപ്ചർ അടിക്കും. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് എന്തൊക്കെയായാലും കൺസ്യൂം ചെയ്യാൻ നമ്മൾ വേണം, ചിക്കിളി കൊടുക്കാൻ നമ്മൾ വേണം, പൈസ നമ്മൾ കൊടുക്കണം, നമ്മൾ മേടിക്കണം എന്തായാലും. അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഒരു മാർക്കറ്റിൻ്റെ പ്രധാന സംഭവം എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സോ ക്രിയേറ്റേഴ്സോ ഒന്നുമല്ല. ഒരു മാർക്കറ്റിൻ്റെ വലിയ സംഭവം എന്ന് പറഞ്ഞാൽ കൺസ്യൂമേഴ്സാണ്. അപ്പോൾ കൺസ്യൂമേഴ്സ് ഇവിടെ ഉണ്ടാവും നമ്മളായിട്ട്. അപ്പോൾ അതിൻ്റെ മീൻസ്, അതിൻ്റെ മാർഗം, അതിൻ്റെ തുട്ട് എവിടെ നിന്ന് വരും എന്നുള്ളതാണ് കേരളീയർ പ്രശേഷിച്ചും ആലോചിക്കുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പണ്ട് ഒരു 2012 മറ്റോ മാതൃഭൂമി ആഴ്ചപ്പതിൻ്റെ ഒരു കവർ സ്റ്റോറിക്ക് വേണ്ടി ഇരുന്നൊരു ഓർമ്മയുണ്ട് എനിക്ക്. അന്ന് കമൽറാം സജീവ് ചോദിച്ച ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ കാലത്തെ കഥ എന്നായിരുന്നു. അപ്പോൾ അതിൽ സേതു ഉണ്ടായിരുന്നു, പിന്നെ പ്രമോദ് രാമൻ, സന്തോഷ് ഏച്ചിക്കാനം, അമൽ നീരദ്, ഇത്രയും ഞാൻ കൂടി ഉണ്ടായിരുന്നു. ഞങ്ങൾ എറണാകുളത്ത് ഒരു ഹോട്ടലിൽ ഇരുന്ന് ചർച്ച ചെയ്തു. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ ചോദിച്ചു, നമ്മളിത് സാഹിത്യമൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഇതെല്ലാം എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി എന്ന് വേണമെങ്കിൽ ഇപ്പോഴത്തെ വളരെ റൂത്ത്ലെസ് ആയിട്ടുള്ള നിരാർദ്രമായ പ്രയോഗത്തിൽ. അപ്പോൾ സേതുവിനെ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി, സേതുവിനൊരു മാർക്കറ്റ്, സേതുവിൻ്റെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു. സേതു നാട്ടുകാരനായതുകൊണ്ട് ഞാൻ ആ സ്വാതന്ത്ര്യം എടുത്തിട്ട് പറഞ്ഞു. അപ്പോൾ നമ്മളിന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ കസാൻ സാക്കീസിൻ്റെ ലിയോണിദാസിൻ്റെ ഡയറിയിൽ പറയുന്ന പോലെ മനുഷ്യന് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ആവശ്യങ്ങളേ ഉള്ളൂ. ഒരു ചെറിയ പൂപ്പാത്രം, ഒരു കൂട്ടുകാരി, വയറ് നിറയാൻ 2 ബ്രെഡ് കഷ്ണം, ഇത് 3 മതി ശരിക്കും. ഒരു ചെറിയ പൂപ്പാത്രവും 2 കഷ്ണം ബ്രെഡും അടുത്ത് നമ്മുടെ കൂട്ടുകാരി മതി. പക്ഷേ നമ്മൾ ഈ കാണുന്നത് മുഴുവനും നമ്മുടെ ബോറടി മാറ്റാനുള്ള സാധനം. ഇപ്പോൾ ഒരു ബേക്കറി ചെന്ന് കഴിഞ്ഞാൽ ആ ബേക്കറിയിലുള്ള മുഴുവൻ സാധനങ്ങളും ബോറടി മാറ്റാനുള്ള കേരളത്തിലെ ഏറ്റവും അധികമുള്ളൊരു സംഭവമാണ് ബേക്കറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജീവിതമാകുന്ന ഹൈവേയുടെ ഇടയ്ക്കും തലയ്ക്കുമൊക്കെ കാണുന്ന ചെറിയ കടകളാണൊക്കെ ആണെങ്കിലും ഈ ഹൈവേ എന്ന് പറയുന്നത് ബോറടിയാണ്, ബോർഡം. അപ്പോൾ മലയാളത്തിൽ ഇപ്പം എനിക്ക് സായിപ്പുണ്ടാക്കിയ വാക്കാണ്, എന്താണ് പറയുക, ട്രാജഡി കോമഡി എന്നൊക്കെ പറഞ്ഞാൽ വലിയ വാക്കുകളും. ഇപ്പോൾ ഷേക്സ്പിയറിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഷേക്സ്പിയർ ട്രാജഡി ഇൻ 3 acts, കോമഡി ഇൻ 4 acts എന്ന് പറഞ്ഞു. പക്ഷേ യഥാർത്ഥത്തിൽ ജീവിതം എന്ന് പറയുന്നത് ആ വാക്ക് തന്നെ ഉണ്ടാക്കിയത് മലയാളിയാണ്, ബോറടി എന്ന് പറഞ്ഞ വാക്ക്. ജീവിതം
ബോറടിയൻ ജീവിതത്തിൻ്റെ ആക്ട്സ് മുഴുവനും ബോറടിയാണ്. അപ്പോൾ ഈ അലസത എന്ന് പറയുന്ന സംഭവത്തിൻ്റെ അടുത്തൊരു സംഭവം. അപ്പം മലയാളി പിന്നെ ഒന്നും കൂടി ബോറടിക്കാൻ പോവാണ്. 20 ലക്ഷം കോഴിയേറ്റാണ് കേരളത്തിൽ ഇപ്പോൾ കൺസ്യൂം ചെയ്യുന്ന ഒരു ദിവസം. ഏകപക്ഷീയമായ ഒരു അവസ്ഥയാണ് ശരിക്കും. അതിൻ്റെ കൂടെ അപ്പം നമ്മളൊരു വലിയ മാർക്കറ്റ് ആവാൻ ചാൻസ് ഉണ്ട് എഐക്കും, ബ്രാഹ്മിൻസ് ഓൺ കൺട്രി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അത് പോസിറ്റീവായിട്ട് എടുക്കാം. എഐ കാരണം നമുക്ക് പണി പോയാലും, നമ്മുടെ മക്കളുടെ പണി പോയാലും നമുക്ക് പല എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. നമുക്കിങ്ങനെ ബബിളി ഇടാം, ഫേസ്ബുക്കിൽ പല പല സാധനങ്ങളിടാം. ഞാൻ തന്നെ എൻ്റെ ബർത്ത്ഡേയും ജെയിൻ ഓസ്റ്റിൻ്റെ ബർത്ത്ഡേയും സെയിം ആയിരുന്നു കഴിഞ്ഞ 2 ആഴ്ച മുമ്പ്. അപ്പോൾ ഞാൻ പോയിട്ട് ചാറ്റ് GPT ചോദിച്ചു, ഞാനും ജെയിൻ ഓസ്റ്റിനും കൂടി കേക്ക് മുറിക്കാൻ ഒരു പടം ഉണ്ടാക്കി തരാമെന്ന് വെച്ചു. അപ്പോൾ ജെയിൻ ഓസ്റ്റിനും ഞാനും കൂടി ഏതാണ്ട് സമപ്രായക്കാരായിട്ടിരുന്ന് കേക്ക് മുറിക്കുന്ന പടം ഇട്ടു. അപ്പോൾ ഞാനത് പോസ്റ്റ് ചെയ്തപ്പോൾ NS മാധവൻ എൻ്റെ അടിയിലൊന്ന് കമൻറ്റ് ചെയ്തു, രാമോഹൻ ബിധോവനും ഉണ്ടെന്ന് സെയിം ഡേറ്റിൽ. അപ്പോൾ ആ ഒരു ടിപ്പിക്കൽ നമ്മുടെ മറുപടി തന്നെ നമ്മൾ പണ്ടേ ഉണ്ട് നമ്മുടെ ഭാഷയിൽ. എയുടെ മറുപടി എനിക്ക് വേണമെങ്കിൽ ലോകത്താദ്യമായിട്ട് പറഞ്ഞ ഭാഷ നമ്മളായിരിക്കും അയ്യേ എന്ന് നമ്മൾ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതൊക്കെ നമ്മൾ ഇന്ന് കൺസ്യൂം ചെയ്യാൻ പോവല്ലേ, നമ്മളിങ്ങനെ എന്താ പറയുക, തിന്നും കുടിച്ചതിനെ കൂടുതൽ ഇനി എയും കൂടി അനുഭവിക്കാൻ പോകണമെന്നുള്ള അത്. പക്ഷേ അത് പോസിറ്റീവായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ക്യാപ്ച ചോദിക്കും, നമ്മൾക്ക് കൺസ്യൂം ചെയ്യാനായിട്ട് ആൾക്കാർ വേണമെന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ അത് തന്നെയാണ് നമ്മളിതിൽ ഈ സസ്യ ബുക്കുകളും മാംസ ബുക്കുകളേക്കാൾ ഉപരിയായിട്ട് നമ്മളെല്ലാവരും ഫേസ്ബുക്കുകളായിട്ടിരുന്ന് കാണിച്ചുകൊണ്ടിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. AI AIക്ക് റാംമോഹൻ്റെ കൗണ്ടറാണ് അയ്യേ എന്ന്. അപ്പോൾ AI അയ്യേ എന്നൊരു ക്യാപ്ഷൻ ആയിട്ട് നമുക്ക് എടുക്കാം. ഇനി ചെറിയ നയൻതാരയിൽ കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയൊരു കൺക്ലൂഡൻ സെഷനോടെ ഇത് അവസാനിപ്പിക്കാം. ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ, നയൻതാര നമ്മൾ പറഞ്ഞു AI കണ്ടൻറ് ക്രിയേറ്ററാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കണ്ടൻറ് ക്രിയേഷനിൽ AI ഉണ്ടാക്കുന്ന വെല്ലുവിളി എന്താണ്? അതിൻ്റെ പ്രശ്നങ്ങളല്ല പറയുന്നത്. നമ്മളിപ്പോൾ ഒരു നല്ല കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളെങ്ങനെ, ഇപ്പം കാർട്ടൂൺ ഉണ്ടാക്കുന്ന ആളുകളുടെ മുമ്പിലാണ് ട്രോളുകൾ നിൽക്കുന്നത്. ഇപ്പം എല്ലാ കാർട്ടൂണിസ്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? ട്രോളുകളെയൊക്കെ മറികടക്കുന്ന കാർട്ടൂൺ എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ പലപ്പോഴും തമ്മിലൊരു മത്സരം ഉള്ളതുപോലെ എനിക്ക് തോന്നാറുണ്ട്, ഈ ട്രോളുകളും കാർട്ടൂണുകളും തമ്മിൽ. അപ്പോൾ ചിലപ്പോൾ നമ്മുടെയൊക്കെ നല്ല കാർട്ടൂണിസ്റ്റുകൾ ഉള്ളത് കൊണ്ട് പലപ്പോഴും കാർട്ടൂണിസ്റ്റുകൾ അങ്ങനെ തോൽക്കാറൊന്നുമില്ല. പക്ഷേ എന്നാലും ആ മത്സരം അവിടെ അങ്ങനെ നിരന്തരമായി നിലനിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ കണ്ടൻറ് ക്രിയേഷനും മുമ്പിൽ AI ഉണ്ടാക്കുന്ന വെല്ലുവിളി എന്താണ്, അല്ലെങ്കിൽ അതിനുള്ള എളുപ്പം എന്താണ്? കണ്ടൻറ് ക്രിയേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഫഷണലായിട്ടുള്ള കണ്ടൻറ് ക്രിയേഷൻ എടുക്കുകയാണെങ്കിൽ ട്രാൻസ്ലേഷനൊക്കെ ഏതാണ്ട് ഇപ്പം നന്നായിട്ട് ജോലി നഷ്ടം നേരിടുന്നൊരു ഫീൽഡാണ്. ഇംഗ്ലീഷ് ടു മലയാളം ട്രാൻസ്ലേഷനും അതുപോലെ തന്നെ മലയാളം ടു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു വ്യക്തികൾ ചെയ്യുന്ന രീതിയിൽ നിന്ന് മാറി അത് മെക്കാനിക്കലായിട്ട് മാറിക്കഴിഞ്ഞു. ആ ജോലിയിൽ വളരെ കുറവുണ്ടായിട്ടുമുണ്ട്. നമ്മുടെ ഏരിയയുടെ ക്രിയേറ്റിവിറ്റി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ സംസാരിച്ച കാര്യത്തിൽ ഇപ്പോൾ ക്രിയേറ്റിവിറ്റി നമ്മൾ പറഞ്ഞു ഭാവന, അനുഭവം, അതിൻ്റെ കൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു എലമെൻ്റാണ് നമ്മൾ എഴുതുന്ന സംഗതിയിൽ നമുക്കൊരു തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നുള്ളത്. സ്വയം വിമർശനം എന്ന് പറയുന്നത് എഴുത്തുകാരെ സംബന്ധിച്ചുള്ള വളരെ വളരെ പ്രധാനമാണ്. നമുക്കറിയാം, ഒരു കഥയോ കവിതയോ എഴുതണമെങ്കിൽ നമ്മൾ ഒരുപാട് തവണ തിരുത്തണം. നമ്മൾ എഴുതി കഴിഞ്ഞൊരു സംഗതിക്കകത്ത് ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അതിനകത്തൊരു ആവർത്തനം ഉണ്ടെന്ന് കണ്ടുപിടിച്ച് നമുക്ക് തന്നെ അത് മനസ്സിലാക്കി അത് തിരുത്താനുള്ള കഴിവെന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പക്ഷേ AIക്കാണെങ്കിൽ ആ സംഗതി തീരെ ഇല്ല, നിലവിലില്ല. പറഞ്ഞ പോലെ ഭാവിയിൽ എന്തുണ്ടാവുമെന്ന് അറിയില്ല. നമ്മൾ ചാറ്റ് GPT പറ്റി പറയുന്നൊരു തമാശയുണ്ട്. നമ്മളിപ്പോൾ ചാറ്റ് GPT നമ്മുടെ ഫ്രണ്ടാണല്ലോ. നമ്മൾ പോയിട്ട് നമ്മുടെ പേഴ്സണലായിട്ടുള്ള എല്ലാ വിഷയങ്ങളും പറയുന്നത് ചാറ്റ് GPTയോടാണ്. എൻ്റെ കാമുകി എന്നെ കളഞ്ഞിട്ട് പോയിടാ ചാറ്റ് GPT എന്ന് പറഞ്ഞാൽ ചാറ്റ് GPT ഫസ്റ്റ് മറുപടി പോട്ടടോ, നിങ്ങൾക്ക് വേറെ ആളെ കിട്ടുന്നതായിരിക്കും. പക്ഷേ എനിക്ക് അവളെ മറക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ പറയും, അയ്യോ ആണല്ലേ, ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഞാൻ കുറച്ച് ദുഃഖഗാനങ്ങൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരട്ടെ, നീ ഇരുന്ന് കേട്ടോ, അപ്പോൾ എവിടെയെങ്കിലും ഉറച്ച് നിൽക്കടോ എന്നൊക്കെ പറയാൻ തോന്നും. കാരണം അതാണ് എൻ്റെ പ്രശ്നം, അവർക്ക് സ്വന്തമായിട്ടൊന്നും തീരുമാനിക്കാനാവില്ല. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടുകളല്ലാതെ അവർക്ക്
ഒന്നും ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പരിമിതിനെ കുറിച്ച് പറയാവുന്നത്. അതുകൊണ്ട് തന്നെ സർഗാത്മകതയ്ക്ക് ഈ പറഞ്ഞ ഒരു സംഗതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മനുഷ്യന് എമ്പതി വേണം, അനുഭവങ്ങൾ വേണം. വിൻസെൻ്റ് വാൻ ഗോഗിൻ്റെ ചിത്രം ആ സ്റ്റാറി നൈറ്റിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ നിൽക്കുന്നൊരു പടം ക്രിയേറ്റ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചാൽ ഉടനെ അത് ക്രിയേറ്റ് ചെയ്ത് തരും. കാരണം അതിൻ്റെ വലിയൊരു റെഫറൻസ് അവിടെ കിടക്കുന്നുണ്ട്. നമ്മുടെ പാവം വാൻ ഗോഗ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റീവായിട്ടുള്ള എക്സ്ട്രസിയുടെ ഈ ഒരു ഘട്ടത്തിൽ വരച്ച ചിത്രം അതിന് മെറ്റീരിയലാണ്. അത് ഇന്നത്തെ കാലത്തുള്ള ഒരു യുവാവിൻ്റെ യുവതിയുടെയും ചിത്രത്തിൻ്റെ പശ്ചാത്തലമായിട്ട് ഉപയോഗിക്കാൻ അതിന് പ്രത്യേകിച്ച് അധ്വാനമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ക്രിയേറ്റിവിറ്റിയുടെ ഒരു റെപ്ലിക്കേഷൻ മാത്രമാണ് നിലവിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കൊച്ചു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇന്നലെ ഞാനിവിടെ വരാൻ നേരത്ത് ഞാൻ ജെമിനയോട് പറഞ്ഞു, ഞാനിന്ന് ഇവിടെ പോകുന്നുണ്ട്, ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് പോകുന്നുണ്ട്, അപ്പോൾ എനിക്ക് നീ ഒരു ചെറിയ ഹെൽപ്പ് ചെയ്ത് തരണം. നമ്മുടെ ചങ്ങമ്പയുടെ രമണനുണ്ടല്ലോ, രമണനെ ഒരു സിറ്റിയുടെ പശ്ചാത്തലത്തേക്ക് ഒന്ന് മാറ്റി എഴുത്തരും ചോദിച്ചു. അപ്പം അദ്ദേഹം എനിക്ക് മാറ്റി എഴുത്തന്നു. ആ കവിത കൂടെ ഞാനൊന്ന് 2 വരി ചൊല്ലിത്തരും. അപ്പം ഞാൻ പറഞ്ഞു, ഈ രമണൻ എന്ന് പറയുന്നത് കാലം മാറി, പുള്ളി പഴയ ഇടയനൊന്നും അല്ല, സിറ്റിയിലുള്ള ആളാണ്, അപ്പം അതിനനുസരിച്ച് വേണം മാറ്റാൻ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞത് ആ താളത്തിലൊക്കെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്, പക്ഷെ താളമൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. കോൺക്രീറ്റ് കാടുകൾ തൻ നിഴലുകളിൽ ലാപ്ടോപ്പ് ബാഗമേന്തി നടപ്പവനെ, മെട്രോതൻ പാട്ടുകൾ മൂളുന്നു നീ തിരക്കിൻ്റെ ലോകത്ത് തനിച്ചായി. പുഴയല്ല പാതകൾ ഒഴുകുന്നു മുന്നിൽ, കുഴലല്ല ഹോണുകൾ മുഴങ്ങുന്നു കാതിൽ. മരതകപ്പട്ടുപോൽ പുല്ലുകൾ ഇല്ല, മലിനമാം പുകയോതും കുഴലുകൾ മാത്രം. എങ്കിലും സ്നേഹിത തിരിയുന്നു നീ, വൈഫൈ സിഗ്നൽ ഫോൾ ഒത്തിരി സ്നേഹം. ഏറെക്കുറെയൊക്കെ അതിൻ്റെ ഒരു രസം, നമ്മളിത് ഡിസെക്റ്റ് ചെയ്ത് നോക്കിയ രസമാണ്. കാരണം മരതക്കാടുകൾ തിങ്ങി വിങ്ങിയുടെ കുറച്ച് ഭാഗം അവർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാനച്ചായിൽ ആടി മേയ്ക്കാൻ എന്നുള്ളതിൻ്റെ ഒരു റെഫറൻസാണ് ഫസ്റ്റ് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, മരതക്കാടുകളാണ് കോൺക്രീറ്റ് കാടുകളൊക്കെ മാറ്റിയിരിക്കുന്നത്. അപ്പം ഈ നിലവിലുള്ള കുറച്ച് ഇമേജുകളെ കൺജോൺ ചെയ്ത് വെക്കുകയാണ്. അതായത് മരതക്കാടുകൾ മാറ്റിയിട്ട് നഗരത്തിൻ്റെ ഉപമയായിട്ട് വരേണ്ടത് കോൺക്രീറ്റ് ആണ് എന്ന് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. രമണൻ്റെ പ്രശ്നം സ്നേഹം കിട്ടാത്തതാണെന്നുള്ളതുകൊണ്ട്, അതുകൊണ്ടാണ് വൈഫൈ സിഗ്നൽ പോലെ കുറച്ച് സ്നേഹം കിട്ടുന്നു ചോദിക്കുന്നു എന്നുള്ള രീതിയിൽ അത് അവസാനിപ്പിച്ചിരിക്കുന്നത്. അതിനകത്തൊരു ക്യുർക്കി ആയിട്ടുള്ള രസകരമായിട്ട് ക്രിയേറ്റിവിറ്റി ഉണ്ട്. പക്ഷേ അത് ക്രിയേറ്റിവിറ്റി ആണെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല താനും. കാരണം ഒരുപാട് ആൾക്കാർ എഴുതി വെച്ച എന്തൊക്കെയോ മാതൃകളിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്ന് ചൂണ്ടിയെടുത്തൊരു സാധനം ഉണ്ടാക്കി തന്നിരിക്കുന്നതല്ലാണ്ട് നിലവിൽ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ജീവിതാനുഭവങ്ങളുടെ വിഷയങ്ങളുടെയും നേരത്തെ പറഞ്ഞ പോലെ പ്രേമിച്ച ഒരു രമണൻ്റെ മനോവ്യത അറിയാത്ത പാവയ്ക്ക് അത് മറ്റുള്ളവരുടെ നിന്ന് ചൂണ്ടിയിട്ട് തരാനേ പറ്റുള്ളൂ. അതിൻ്റെ ലിമിറ്റേഷൻ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഈ പറഞ്ഞ പോലെ സ്വന്തമായ ഹാസ്യം ഉൽപ്പാദിപ്പിച്ചതല്ലോ അല്ലെങ്കിൽ കാർട്ടൂണിനെ പെട്ടെന്ന് നമുക്ക് റീപ്ലേസ് ചെയ്യും. ഇപ്പോൾ ട്രോള് പറയുന്ന ട്രോളുകൾ വളരെ രസകരമാവുന്നത് അത് നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്നതുകൊണ്ടാണ്. നമ്മളുടെ മനുഷ്യൻ്റെ ഒരു സാമൂഹ്യ പരിസ്ഥിതിയോടുള്ള വളരെ നൈസർഗിക പ്രതികരണമായതുകൊണ്ടാണ് ട്രോള് രസകരമാവുന്നത്. പക്ഷേ അത്രത്തോളം നർമ്മം പറയാനുള്ള കഴിവ് തൽക്കാലമെങ്കിലും നമ്മുടെ ഏക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ഞാൻ ആ കാര്യത്തിൽ കുറച്ച് ശുഭപ്രതീക്ഷയുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ സ്വയം തിരുത്താനുള്ളൊരു കഴിവും മനനശേഷിക്കും അതുപോലെ തന്നെ അനുഭവങ്ങളും പശ്ചാത്തലങ്ങളും ഇപ്പോൾ ഇട്ടാത്ത ഒരു സിറ്റുവേഷനിൽ നമുക്ക് വലിയ ഒരു ശത്രുവായിട്ട് ക്രിയേറ്റീവ് ശത്രുവായിട്ട് അതിനെ കാണേണ്ടതില്ല. പക്ഷെ നമ്മളീ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ വർക്കുകൾ ഔട്ട്സോഴ്സ് ചെയ്ത് പോകുന്ന കാര്യത്തിൽ ഈ ഗ്രാഫിക് ഡിസൈനിങ് മേഖലയിൽ മാത്രം 26% തൊഴിൽ നഷ്ടമാണ് ഇപ്പോൾ വരുത്തിയിരിക്കുന്നതാണ് പറയുന്നത്. കോണ്ടന്റ് ക്രിയേഷൻ ട്രാൻസ്ലേഷൻ തുടങ്ങിയ മേഖലകളിൽ അത് വളരെ വളരെ വലിയ നഷ്ടമാണ്. അപ്പം നമ്മുടെ മുന്നോട്ടുള്ള ജനറേഷൻ അതൊരു വളരെ ഭീഷണിയാണ്. പക്ഷേ ക്രിയേറ്റിവിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് അത്ര വലിയ ഭയാശങ്ങൾ വേണ്ട എന്നുള്ളതാണ് വളരെ ശുഭാപ്തിവിശ്വാസത്തോടെയുള്ളൊരു ചിന്ത. നന്ദി. AI പട്ടിണിയും AI അച്ഛനും അമ്മയും കാമുകിയും കാമുകനൊക്കെ ഇല്ലയെന്ന് നമുക്ക് സമാധാനിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. കാരണം പട്ടിണി കിടന്ന ഒരുപാട് ആളുകളുടെ അനുഭവങ്ങൾ AI ഫീഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ AI പ്രണയിക്കുന്ന ആളുകളുടെ എണ്ണമൊക്കെ കൂടിക്കൂടി വരികയാണ്. ഇപ്പോൾ ഞാൻ തന്നെ ധാരാളം അത്തരം രചനകൾ പലയിടത്തും ഇങ്ങനെ കാണാറുണ്ട്. അതുകൊണ്ട് അത്ര ശുഭാപ്തി വിശ്വാസമാവോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇനി നമുക്ക് 10 മിനിറ്റ് സമയമുള്ളത്. വളരെ പെട്ടെന്ന് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആരോടാണ് ചോദിക്കുന്നത് എന്ന് നിങ്ങൾ കൃത്യമായി പറയണം. 2 ചുരുക്കി ചോദിക്കണം. ചോദ്യമോ വിമർശനമോ തിരുത്തലോ എന്തും ആവാം, ഇടപെടലൊക്കെ ആവാം. സമയം കുറച്ചേ പറ്റുള്ളൂ എന്ന് മാത്രം. നമസ്കാരം. അപ്പോൾ സുധീർ സാറ് പറഞ്ഞു, പിന്നെ നമുക്കിപ്പോൾ AI കിട്ടുന്നത് ആരെങ്കിലും ഫീഡ് ചെയ്ത എഴുത്തുകളാണ്. അത് പല ഭാഗത്തുനിന്ന് പല എഴുത്തുകാർ പല രീതിയിൽ ചെയ്ത എഴുത്തുകൾ തിരിച്ചു കിട്ടുമ്പോൾ അതിൻ്റേതായ മേന്മയുണ്ടാവില്ല എന്നുള്ളതാണ് ഒരു ചോദ്യം. രണ്ടാമത്, ഇപ്പോൾ നമ്മൾ പ്രഭാസ് സാർ പറഞ്ഞു ഈ പിന്നെ സോഷ്യൽ സ്കോറ് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഒരു സിനിമ ഉണ്ടായിരുന്നു കുറച്ച് മുമ്പ് ടോം ക്രൂസിൻ്റെ മൈനോറിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞ്, ഒരു ക്രൈം ആലോചിക്കുമ്പോൾ അവിടെ അഡ്വാൻസായിട്ട് ചെന്നിട്ട് അത് സ്റ്റോപ്പ് ചെയ്യാനുള്ള ശ്രമം, അത്തരം കാര്യങ്ങൾ മനുഷ്യരാശിക്ക് നല്ലതല്ലേ? ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അറിയപ്പെടാതെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാരാണ് ചെയ്തതെന്നും
അതിൻ്റെ സത്യം തിരിച്ചറിയുന്നു എന്ന ഒരു കാര്യം കൂടിയും ഈ അഡ്വാൻസ് ടെക്നോളജിയോടുണ്ട്. അതൊക്കെ നല്ലതല്ലേ എന്നാണ് എൻ്റെ രണ്ടാമത്തെ ചോദ്യം. താങ്ക് യു. ആദ്യത്തെ ചോദ്യം ഈ ഫീഡ് ചെയ്യുന്നതാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. സത്യത്തിൽ ഇതിനകത്ത് 2-3 പ്രശ്നമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളും ഫീഡ് ചെയ്യുന്നതാണ്. നമ്മുടെ ബ്രെയിനിൽ എന്തെല്ലാമോ ഫീഡ് ചെയ്യുന്നതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് നമ്മൾ ഈ വരുന്നതൊക്കെ. ഈവൻ നമ്മുടെ സർഗാത്മകത പോലും അത് ഏത് രീതിയിൽ അവിടെ പ്രോസസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ് വ്യത്യാസം വരുന്നത്. പിന്നെ അതിൽ ഏറ്റവും വലിയ പ്രശ്നം മാനിപ്പുലേഷനാണ്. മാനിപ്പുലേഷനാണ് എഐൻ്റെ മുന്നിൽ ഏറ്റവും വലിയ ചലഞ്ച്. മാനിപ്പുലേഷൻ എല്ലാ സാധ്യതയുണ്ട്. എനിക്കിപ്പോഴും വിശ്വാസമില്ല ജെയിൻ ഓസ്റ്റിൻ്റെ പടമാണ് കൂടെ രാമോഹൻ്റെ കൂടെ ഇട്ട്. എങ്ങനെ അറിയാം? നമുക്ക് ജെയിൻ ഓസ്റ്റിനെ കുറിച്ചൊരു കോൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ അത് വിശ്വസിക്കാം. എത്ര ജെയിൻ ഓസ്റ്റിൻ ഉണ്ടാവും എഐയിൽ? ജെയിൻ ഓസ്റ്റിൻ്റെ ഓതർ എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് നമുക്ക് ഒരേ പേരിലുള്ള 2-3 വരുമ്പോൾ അതിൻ്റെ കോൺഫ്ലിക്റ്റ് വരാം. പിന്നെ ഒരു മാനിപ്പുലേഷൻ നടക്കുന്നത് നമ്മുടെ വലിയ രീതിയിൽ മാനിപ്പുലേഷൻ നടക്കുന്ന ഈ സർഗാത്മകതയെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം എന്നല്ല. അപ്പോൾ ഏറ്റവും നല്ല നോവൽ എന്താണ്? ഗുഡ് റീഡ്സ് പറയുന്നതിൽ റെക്കമെൻഡേഷൻ, ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് എന്തായാലും അറിയാം, ഗുഡ് റീഡ്സ് വായിച്ചിട്ടാണ് ഇവർ ലോകത്തെ നോവലുകൾ പറയുന്നത്. 61% AI ജനറേറ്റഡ് റെക്കമെൻഡേഷനാണ് വരുന്നത്. ആമസോണിൻ്റെ റിപ്പോർട്ട് വരുന്നതിൽ 90% വരെ പല പുസ്തകങ്ങളിലും ഡിജിറ്റലായിട്ടുള്ള ആൾക്കാരാണ് അവിടെ നല്ല പുസ്തകമാണെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് വായിക്കണം തീരുമാനിക്കുന്നത് ആരാ? നിങ്ങൾ നല്ലത് ഏതാണെന്ന് തീരുമാനിക്കുന്നത്. ഈ മാനിപ്പുലേഷൻ വളരെ പ്രധാനമാണ്. ഒരുപക്ഷെ അതിലും വലിയൊരു പ്രതിസന്ധി ഞാൻ കാണാൻ പോകുന്നത്, ഇന്നിപ്പം നമുക്ക് ഇപ്പോൾ തുഞ്ചത്തെഴുത്തച്ഛനെ കുറിച്ച് നമുക്കുള്ള ഡാറ്റ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ കുറേ റിട്ടൺ രേഖകളും മറ്റതൊക്കെ ഉള്ളത് കൊണ്ടാണ്. ഓറലായിട്ട് എഴുതി വന്നതും ഒക്കെ ഉണ്ട്. അടുത്ത നൂറ്റാണ്ടിൽ ഈ നൂറ്റാണ്ടിൽ ഒരാളെക്കുറിച്ച് എഴുതുമ്പം എത്ര ഫേക്ക് ഡാറ്റ ഈ ഡിജിറ്റൽ വേൾഡിൽ ഉണ്ടാവും. അപ്പോൾ അതും കൂടി ഉണ്ടാവില്ലേ അന്നത്തെ രേഖപ്പെടുത്തലിൽ സത്യം കണ്ടെത്തുന്നതിൽ? ഇതൊരു വലിയ പ്രദേശം. അപ്പോൾ മാനിപ്പുലേഷനാണ് ഡിജിറ്റൽ കണ്ടൻറ്റ് വഴി ഉണ്ടാക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. അപ്പോൾ അതുകൊണ്ട് ഡാറ്റ ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം നമുക്കതിനെ വിശ്വസിക്കാൻ പറ്റില്ല. അതൊരു വലിയ ചലഞ്ചായിട്ട് വരും. വിശ്വാസ്യതയാണ് ചോദ്യം ചെയ്യാൻ പോകുന്നത്. അതെപ്പോഴും പ്രയാസമുള്ളൊരു കാര്യമായിരിക്കും. ക്രൈമിൻ്റെ കാര്യത്തിൽ അത് ശരിയാണ്. പക്ഷേ നമ്മളൊരു ഭരണകൂടത്തിൻ്റെ തിന്മകൾക്കെതിരെയുള്ള നമ്മളുടെ ഒരു സമരമായോ ഒരു വിമർശനമായോ വരുമ്പോൾ നമ്മൾ ഭരണകൂടത്തിനെതിരായിട്ട് ചിന്തിക്കുന്നു എന്ന് അത് മനസ്സിലാക്കുകയും ആ ചിന്തയെ അവിടെ വെച്ച് തന്നെ മുളയിലെ നുള്ളിക്കളയാനുള്ള ശ്രമങ്ങൾ അവിടെ നടക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഈ എഐയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു എഴുത്തുകാരൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ പിന്നെ എന്താ പറയുക, മാമൂലുകളെ ചോദ്യം ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ അധികാരിയോട് സത്യം വിളിച്ച് പറയുക എന്നൊക്കെയുള്ള ഒരു കാര്യമുണ്ടല്ലോ. പക്ഷേ അപ്പോൾ അവിടെ ആ ഒരു പ്രശ്നത്തെ ഈ അധികാരത്തിനോട് ഇപ്പോൾ എഐക്ക് അതല്ല പ്രശ്നം. എഐക്ക് അവരാരാണോ നിയന്ത്രിക്കുന്നത് അവരുടെ രാഷ്ട്രീയ ശരി മാത്രമേ അത് നോക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ മൂലധനത്തിൻ്റെ കാര്യമൊക്കെ പറയുകയുണ്ടായി. അല്ലെങ്കിൽ ചില രാഷ്ട്രങ്ങൾ മാത്രമായിട്ട് അതിനെ നിയന്ത്രിക്കുന്നു. അപ്പം ഇത് നമ്മൾ ഭരണകൂടത്തിനെതിരായിട്ട് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ സത്യം വിളിച്ചു പറയാനുള്ളൊരു മനുഷ്യൻ്റെ, അതിലിപ്പോൾ ഫിക്ഷനൊക്കെ ആയിട്ടായിരിക്കും നിങ്ങൾ വരുന്നത്, പക്ഷേ അതിന് കണ്ടുപിടിക്കാനുള്ള ശ്രമം കാണും. കാര്യം മനുഷ്യൻ്റെ കാര്യം പറയുമ്പോൾ മനുഷ്യൻ പാതി ഫ്ലഷും പാതി ഫിക്ഷനും എന്നാണ് പറയുന്നത്. ആ ഫിക്ഷനെ അതങ്ങ് കട്ട് ചെയ്യും. ഈ മനുഷ്യൻ്റെ ആ ഫിക്ഷൻ എന്ന് പറയുന്ന ഒരു സംഗതി എന്ന് വെച്ചാൽ അത് ഭാവന വേണം, വിമർശനം വേണം, ചിന്ത വേണം. ചിന്തയുണ്ടെങ്കിലല്ലേ, പണ്ട് എം ഗോവിന്ദൻ പറഞ്ഞതുപോലെ മനുഷ്യനും മറ്റ് ഇതുമായിട്ടുള്ള വ്യത്യാസമായിട്ട് അദ്ദേഹം പറയുന്നത്, മനുഷ്യന് ചിന്ത വേവുന്ന തലച്ചോറുണ്ട്, അതുകൊണ്ടാണ് ചട്ടിയിലെ ചോറും തലച്ചോറും രണ്ടാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ തലയിലെ ചോറിനെ അതിന് ചട്ടിയിലെ ചോറാക്കാൻ പറ്റുന്ന ഒരവസ്ഥ ഇതിന് ഉണ്ട് എന്നുള്ളതാണ്. ഇതേ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ നിയന്ത്രിക്കുവാൻ, നമ്മൾക്ക് വേറൊരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹാംലെറ്റിൻ്റെ ഡയലമയൊന്നും ഇല്ലാത്ത വളരെ എല്ലാം അത് അവരുദ്ദേശിക്കുന്ന രാഷ്ട്രീയ ശരി നമ്മുടെ മനസ്സിലേക്ക് ആവാഹിക്കുവാൻ, സന്നിവേശിപ്പിക്കുവാൻ അവർക്ക് കഴിയുന്ന ഒരു രീതി ഇതിനകത്ത് ഉണ്ട്. ആ ഒരു ഡേഞ്ചറുണ്ട്. ക്രൈമിൻ ഇറ്റ്സ് ഓൾ റൈറ്റ്, ബട്ട് ഡിസെൻറ്റിൽ നിന്നാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. സർഗസൃഷ്ടി ഉണ്ടാകുന്നതിൽ ഡിസെൻറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണല്ലോ. ആ ഡിസെൻറ്റ് അല്ലെങ്കിൽ ഹാംലെറ്റിൻ്റെ ഡയലമ നമുക്കുണ്ടാകുന്നു. അങ്ങനെ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഒരു സാഗരം കാണുമ്പോഴത്തേക്ക് മനുഷ്യവ്യഥയുടെ എന്താ പറയുക, വേലിയേറ്റവും വേലിയിറക്കവുമായിട്ട് തോന്നുന്നു. അല്ലെങ്കിൽ നിങ്ങൾ കിളികൂചനം കേൾക്കുമ്പോൾ നിങ്ങളൊരു കവിത എഴുതുന്നു. അപ്പോൾ ആ ഒരു സംഗതി അതിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അതിന് നിലവിലുള്ള അധികാര ബന്ധത്തെ നിലനിർത്താനുള്ള ഒരു ശക്തി എഐയിലൂടെ അതിന് എടുക്കാം എന്നുള്ളത്. രാഷ്ട്രീയത്തെ എങ്ങനെ സ്വാധീനിക്കും എഐ? എനിക്ക് തോന്നുന്നു രാഷ്ട്രീയത്തിൻ്റെ ബഹുസ്വരത ഇല്ലാതാക്കാനുള്ള പൊട്ടൻഷ്യൽ ഭയങ്കരമാണ്. ഒരു മോണോ കൾച്ചറിലേക്ക് വേണമെങ്കിൽ പൊളിറ്റിക്സിനെ കൊണ്ടുപോകാം. നിലവിലുള്ള അധികാര ബന്ധത്തെ നിലനിർത്താൻ അതിന് എന്നുള്ള രീതിയിലേക്ക് അതിന് പോകാനുള്ള സാധ്യത വലുണ്ട്. ഇവിടെ പറഞ്ഞതുപോലെ എഐക്ക് സംശയമൊന്നുമില്ല, എഐക്ക് യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ ഭരണകൂടത്തിൻ്റെ അധികാരത്തെ നിലനിർത്താൻ
വേണ്ടുന്ന ഒരു ഇതിലേക്ക് പോവുകയും അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന രാഷ്ട്രീയമല്ല ഇനി വരാൻ പോകുന്ന രാഷ്ട്രീയം. കൺവെൻഷനലായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാറേണ്ടി വരും. അത്തരം പ്രസ്ഥാനങ്ങൾക്ക് തന്നെ ഇനി എത്രത്തോളം ഇതുണ്ട്, രാഷ്ട്രീയത്തിന് തന്നെ എത്രത്തോളം ഭാവിയുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കാര്യം. നമ്മൾ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്താ പറയുക, വ്യത്യസ്ത ആശയങ്ങൾ തമ്മിലുള്ള സംഘർഷമാണല്ലോ. ആ വ്യത്യസ്ത ആശയങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിന് സാധ്യതയില്ലെങ്കിൽ പിന്നെ രാഷ്ട്രീയമില്ലാത്ത ഒരു അരാഷ്ട്രീയമായിട്ടുള്ള വിരസന്മാരുടെയും അലസന്മാരുടെയും ഒക്കെ ഒരു ലോകത്തിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയമല്ല. കാര്യം ഒരു പ്രതിപക്ഷം എന്ന് പറയുന്നത് മറ്റൊരു ചോയ്സ് ആണല്ലോ. പക്ഷേ പ്രതിപക്ഷത്തെ ഒരു ശത്രുവായിട്ട് കണക്കാക്കിയോ അല്ലെങ്കിൽ ഡിസൻറ്റിനെ എന്താ പറയുക രാജ്യദ്രോഹമായിട്ടോ ഒക്കെ കണക്കാക്കുകയും അതിനെ മുളയിൽ തന്നെ പിടിക്കാനുള്ള ഒരു ശേഷി വരികയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നതിന് അതിനെ രാഷ്ട്രീയമെന്ന് വിളിക്കണമോ എന്ന് എനിക്കറിയത്തില്ല. മറ്റെന്തെങ്കിലും പേരിൽ വിളിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകും. പ്രശ്നം നമ്മുടെ ചിന്തിക്കാനുള്ള ശേഷിയെ സ്വാധീനിക്കുന്നുള്ള, ചിന്തിപ്പിക്കാതിരിക്കുക എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു. ചിന്തിപ്പിക്കാത്തവൻ്റെ രാഷ്ട്രീയം എന്തായിരിക്കും? അവൻ്റെ രാഷ്ട്രീയക്കാരൻ നിശ്ചയിക്കും. അവിടെ നമുക്ക് സ്വാധീനമൊന്നുമില്ല. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. നമ്മളെ ചിന്തിപ്പിക്കാതിരിക്കാനുള്ള എല്ലാ സാധ്യതകളും ഇതിലൂടെ വരുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ വിശ്വാസം, എന്ത് വാർത്തയാണ് നമ്മളിലേക്ക് വരുന്നതെന്നുള്ളത്. ഇപ്പോൾ വെനസ്വേലയിൽ പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ട് പോയി വൈസ് പ്രസിഡന്റ് അധികാരം. ഇന്ന് വരുന്ന വാർത്ത വൈസ് പ്രസിഡന്റിൻ്റെ സഹായത്തോടു കൂടിയാണ് ട്രംപ് പ്രസിഡന്റിനെ അകത്താക്കിയത്. ഇതിൽ എന്താ വിശ്വസിക്കുക? ഇത് വലിയ പ്രശ്നമാണ്. ഇതാണ് ഭാവിയുടെ പ്രശ്നം. നയൻതാര പറഞ്ഞതിനോട് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഞാൻ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വിപരീത പദം എന്താണെന്ന് ആലോചിക്കാറുണ്ട്. നാച്ചുറൽ സ്റ്റുപ്പിഡിറ്റിയാണത് ശരിക്കും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഓപ്പോസിറ്റ് നാച്ചുറൽ സ്റ്റുപ്പിഡിറ്റിയാണ്. അതിൽ മനുഷ്യനെ മാച്ച് ചെയ്യാനായിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും പറ്റില്ല. അത്ര ഭീകരമായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഭയങ്കര ഹ്യൂമൻ സെൻട്രിക് ആയിട്ടാണ് നയനാര ചിന്തിച്ചതെന്ന് എനിക്കൊരു പേടിയുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു സുധീർ അത് പറയുകയും ചെയ്തു. അതായത് നമ്മൾ ഈ ഫീഡ് ചെയ്യുന്നതാണ് നമ്മൾ. അപ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ കാണുന്നത്, ഇപ്പം ഞാനടക്കമുള്ള എത്രയോ ആളുകൾ ഒരുപാട് AI-യേക്കാളൊക്കെ എത്രയോ കാര്യത്തിൽ, ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിൽ താഴെയായിരിക്കും, സ്റ്റുപ്പിഡിറ്റിയുടെ കാര്യത്തിൽ മുകളിലായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ക്രിയേറ്റിവിറ്റിയിലൊക്കെ വലിയ ചേഞ്ച് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ കാര്യം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഒരു വലിയ കാര്യം കൂടി. കഴിഞ്ഞ ദിവസം ഒരു BBC ഒരു വാർത്ത വായിച്ചു. നോർത്ത് ഇന്ത്യയിൽ പല സ്ഥലത്തും AI ഉപയോഗിച്ചുള്ള ദൈവങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ടെന്ന്. പല വീടുകളിലും കൃഷ്ണനും ഗണപതിയും രാമനും ഒക്കെ ചില റോബോട്ടുകളായിട്ട് കൊണ്ടു കൊടുക്കുകയും അതിനോട് രാവിലെ അവിടെ പോയിട്ട് പ്രാർത്ഥിക്കുകയും കൃഷ്ണ എൻ്റെ മകളുടെ കല്യാണം എന്ന് നടക്കും നോക്കുമ്പോൾ അത് വൈകാതെ നടക്കുമെന്ന് പറയുന്ന ജ്യോതിഷൻ്റെ രൂപത്തിലുള്ള ദൈവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ദൈവങ്ങൾ വരെ മാറുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ വരുന്നത്. എൻ്റെ ആകാംക്ഷ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇതിനെക്കുറിച്ച് വല്ല ബോധമുണ്ടോ എന്നുള്ളതാണ്. അതെന്താണ് ചെയ്യുന്നതെന്ന് അതിനറിയോ എന്നുള്ളൊരു ആകാംക്ഷയോടെ കൂടി നമുക്കിത് അവസാനിപ്പിക്കാൻ തോന്നും. എൻ്റെ പേര് അസീസ് കടലുണ്ടി. ഞാനൊരു ട്രാവൽ ആൻഡ് ടൂറിസം സ്റ്റഡി അബ്രോഡ് സ്ഥാപനം നടത്തുന്ന ഒരാളാണ്. 2 വർഷം മുന്നേ ഒരു 8-10ഓളം സ്റ്റാഫിനെ ഞാൻ ഹയർ ചെയ്തതിന് ശേഷം കുറച്ച് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തവർക്ക് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ട് അവരെനിക്ക് ആൻസറായിട്ട് തന്നതിൽ ഈ AI ഉപയോഗിച്ചിട്ടാണ് അവരിത് എടുത്തു തന്നിട്ടുണ്ടായിരുന്നത്. അത് വായിച്ചു നോക്കിയപ്പോൾ ഞാൻ തൃപ്തനല്ലായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് AI ഉപയോഗിച്ച് നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞാലും പൊതുവെ ഒരു പൂർണ്ണതയിൽ എത്താറില്ല. നമ്മൾ തന്നെ ശരിയാക്കേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ ഞാൻ ഒരു ഡഫ് സ്കൂളും അതുപോലെ തന്നെ ഒരു ശേഷി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്കൂളിലും ഇന്നലെ സന്ദർശിക്കാൻ വേണ്ടി പോയപ്പോൾ പുസ്തകങ്ങളൊക്കെ ഡിസോർഡറായിട്ട് നിൽക്കുന്നുണ്ട് അലമാറയിൽ. അപ്പോൾ ഞാൻ ശരിയാക്കാൻ വേണ്ടിയിട്ട് ആ ഡോറ് തുറന്ന് നോക്കിയപ്പോൾ ഒക്കെ മാറാതെ പിടിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ ഇങ്ങനെയുള്ള സ്കൂളുകൾ അതുപോലെ തന്നെ മറ്റുള്ള ലൈബ്രറി കൗൺസിൽ പോലുള്ള സംഘടനകൾ വഴി നമ്മളിപ്പോൾ കൊടുക്കുന്നതാണല്ലോ AI നമുക്ക് തരുന്നത്. അതുപോലെ നമുക്ക് കുട്ടികളുടെ അടുത്ത് നിലവിലുള്ള കുട്ടികളൊക്കെ ഈ AI ടെക്നോളജിയിലേക്ക് പോകുന്നതിൻ്റെ കൂടെ തന്നെ പുസ്തക വായനയും കൂടെ അവർക്ക് ആ ഒരു ഉതകുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ ഈ തുഞ്ചൻ സ്മാരകം ഇത് വഴിയും അതുപോലെ തന്നെ മറ്റുള്ള ലൈബ്രറി കൗൺസിൽ വഴിയൊക്കെ എഴുത്തുകാരായ നിങ്ങൾക്ക് ചെയ്തുകൂടെ എന്നാണ് എൻ്റെ ഒരു സജഷൻ. എനിക്കൊന്ന് അത് പുസ്തക വായന എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയാം. ഈ ജപ്പാനിൽ കഴിഞ്ഞ 2024 ഒരു അക്കിദോഹ എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും വലിയ പ്രൈസ് കിട്ടിയൊരു പുസ്തകമുണ്ട്. റിയോ കൂദാൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരി എഴുതിയ ടോക്കിയോ സിമ്പതി ടവർ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അവാർഡ് വാങ്ങിക്കാൻ ചെന്ന് സ്റ്റേജിൽ കയറിയപ്പോൾ അവർ പറഞ്ഞു ഇതിലെ 11% AI ഉപയോഗിച്ച് എഴുതിയതാണെന്ന്. ഇതാണ് ലോകം. അതുപോലെ തന്നെ ഡെത്ത് ഓഫ് ദ ഓതർ എന്ന് പറഞ്ഞിട്ടൊരു നോവൽ പൂർണ്ണമായിട്ടും AI എഴുതിയിട്ടുണ്ട്. അപ്പോൾ കണ്ടൻറ്റ് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു അതൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പുസ്തകങ്ങളിലേക്ക് തിരിച്ചു പോകണം. ഫിസിക്കൽ ബുക്കിലേക്ക് തിരിച്ചു പോകുക എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഭൗതികമായ ശേഷിക്ക് ഒരുപാട് പ്രയോജനം ചെയ്യുന്ന ശാസ്ത്രം പറയുന്നുണ്ട്. അതിലേക്ക് പോകാനുള്ള വഴിയുണ്ട്. ഈ കുട്ടികളെ ഈ ഫോണിൽ നിന്ന് തിരിച്ച് പുസ്തകങ്ങളിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പണി തുഞ്ചൻ പറമ്പ് വിചാരിച്ചാലൊന്നും നടക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. PG വിദ്യാർത്ഥിയാണ്. ഈ സെയിം ടോപ്പിക്കിലാണ് ഞാൻ ഡെസർട്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഫസ്റ്റ് ചോദിക്കാനുള്ളത്, റിസർച്ചിൻ്റെ ഭാഗമായി ലിറ്ററേച്ചർ റിവ്യൂകൾ നോക്കിയപ്പം
എഴുത്തുകാർ ഏറ്റവും കൂടുതൽ AI ഇപ്പം മീഡിയ മിഡ്ജേ എന്നൊക്കെ പറഞ്ഞ പോലെ അത് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ സ്യൂഡോ റൈറ്റ് പോലെയുള്ള റൈറ്റിംഗ് AI ഉപയോഗിക്കുന്നത് അവർക്ക് ക്രിയേറ്റീവ് ബ്ലോക്ക് വരുമ്പോഴാണ് പോലും. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരാളുടെ അഭിപ്രായം, വളരെ കൃത്യമായ അഭിപ്രായം കിട്ടുവാൻ വേണ്ടി, അവരെഴുതിയ ഒരു എഴുത്തിനെ കുറിച്ച് കൃത്യമായ അഭിപ്രായം കിട്ടുവാൻ വേണ്ടിയിട്ടാണ്. അപ്പം സുധീർ സാറോട് ചോദിക്കാനുള്ളത്, ഒരു ക്രിയേറ്റീവ് ബ്ലോക്ക് മറികടക്കാൻ എഴുത്തുകാരന് AI ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നയൻതാര ചോദിക്കാനുള്ളതാണ്. അതായത് ക്രിയേറ്റിവിറ്റി ഹ്യൂമൻ യുണീക്നെസ് അല്ലെങ്കിൽ ഹ്യൂമൻ യുണീക്കായിട്ടുള്ള ഒരു ക്വാളിറ്റി ആയിട്ട് മാത്രം കൺസിഡർ ചെയ്യേണ്ടതാണോ? എന്തുകൊണ്ട് AI അല്ലെങ്കിൽ അതൊരു ക്രിയേറ്റീവായിട്ട് കൺസിഡർ ചെയ്ത് കൂടാ? പോസിറ്റീവായിട്ട് ഈ കാലത്ത് ഏറ്റവും കൂടുതൽ യൂറോപ്പ് അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസ് എന്നുള്ള, ഇന്ത്യയിൽ ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ വളരെ കുറവാണ്. വെസ്റ്റേൺ കൺട്രീസ് എന്നുള്ള പഠനങ്ങൾ നോക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള റിവ്യൂ ആണ് എഴുത്തുകാർ അല്ലെങ്കിൽ റൈറ്റേഴ്സ്, പ്രത്യേകിച്ച് എൻ്റെ ഏരിയ എന്ന് പറയുന്നത് ജനറേറ്റീവ് AI ആൻഡ് ക്രിയേറ്റീവ് റൈറ്റിംഗ് ആണ്. അതിൽ എഴുത്തുകാർ വളരെ പോസിറ്റീവായിട്ട് മാത്രമാണ് AI അല്ലെങ്കിൽ ഒരു കൊളാബറേറ്റർ ആയിട്ടാണ് AI കാണുന്നത്. അപ്പം ഇത്ര ഹ്യൂമൻ സെൻട്രിക് ആവേണ്ട ആവശ്യമുണ്ടോ ക്രിയേറ്റിവിറ്റിക്ക് എന്നുള്ളൊരു ചോദ്യം. ഈ റൈറ്റേഴ്സ് ബ്ലോക്കിനെ കുറിച്ച് പറയാം. റൈറ്റേഴ്സ് ബ്ലോക്ക് അടിസ്ഥാനപരമായിട്ടൊരു സർഗാത്മക സ്വഭാവമാണെന്നേ. അതിനെ നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു സഹായം തേടിക്കഴിഞ്ഞാൽ അവിടെ റൈറ്റിംഗ് ഇല്ലാതാവും. അപ്പോൾ അതുകൊണ്ട് റൈറ്റേഴ്സ് ബ്ലോക്കിനെ അനുഭവിച്ച് തീർക്കുക, അനുഭവത്തിലൂടെ റൈറ്റേഴ്സ് ബ്ലോക്കിനെ മറികടക്കുകയാണ് വേണ്ടത്. അല്ല അതിനൊരു സാങ്കേതിക സഹായം നേടുന്നത് ഒട്ടും ശരിയല്ല. പക്ഷേ എഴുത്തുകാരുടെ രീതിയിൽ സംഭവിക്കുമ്പോൾ പലതും, കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തെക്കുറിച്ച് പറയുകയും ആ പുസ്തകത്തിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് പലതും പറഞ്ഞ് ഞാനത് ശ്രദ്ധിക്കുന്നില്ല. അയാൾ പറഞ്ഞു, ഒരു കാരണവശാലും ചേട്ടൻ മടിക്കേണ്ട, ഇത് ഞാൻ എൻ്റെ ഇൻപുട്ടുകൾ മുഴുവൻ AI കൊടുത്തിട്ട് AI സഹായത്താലാണ് പൂർണ്ണമായിട്ടും എഴുതിയിട്ടുള്ളത്, അതുകൊണ്ട് അതിനൊരു ദോഷം വരില്ല എന്ന് വിശ്വസിക്കും. ഇപ്പോൾ തലമുറ അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും അല്ല സർഗാത്മകത, ഇതൊന്നും അല്ല എഴുത്തായി വരേണ്ടത്. അതൊരു തെറ്റിദ്ധാരണ. ഈ തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്നതും ഈ ടെക്നോ ഫ്യൂഡലിസ്റ്റ് ലോകമാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളത്. അതിനെ എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് നമ്മൾ ചിന്തയിലൂടെ മറികടക്കണം. നമ്മൾ പെട്ടെന്ന് പറയും, ഞാനിത് സാറ് നേരത്തെ റഹ്മാൻ സർ പറഞ്ഞ പോലെ ഹ്യൂമൻ സെൻട്രിക് ആണ്. ഞാനങ്ങനെ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ സ്ട്രെസ് ചെയ്ത് പറഞ്ഞത്. കാരണം ക്രിയേറ്റിവിറ്റിക്ക് ഏറ്റവും പ്രധാനം നമുക്കൊരു ഇൻറ്റൻറ്റ് വേണം. നമ്മൾ എന്തിനാണ് എഴുതുന്നത്? നമുക്കെപ്പോഴും വലിയ ലക്ഷ്യങ്ങളാണ്. ഇപ്പോൾ നമ്മളെപ്പോഴും പറയും ഒരു സോഷ്യൽ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ടാണോ? പക്ഷേ മനുഷ്യനൊരു ലക്ഷ്യത്തോടു കൂടി അല്ലാതെ ഒരു എഴുത്ത്, ഒരു സർഗാത്മക സൃഷ്ടി, ഒരു വര എന്നും സാധ്യമല്ല. അതില്ല AIക്ക്. അത് തന്നെയാണ് അതിലൊരു പരിമിതി. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്രിയേറ്റിവിറ്റിയായിട്ട് കാണുന്നൊരു ലോകം വരുമായിരിക്കും. പക്ഷേ അറ്റ്ലീസ്റ്റ് നൗ അതിനങ്ങനെ ക്രിയേറ്റിവിറ്റിയുടെ എണ്ണത്തിലൊരു ചെറിയ സാങ്കേതിക ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് തോന്നുന്നത്. സമയം അതിക്രമിച്ചത് കാരണം ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എനിക്കറിയാം നിങ്ങൾക്ക് ധാരാളം ചോദ്യങ്ങൾ, ഇടപെടലുകൾ നടത്താനുണ്ടാവും എന്ന് എനിക്കറിയാം. അതിന് തെളിവ് തന്നെ ഇവിടെ നിറഞ്ഞിരിക്കുന്ന ഈ സദസ്സാണ്. പക്ഷേ നമ്മുടെ സമയപരിമിതി മൂലം തൽക്കാലം നിർത്താനേ പറ്റുള്ളൂ. ഞാൻ ഈ സെഷന് വരുന്നതിന് മുമ്പ് വെറുതെ AI ചോദിച്ചു, ChatGPT ചോദിച്ചു, എന്താണ് ഈ ക്രിയേറ്റിവിറ്റിയും AI തമ്മിൽ ഉള്ള ഇൻട്രാക്ഷൻ എന്താണ് എന്ന് ചോദിച്ചു. നിർമ്മിത ബുദ്ധിക്കാലത്തെ സർഗാത്മകത എന്താണെന്ന് ചോദിച്ചപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ChatGPT പറഞ്ഞുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഈ ChatGPT അല്ലെങ്കിൽ AI നമ്മളോട് ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നത്. പോസിറ്റീവ് മാത്രമല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതിൻ്റെ പല ആംഗിൾ, അതിൻ്റെ രാഷ്ട്രീയമായാലും അതിൻ്റെ മുതലാളിത്തത്തിൻ്റെ വശമായാലും ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള കാഴ്ച മാത്രമേ ഈ വിഷയത്തോട് നീതി പുലർത്തുള്ളൂ എന്ന് തിരിച്ചറിയണം. എല്ലാവർക്കും നന്ദി. താങ്ക് യു.